ഹായ് ഗൈസ്, ഇന്ന് മുതൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു പുതിയ ഡ്രാമയാണ് കേട്ടോ. ഇത് ഭയങ്കര ട്രെൻഡിങ്ങിൽ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. അതായത് നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ആക്കിയിട്ടുള്ള മൂൺ ലവേഴ്സിലെയും അതേപോലെ ഡെയ്ലുണ ഹോട്ടലിലെയും നായികയായിട്ടുള്ള അയ്യുവിൻ്റെ സീരീസാണ്. ഇവരുടെ ലവ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹേർട്ട് ടച്ചിങ് ആണ് കേട്ടോ. ഇതിനകത്തുള്ള ഓരോരോ ക്യാരക്ടേഴ്സും അവരുടെ സ്റ്റോറി ലൈനൊക്കെ കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇത് നമ്മളുടെ തന്നെ ലൈഫാണെന്ന്. അത്രയ്ക്ക് സൂപ്പറായിട്ടുള്ളൊരു സീരീസാണ്. അപ്പോൾ വെച്ച് താമസിപ്പിക്കാണ്ട് നമുക്ക് സീരീസിലോട്ട് കടന്നാലോ. എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ കുറച്ച് വയസ്സായവരെ കാണിച്ചുകൊണ്ടാണ്. അവിടെയാണെങ്കിൽ ഒരു ലേഡി ഇരുന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും മൈൻഡിൽ എന്താണോ തോന്നുന്നത് അതെല്ലാം പേപ്പറിനകത്ത് എഴുതി വെക്കുകയെന്ന്. ഇവിടെയായിട്ട് തലയിൽ ക്ലിപ്പൊക്കെ കുത്തിയ ഒരു ആൻറ്റീനെ നമുക്ക് കാണിക്കും. ഇവർക്കാണെങ്കിൽ എന്ത് വരയ്ക്കണോ എന്നറിയത്തില്ല. ഇവരൊരു ക്രയോൺ എടുത്തിട്ട് ആ പേപ്പറിനകത്ത് ബ്ലൂ കളറിൽ മൊത്തത്തിൽ കളർ ചെയ്യാനായിട്ട് തുടങ്ങും. അവിടെയായിട്ട് ഇവരിങ്ങനെ കടലിൻ്റെ കരയിൽ കൂടി നടക്കുന്നതും അവരിങ്ങനെ സ്വന്തമായിട്ട് പറയും, ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഞാൻ ഇത്ര പെട്ടെന്ന് 70ാമത്തെ വയസ്സിൽ എത്തിച്ചേരുമെന്ന്. അവരുടനെ തന്നെ അവരുടെ അമ്മേനെ ഓർക്കും. പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്ലാഷ് ബാക്കിലുള്ളൊരു സീൻ കാണിക്കും. അതായത് ഈ ലേഡിയുടെ ചെറുപ്പകാലമാണ് കാണിക്കുന്നത്. അവിടെ ആ കൊച്ചു പെൺകുട്ടിയാണെങ്കിൽ കടലിനെ നോക്കിയിട്ട് അവളുടെ അമ്മേനെ വിളിക്കുവാണ്. ഇവളുടെ അമ്മ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് കടലിന്റെ ഏറ്റവും അടിത്തട്ടിൽ പോയിട്ട് ഈ ഷെൽസ് ഒക്കെ എടുക്കത്തില്ലേ, ആ ജോലിയാ ചെയ്യുന്നത്. ഇവിടെ നമ്മളുടെ ഈ കൊച്ചു പെൺകുട്ടിയുടെ പേരെന്ന് പറഞ്ഞാൽ ഏസൻ എന്നാണ്. അവളുടെ അമ്മേനെ ഒരുപാട് കടന്ന് വിളിക്കുന്നുണ്ട്. അമ്മ മുകളിലോട്ട് കയറി വാ, എന്തിനാ ഇങ്ങനെ പണിയെടുക്കുന്നത് എന്നും ചോദിച്ചിട്ട്. ഇത് കേൾക്കുന്ന അവിടെ ഇരിക്കുന്ന ലേഡീസൊക്കെ പറയും, നിന്റെ അമ്മയ്ക്ക് എപ്പോഴും ക്യാഷ് തന്നെ വീണുന്നത്, അതുകൊണ്ടാണല്ലോ ആദ്യത്തെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോൾ രണ്ടാമത് ഒന്നുകൂടി കല്യാണം കഴിച്ച് അതിനകത്തും കുട്ടികളെ ഉണ്ടാക്കിയത് എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഏസുവിൻ്റെ അമ്മേനെ പറ്റി ഓരോന്ന് പറയാൻ തുടങ്ങും. അവിടെയായിട്ടൊരു കൊച്ചു ഇറക്കാൻ നിൽക്കുന്നുണ്ടായിരുന്നു. ഇവനെ കാണുന്നതും ഇവനെ പറ്റി ഇവരെല്ലാവരും സംസാരിക്കാൻ തുടങ്ങും. അതായത് ഇവൻ എപ്പോഴും നമ്മളുടെ ഏസുവിൻ്റെ പുറകെയാണ്. അവനിങ്ങനെ നടന്ന് അവൻ്റെ മുഖമെല്ലാം കരിവാളിച്ച് പോയി, അവന് സൺ ബേൺ ഏറ്റു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് കേൾക്കുന്നേ ഏസുവിന് നല്ല ദേഷ്യം വന്നിട്ട് അവൾ ആ ചെറുക്കനെ വഴക്ക് പറയാൻ തുടങ്ങും. അതേസമയം തന്നെ അവിടെയായിട്ട് നമ്മളുടെ ഏസുവിൻ്റെ അമ്മ കയറി വരും. ഇവർ കേൾക്കെ ഈ ലേഡീസ് എല്ലാവരും ഇവരെ കുറ്റം പറയുന്നതും പെട്ടെന്ന് തന്നെ അവരാണെങ്കിൽ അവിടെ നിന്നൊരു കൂടെയും തട്ടിത്തെറിപ്പിച്ചിട്ട് നമ്മളുടെ ഈ കൊച്ചു പെൺകുട്ടിനെയും കൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോവും. വീട്ടിലെത്തുന്നത് നമ്മളുടെ ഏസുനാണെങ്കിൽ അവളുടെ അമ്മയടുത്ത് പറയും, ഞാനിന്ന് സ്കൂളിലെ പോയം കോമ്പറ്റീഷനിൽ സെക്കൻഡ് വന്നു, അമ്മയ്ക്ക് ആ പോയം വായിക്കണോ എന്ന്. എന്നാൽ ഇവളുടെ അമ്മ പറയും, എനിക്കൊന്നും വായിക്കണ്ട, നീ നിന്റെ മുത്തശ്ശിയുടെ കൊണ്ടുപോയി കൊടുത്താൽ മതി, അവർക്കല്ലേ നീ പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. ഇവിടെ നമ്മളുടെ ഏസുനാണെങ്കിൽ അവളുടെ മുത്തശ്ശിയുടെ അടുത്തോട്ട് പോകാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അവൾ പറയും, എന്നെ അവിടെ എല്ലാവരും ഒരു വേലക്കാരിനെ പോലെ ട്രീറ്റ് ചെയ്യുന്നേന്ന്. എങ്കിലും ഇവളുടെ അമ്മ പറയും, നീ അവിടെ തന്നെ പിടിച്ചു നിന്നേ പറ്റൂ, എനിക്കിവിടെ നിന്നെ വളർത്താൻ പറ്റത്തില്ല എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് രാത്രി സമയമാണ്. ഇവിടെ നമ്മളുടെ ഏസുവിൻ്റെ അമ്മയാണെങ്കിൽ ഇപ്പോൾ സെക്കൻഡ് മാരീഡ് ആണല്ലോ. അവർക്കതിനകത്ത് 2 കുട്ടികളുണ്ട്. ഒന്ന് കുറച്ച് വലുതാണ്, രണ്ടാമത്തേത് വളരെ ചെറിയ കുട്ടിയാണ്. ഇവരുടെ സെക്കൻഡ് ഹസ്ബൻഡ് ആണെങ്കിൽ ഇവരുടെ അടുത്ത് പറയും, നീ എന്തിനാ ആ കൊച്ചു പെങ്കൊച്ചിനെ ആ വീട്ടിലോട്ട് പറഞ്ഞു വിടുന്നേ, അവളെ ഇങ്ങ് കൊണ്ടുവന്നൂടെ. ഉടനെ തന്നെ അവർ പറയാൻ തുടങ്ങും, എനിക്കൊന്നും പറ്റത്തില്ല, എൻ്റെ കൊച്ചു ഇവിടെ വന്നു കഴിഞ്ഞാലും ഒരു വേലക്കാരിനെ പോലെ തന്നെ ആയിരിക്കും നിൽക്കാൻ പോകുന്നത്. അവൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് പഠിക്കുകയെങ്കിലും ചെയ്യും. ഇവരുടെ സെക്കൻഡ് ഹസ്ബൻഡ് ആണെങ്കിൽ നമ്മളുടെ ഏസുവിന് എഴുതിയ ആ ഒരു പോയം വായിക്കും. അയാളുടെ വൈഫിൻ്റെ അടുത്ത് പറയും, നീ ഇത് വായിക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ എന്ന്. എന്നാൽ പെട്ടെന്ന് തന്നെ നമ്മളുടെ ഏസുവിൻ്റെ അമ്മയാണെങ്കിൽ ആ പോയം എടുത്ത് വായിച്ചു നോക്കും. പെട്ടെന്ന് തന്നെ അവർ നല്ലതുപോലെ ഇമോഷണൽ ആവുന്നതായിട്ട് കാണിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ഏസുൻ നിൽക്കുന്ന ആ ഒരു സ്ഥലമാണ്. അതെന്ന് വെച്ചാൽ അവളുടെ സ്വന്തം അച്ഛൻ്റെ വീടാണ്. അവളുടെ അച്ഛൻ മരിച്ചു പോയതുകൊണ്ട് തന്നെ അവളുടെ മുത്തശ്ശിയും മുത്തശ്ശിയുടെ രണ്ടാമത്തെ മോനും ഫാമിലിയൊക്കെ അവിടെ നിൽക്കുന്നത്. ഇവിടെ നമ്മളുടെ ഏസുൻ യഥാർത്ഥത്തിലൊരു വേലക്കാരിനെ പോലെ തന്നെ. ഇവളെ കാണാൻ വേണ്ടിയിട്ട് നമ്മളുടെ ആ കൊച്ചു ചെറുക്കൻ അവിടെ വരും. ഇവൻ്റെ ഫാമിലി യഥാർത്ഥത്തിൽ മീൻ കച്ചവടമാണ് ചെയ്യുന്നത്. ഇവിടെ അവൻ വന്നിരിക്കുന്ന തന്നെ മീൻ വിൽക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഇവരാണെങ്കിൽ 5 മീൻ മാത്രമേ പറഞ്ഞിട്ടുള്ളായിരുന്നു. പെട്ടെന്ന് തന്നെ അവൻ ചോദിക്കും, എന്തിനാ 5 മീൻ വാങ്ങിക്കുന്നത്, നിങ്ങളുടെ വീട്ടിൽ 6 പേരില്ലേ, ഒരു മീൻ ഞാൻ ഫ്രീ ആയിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് ഒരു മീൻ അവൻ എക്സ്ട്രാ കൊടുക്കും. എന്താന്ന് വെച്ചാൽ അവന് നന്നായിട്ടറിയാം നമ്മളുടെ ഏസുവിന് കഴിക്കാൻ മീൻ പോലും കിട്ടാറില്ല എന്ന്. അങ്ങനെ ഇരിക്കാൻ നേരത്ത് പെട്ടെന്ന് തന്നെ നമ്മളുടെ ഏസുവിൻ്റെ അമ്മ അവിടേക്ക് വരും. അതും ഒരു കുന്ന് മീനുമായിട്ടാണ് വരുന്നത്. അവരവിടെ വന്നിട്ട് ആ മീനെല്ലാം അവിടെ വലിച്ചെറിഞ്ഞിട്ട് പറയും, ഞാൻ എൻ്റെ കൊച്ചിനെ ഇവിടെ നിർത്തിയേക്കുന്നത് അവൾ നന്നായിട്ട് പഠിച്ച് നല്ല നിലയിലെത്താൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് അവളെ ഇവിടെ വേലക്കാരിയായിട്ട് നിർത്താൻ വേണ്ടിയിട്ടല്ല. ഞാൻ ഇനി ഇവളെ ഇവിടെ നിർത്തത്തില്ല, ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോകാമെന്നും പറഞ്ഞിട്ട് ഏസുവിൻ്റെ അമ്മ ഇവളുടെ കൈയും പിടിച്ച് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടങ്ങ് പോവും. ഏസുവിനാണെങ്കിൽ നല്ല സന്തോഷം ഉണ്ടായിരുന്നു. അവളാണെങ്കിൽ പറയും, എന്തായിരുന്നാലും മീൻ കിട്ടിയില്ലെങ്കിൽ എന്താ, എനിക്ക് എൻ്റെ അമ്മയുടെ കൂടെ നിൽക്കാമല്ലോ. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഏസുവിൻ്റെ അമ്മ പറയും, ഞാൻ നീ എഴുതിയ ആ ഒരു പോയം വായിച്ചു എന്ന്.
ഇത് കേൾക്കുന്ന ഏസുവിന് സന്തോഷം. ആ പോയതിലെ മെയിൻ കണ്ടന്റ് എന്ന് പറഞ്ഞാലേ നമ്മുടെ ഏസുവിന്റെ അമ്മയുടെ കഷ്ടപ്പാടും കാര്യങ്ങളുമായിരുന്നു. ഇത് വായിക്കുന്നതും അവളുടെ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമാവും. അവളുടെ അമ്മ ചോദിക്കും, നീ വലുതായി കഴിഞ്ഞാൽ എന്നെ പൊന്നുപോലെ നോക്കുവോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ മീൻപിടുത്തമൊക്കെ നിർത്താവെന്ന്. ഇത് കേൾക്കുന്നത് നമ്മളുടെ ഏസുവിന് ഓക്കെ പറയും. അവള് പറയും, ഞാൻ എൻ്റെ അമ്മയ്ക്ക് നല്ലൊരു മുത്തുമാല വാങ്ങി തരുമെന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസം നമ്മളുടെ ഏസുൻ സ്കൂളിൽ പോയിട്ട് വന്നിരുന്ന് കരയുന്നതാ. അവളുടെ സ്കൂളിൽ ലീഡർഷിപ്പിന് വേണ്ടിയിട്ടുള്ള വോട്ടിങ്ങിൽ അവൾക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത്. എന്നാൽ അവളെ ലീഡർ ആക്കുന്നതിന് പകരമായിട്ട് വേറൊരു ചെറുക്കനെ ലീഡർ ആക്കുന്നത്. അവൻ്റെ ഫാമിലി നല്ല പൊളിറ്റിക്കൽ ഫാമിലി ആയിരുന്നു. അതിൻ്റെ ബേസിസിലാണ് അവൻ ആ ഒരു സ്ഥാനം കൊടുക്കുന്നത്. ഇതൊക്കെ കേൾക്കുന്നത് നമ്മളുടെ യേശുവിൻ്റെ അമ്മയ്ക്ക് നല്ല സങ്കടം വരും. അവരടുത്ത ദിവസം തന്നെ നല്ലതുപോലെ ഒരുങ്ങി അവളുടെ സ്കൂളിലായിട്ട് ചെല്ലും. സാറിനെ കണ്ട് നല്ലതുപോലെ സംസാരിക്കാൻ തുടങ്ങും. കൂട്ടത്തിൽ തന്നെ അയാൾക്കാണെങ്കിൽ കുറച്ച് ഫുഡും അതേപോലെ സോക്സും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഏസുവിൻ്റെ അമ്മയാണെങ്കിൽ അവളെയും വിളിച്ചുകൊണ്ട് സ്കൂളിൽ നിന്ന് വരും. ഇവിടെ നമ്മളുടെ ഏസും പറയും, കുഴപ്പമില്ല അമ്മ, ഞാനിപ്പോൾ എല്ലാത്തിൻ്റെ കൂടെ അഡ്ജസ്റ്റ് ആയി പൊക്കോളാം എന്ന് ഇവളുടെ അമ്മ പറയും, ഞാൻ തല കുനിക്കുന്ന പോലെ എൻ്റെ മോൾ ഒരിക്കലും തല കുനിക്കരുത്, നീ പഠിച്ച് വലിയൊരാളാവണം എന്നൊക്കെ നമ്മളുടെ ഏസുവിൻ്റെ അമ്മ പറയും. ഇവിടെ ഏസുനും പറയുന്നുണ്ട്, ഞാൻ പഠിച്ച് വലുതായി ഒരുപാട് പൈസ സമ്പാദിച്ചിട്ട് അമ്മേനെ പൊന്നു പോലെ നോക്കുമെന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ഏസുവിൻ്റെ അമ്മയാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുന്നതാ. അവർക്കിപ്പോൾ നല്ല സന്തോഷം ഉണ്ടായിരുന്നു. അവരുടെ മോളിപ്പോൾ അവരുടെ കൂടെ ഇല്ലേ. അതുകൊണ്ട് തന്നെ അവർ വിചാരിക്കും, ഞാൻ ഇനിയിപ്പോൾ സിഗരറ്റ് വലിക്കുന്നതൊക്കെ നിർത്താൻ പോവുക, എൻ്റെ മോൾ എന്നെ പൊന്നുപോലെ നോക്കുക എന്നാ പറഞ്ഞേക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മളുടെ ഏസുവിൻ്റെ അമ്മയുടെ അവസ്ഥ ഭയങ്കര മോശമായിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇതിനെപ്പറ്റി ആ നാട്ടുകാർക്ക് എല്ലാവർക്കും ഇപ്പോൾ ബോധമുണ്ട്. അവരെല്ലാവരും വന്നിട്ട് ഏസുവിൻ്റെ അമ്മയെടുത്ത് പറയും, നീ സ്വിം ചെയ്യുന്നത് നിർത്തണം എന്ന്. ഇവിടെ നമ്മളുടെ ഏസുവിന് ഇപ്പോഴാണ് ഇങ്ങനെയുള്ളൊരു കാര്യത്തിനെ പറ്റി അറിയുന്നത് തന്നെ. അവളങ്ങനെ വേഗം തന്നെ കടലിൻ്റെ അരികിലായിട്ട് വന്നിരുന്ന് കരഞ്ഞുകൊണ്ടിരുന്ന് പറയാൻ തുടങ്ങും, നീ എൻ്റെ അച്ഛനെയും കൊണ്ടുപോയി ഇനിയിപ്പോൾ എൻ്റെ അമ്മേനെയും കൊണ്ടുപോകാൻ പോകുവാണ് എന്ന്. ഇവളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ആ കൊച്ചു ഇറക്കനില്ലേ, അവൻ അവളുടെ അടുത്തായിട്ട് വരും. അവൻ വന്നിട്ട് ഇവക്ക് ഫുഡ് കൊടുക്കാനായിട്ട് ഒരുങ്ങും. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഹേസും പറയും, എനിക്ക് നിന്റെ മീനൊന്നും വേണ്ട എന്ന്. ഉടനെ തന്നെ അവൻ പറയും, ഇത് ചിക്കനാ എന്ന്. ഇവിടെയാണെങ്കിൽ ഇവള് ചോദിക്കും, ഞാനെന്താ പിച്ചക്കാരി ആയതുകൊണ്ടാണോ നീ എനിക്ക് എപ്പോഴും ഇങ്ങനെ ഫുഡ് കൊണ്ട് തരുന്നേ? ഉടനെ തന്നെ അവൻ പറയും, എനിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നെങ്കിൽ ഞാൻ വരുന്ന വഴിക്ക് വേറെ ഏതെങ്കിലും പിച്ചക്കാർക്ക് അത് കൊടുത്തേനെ എന്ന്. ഇവിടെയായിട്ട് നമ്മളുടെ ഹേസും പറയും, എന്തൊക്കെയായിരുന്നാലും നിന്നെ ഞാൻ കല്യാണം കഴിക്കത്തില്ല. ഉടനെ തന്നെ അവൻ ചോദിക്കും, അതിനാരാ നിന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞത് എന്നും പറഞ്ഞ് അവൻ അവിടെ നിന്ന് ദൂരോട്ട് മാറിയിരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസം നമ്മളുടെ ഏസുവിൻ്റെ അടുത്താണെങ്കിൽ അവളുടെ അമ്മ പിടിച്ചിരുത്തി നല്ല കാര്യമായിട്ട് സംസാരിക്കുന്നേ. അവർ പറയും, മോളെ എന്തൊക്കെ സംഭവിച്ചാലും നീ നന്നായിട്ട് പഠിക്കണം, ഒരിക്കലും എന്നെ പോലെ ജീവിക്കരുത്, നീ നല്ലൊരു ജീവിതം ജീവിക്കണം, ഞാൻ ചിലപ്പോൾ നിന്റെ കൂടെ ഇല്ലെങ്കിലും നീ ഹാപ്പി ആയിട്ടിരിക്കണമെന്നും പറഞ്ഞിട്ട് ഇവളുടെ അമ്മ ഇവർക്ക് നന്നായിട്ട് ഫുഡൊക്കെ കൊടുക്കും. ഇതൊക്കെ കേൾക്കുന്നേ നമ്മളുടെ ഏസുൻ നല്ലതുപോലെ ഇരുന്ന് കരയും. അവിടെയായിട്ട് ഇവളുടെ അമ്മ ഇവളെ പിടിച്ചു കിടത്തി നല്ലതുപോലെ താരാട്ട് പാട്ട് പാടിയൊക്കെ ഉറക്കും. എന്നാൽ അടുത്ത ദിവസം രാവിലെ തന്നെ നമ്മളുടെ ഏസുവിൻ്റെ അമ്മ അങ്ങ് മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അവർക്ക് 29 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. 2 കൊച്ചു കുട്ടികളും നമ്മളുടെ ഏസുവിനും ഇപ്പോൾ ബാക്കിയായില്ലേ. അവൾ ഒരുപാടിരുന്ന് കരയാൻ തുടങ്ങും. അവിടെയായിട്ട് ആ കൊച്ചു ചെറുക്കനില്ലേ, അവനും വന്നിട്ട് ഇവളെ നല്ലതുപോലെ സമാധാനിപ്പിക്കും. ഇവിടെ നമ്മളുടെ ഏസുൻ പറയും, ഞാൻ എൻ്റെ അമ്മേനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല എന്ന്. അവനും ഇവളുടെ കൂടെ ഇരുന്ന് കരയാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ഏസുവിൻ്റെ ആ സ്റ്റെപ്പ് ഫാദർ ഇല്ലേ, അയാളാണെങ്കിൽ ആ വീട് നന്നായിട്ട് നോക്കത്തൊന്നുമില്ല. അയാൾ പറയും, നീ എൻ്റെ കൂടെ നിന്നിട്ട് ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് നോക്കണേ എന്ന്. ഉടനെ തന്നെ അവൾ പറയും, എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് ഞാനൊരിക്കലും എൻ്റെ അമ്മയെ പോലെ ജീവിക്കരുത്, ഞാൻ നല്ലതുപോലെ പഠിച്ച് വലിയൊരാളാവണം എന്ന്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ വീടിൻ്റെ വേലക്കാരിയാവാൻ പറ്റത്തില്ല. എന്നാൽ ഈ സ്റ്റെപ്പ് ഫാദർ ആണെങ്കിൽ നമ്മളുടെ ഏസിൻ്റെ അടുത്ത് ഓരോരോ എക്സ്ക്യൂസ് പറഞ്ഞ് അവളെ ഇങ്ങനെ ഓരോരോ മാസം പറഞ്ഞ് പിടിച്ചു നിർത്താനായിട്ട് നോക്കും. കൂട്ടത്തിൽ തന്നെ അവിടെയായിട്ട് ഒരു തരിശു ഭൂമി ഉണ്ടായിരുന്നു. അത് അവളുടെ അമ്മയുടെ പേരിലുള്ള സ്ഥലമാണ്. അങ്ങനെ നമ്മളുടെ ഈസുനാണെങ്കിൽ അവിടെയായിട്ട് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഇവളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത് നമ്മളുടെ ആ കൊച്ചിറക്കം തന്നെയായിരുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരോട് ചേർന്ന് അവിടെ കൃഷിയൊക്കെ ചെയ്തിട്ട് അവിടെയായിട്ട് നല്ലതുപോലെ വിളവൊക്കെ എടുക്കും. ഇവിടെ നമ്മളുടെ ഈസുനാണെങ്കിൽ എല്ലാ ദിവസവും പഠിക്കാൻ പോകുന്നുണ്ട്. എന്നിട്ട് പഠിച്ചു കഴിഞ്ഞ് അതേ യൂണിഫോമിൽ തന്നെയാണ് അവൾ കൃഷി ചെയ്ത ആ ക്യാബേജൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്. എന്നാൽ ഇവൾ അവിടെ അത് വിൽക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തൊന്നുമില്ല. തൊട്ടടുത്തിരിക്കുന്ന നമ്മളുടെ കൊച്ചിറക്കനില്ലേ, അവൻ തന്നെയാണ് ഇവക്ക് വേണ്ടിയിട്ട് എല്ലായിടത്തും നല്ല ക്യാബേജ് ആണെന്നും പറഞ്ഞിട്ട് വിൽക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അവൻ തൊട്ടടുത്തിരിക്കുന്നത് തന്നെ മീൻ വിൽക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ അവൻ ആ പണി നന്നായിട്ട് ചെയ്യത്തില്ല. ഇവിടെ നമ്മളുടെ ഏസിനാണെങ്കിൽ എപ്പോഴും ഒരു ബുക്ക് അവളുടെ മുഖത്തിന് നല്ലതുപോലെ ക്ലോസ് ആയിട്ട് പിടിച്ചുകൊണ്ടായിരിക്കുന്നത്. അവൾക്ക് വേണ്ടുന്ന ചെയറായിരുന്നാലും അവൾക്ക് വേണ്ടുന്ന എന്ത് കാര്യമായിരുന്നാലും നമ്മളുടെ ആ കൊച്ചു ഇറക്കാൻ പ്രോപ്പറായിട്ട് എല്ലാം നല്ലതുപോലെ ചെയ്തു കൊടുക്കും. ഒന്നിനെ പറ്റി ഇവക്ക് കെയർ ചെയ്യേണ്ട ആവശ്യമേ വരത്തില്ല. ഇതൊക്കെ കാണുന്ന ആ വില്ലേജിലുള്ള ആൻറ്റിമാർ
ഏട്ടന്മാരെല്ലാവരും പറയും. എന്നാലും ഏസുൻ ആ ചെറുക്കൻ എന്ത് കൈവശം കൊടുത്തിട്ടാണോ എന്തോ അവനിങ്ങനെ ഇവളുടെ പുറകെ ആയിട്ട് നടക്കുന്നേ എന്നൊക്കെ പറയും. ഇവിടെ നമ്മളുടെ ഈ ഏസുനാണെങ്കിൽ മര്യാദയ്ക്ക് ഒരു കാര്യം പോലും ചെയ്തില്ല. എല്ലാ കാര്യത്തിനും നമ്മളുടെ ഈ കൊച്ചിറക്കം തന്നെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ അവിടെ ഇരിക്കുന്ന ആൾക്കാർ പറയും ഇവന്റെ മുത്തശ്ശി എങ്ങാണം വന്നാൽ തീർന്നു കാര്യമെന്ന്. ഇവിടെയായിട്ട് കാണിക്കും, അതായത് ഇവർ രണ്ടുപേരും ഇപ്പം നല്ലതുപോലെ വലുതായിട്ടുണ്ട്. നമ്മളുടെ നായകന്റെ പേര് യാങ് എന്നാണ് കേട്ടോ. അവിടെയായിട്ട് നമ്മളുടെ യാങ്ങിന്റെ മുത്തശ്ശിയാണെങ്കിൽ ഏസുനെ കാണുന്നേ അവളെ ഓട്ടിക്കാൻ വേണ്ടിയിട്ട് പുറകെ ഓടാനായിട്ട് തുടങ്ങും. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഏസുനെ അവിടെ വിളിച്ചു കൂയിക്കൊണ്ട് പറയും, ഞാൻ അവൻ്റെ അടുത്ത് വന്നിരുന്നിട്ടൊന്നുമില്ല, അവനാണ് എന്നെ എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നത്, ഞാൻ അവൻ്റെ അടുത്ത് എനിക്ക് ഇഷ്ടമല്ല എന്ന് തന്നെ പറഞ്ഞിട്ടുള്ളത് എന്ന്. ഇവിടെയായിട്ട് നമ്മുടെ യാങ് ആണെങ്കിൽ അവൻ്റെ മുത്തശ്ശീനെ നല്ലതുപോലെ തടയാൻ വേണ്ടിയിട്ടൊക്കെ നോക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ഈ യാങ്ങും അതേപോലെ ഏസുനും കൂടെ ഒരുമിച്ച് നടക്കുന്നതാ. ഇവിടെയായിട്ട് ഏസും പറയും, നിന്റെ മുത്തശ്ശിക്ക് എന്തോത്തിന്റെ സൂക്കേടാ, എന്തിനാ അവരെപ്പോഴും എന്നെ ഇങ്ങനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് വരുന്നത്? ഞാൻ നിന്റെ അടുത്തൊന്നും വന്നിട്ടല്ലല്ലോ, നീയല്ലേ എൻ്റെ പുറകെ എപ്പോഴും നടക്കുന്നേ, നീയല്ലേ എൻ്റെ അടുത്ത് എപ്പോഴും വന്നിരിക്കുന്നേ. എനിക്ക് എന്തായിരുന്നാലും ഈ ജിജു ഐലൻഡിൽ നിന്ന് ഒരാളിനെ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല, ഞാൻ സിയോളിൽ പോയിട്ട് ഏതെങ്കിലും പണക്കാരനായിരിക്കും കെട്ടാൻ പോകുന്നത് എന്നൊക്കെ പറയും. ഇതൊക്കെ കേൾക്കുന്നേ നമ്മളുടെ യാങ് ആണെങ്കിൽ വലിയ എക്സ്പ്രഷൻ ഒന്നും കൊടുക്കത്തില്ല. അവനുടനെ എന്നെ പറയും, എന്നിട്ട് നീ തന്നെയാണല്ലോ എൻ്റെ പോക്കറ്റിൽ കൈ വെച്ചേക്കുന്നത് എന്ന്. അപ്പോൾ നമുക്കത് കാണിച്ചു തരും. ഇവിടെയായിട്ട് നമ്മളുടെ യാങ് ആണെങ്കിൽ ഭയങ്കര ഓക്വേർഡായിട്ട് അവൻ്റെ ഷർട്ടിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. ഇതെല്ലാം ദൂരെ നിന്നിട്ട് അവൻ്റെ മുത്തശ്ശിയും അമ്മയൊക്കെ കാണുന്നുണ്ട്. മുത്തശ്ശി എവിടെ പറയും, ഇനി എൻ്റെ മോനെ പോലെ നിന്റെ മോനും ഈ ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് അങ്ങാണാം വീട്ടിൽ കയറി വരുമോ എന്ന്. ഉടനെ തന്നെ നമ്മളുടെ യാങ്ങിൻ്റെ അമ്മ പറയും, എന്തായിരുന്നാലും അവൻ ചെറുതായിട്ട് അവളെ ഹെൽപ്പ് ചെയ്യുന്നതല്ലേ ഉള്ളൂ, അല്ലാണ്ട് അവൻ ആ പിച്ചക്കാരിനെ പിടിച്ചുകൊണ്ട് നമ്മളുടെ വീട്ടിലോട്ടൊന്നും കൊണ്ടുവരത്തില്ല എന്ന്. ഇതൊന്നും അത്ര സീരിയസ് ആയിട്ട് എടുക്കണ്ട എന്ന് പറയും. അതേസമയം തന്നെ നമ്മളുടെ യാങ്ങിനെയും ഏസുനെയും കാണിക്കും. അവർ രണ്ടുപേരും ഇപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലത്തൂടെ ഇങ്ങനെ നടന്നു വരുമായിരുന്നു. അവിടെയായിട്ട് നമ്മളുടെ ഏസും പറയാൻ തുടങ്ങും, എനിക്ക് നിന്റെ മുത്തശ്ശിനെ പേടിയൊന്നുമില്ല, നീ എന്താ എൻ്റെ മുഖത്തായിട്ട് നോക്കാത്തെ, നിനക്കെന്താ നിന്റെ മുത്തശ്ശിനെ പേടിയാണോ? മുത്തശ്ശി പറഞ്ഞാണ് എൻ്റെ അടുത്ത് മിണ്ടരുത്, എൻ്റെ മുഖത്ത് നോക്കരുത് എന്ന്. പെട്ടെന്ന് തന്നെ നമ്മളുടെ യാങ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവൻ്റെ കൈയും ആ ജാക്കറ്റിനകത്ത് ഇട്ടിട്ട് നമ്മളുടെ ഏസുൻ്റെ കൈക്കകത്ത് കയറി അങ്ങ് പിടിക്കും. ഇത് ഫസ്റ്റ് ടൈം ആയിരുന്നു അവർ രണ്ടുപേരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തൊടുന്നത്. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഏസും ഭയങ്കര ഷോക്കായിട്ട് നിൽക്കും. വേഗം തന്നെ നമ്മളുടെ യാങ് ആണെങ്കിൽ അവളുടെ മുഖത്തായിട്ട് വന്ന് പെട്ടെന്നൊരു ഉമ്മ എങ്ങോ കൊടുക്കും. യഥാർത്ഥത്തിൽ ലിപ് കിസ്സാണ് ഉദ്ദേശിക്കുന്നത്, എന്നാൽ പകരമായിട്ട് അവൻ മൂക്കില്ല ഉമ്മ കൊടുക്കുന്നത്. പെട്ടെന്ന് തന്നെ യാങ് പറയും, എനിക്ക് എൻ്റെ മുത്തശ്ശിനെ പേടിയൊന്നുമില്ല, എൻ്റെ പേടിയെന്ന് വെച്ചാൽ നിന്നെ എൻ്റെ മുത്തശ്ശി വല്ലതും ചെയ്യുമോ എന്ന് ഓർത്തിട്ടാണ്, അല്ലാണ്ട് വേറെ ഒന്നും ഇല്ല എന്ന് പറയും. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഏസുൻ നല്ലതുപോലെ ഷോക്കായിട്ടുണ്ടായിരുന്നു. ഉടനെ തന്നെ ഏസുൻ പറയും, ഞാൻ നല്ലതുപോലെ റെഡിയായി നിൽക്കുമ്പോഴല്ലേ നീ എനിക്ക് കിസ് തരേണ്ടത്, ഞാൻ ഇപ്പോൾ റെഡിയാണ്, നിനക്ക് വേണമെങ്കിൽ ഇനി ഉമ്മ വയ്ക്കാം എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ യാങ് ആണെങ്കിൽ വേഗം തന്നെ അവൾക്ക് കിസ് കൊടുക്കും. രണ്ടുപേരും നല്ല നെർവസ് ആയിരുന്നു. രണ്ടുപേരും കൈയൊക്കെ നല്ലതുപോലെ മുറുക്കി പിടിച്ചിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഉമ്മ വയ്ക്കുന്നത് തന്നെ. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ഫ്യൂച്ചറിലുള്ളൊരു സീനാണ്. അവിടെയായിട്ട് ഒരു ലേഡീനെ കാണിക്കും. അതേപോലെ തന്നെ അവരുടെ അടുത്തായിട്ട് രണ്ട് കുട്ടികളും ഉണ്ട്. അതിനകത്താണെങ്കിൽ നമ്മളുടെ ഈ ലേഡി ഇങ്ങനെ ടി-വിക്കകത്ത് ഇതേ സീനൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഉടനെ തന്നെ നമ്മളുടെ ഈ ലേഡിയുടെ മോള് ചോദിക്കും, എന്ത് പറ്റിയ അമ്മ, ഇത് കണ്ടപ്പോൾ എന്തെങ്കിലും ഓർത്തോ, ഇവിടെ വെച്ചിട്ടങ്ങാണാണോ അമ്മയുടെ ഫസ്റ്റ് കിസ് നടന്നത്? പെട്ടെന്ന് തന്നെ ഈ ലേഡിക്കാണെങ്കിൽ അത് കേൾക്കുന്നേ നല്ലതുപോലെ അങ്ങ് ചമ്മല് വരും. യഥാർത്ഥത്തിൽ ഇതെന്ന് വെച്ചാൽ ഫ്യൂച്ചറിലുള്ള നമ്മളുടെ ഏസിനാണ് കേട്ടോ. ഉടനെ തന്നെ അടുത്തിരിക്കുന്നൊരു ചെറുക്കൻ പറയും, നീ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണോ നമ്മളുടെ സ്വന്തം അമ്മയെടുത്ത് ചോദിക്കുന്നത്? അവിടെയായിട്ട് വേറൊരു പെൺകുട്ടിയും വരുന്നത് കാണിക്കും. ഇവരൊക്കെ ആരാണെന്ന് ഇനി മാത്രമേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. പിന്നീട് കാണിക്കുന്ന പാസ്റ്റിലുള്ള സീനാണ്. അവിടെ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കിസ് ചെയ്തതിന് ശേഷം മര്യാദയ്ക്ക് നടക്കാൻ കൂടി പറ്റുന്നുണ്ടായിരുന്നില്ല. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലിപ്പായി പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ഏസുനാണെങ്കിൽ അവളുടെ വീട്ടിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് വരുന്നതാ. അവളിങ്ങനെ പാട്ടൊക്കെ പാടി വരുന്നതും പെട്ടെന്ന് തന്നെ അവളുടെ അനിയൻ കാണുന്നതും ഭയങ്കര ഷോക്കായിട്ട് നോക്കി നിൽക്കും. വേഗം തന്നെ നമ്മളുടെ ഏസുനാണെങ്കിൽ അകത്തോട്ട് വന്നിട്ട് അവളുടെ അനിയത്തിനെ കാണാൻ വേണ്ടിയിട്ട് അവിടുത്തെ ആ ഒരു അലമാര പോലത്തെ സംഭവം തുറന്നു നോക്കുന്നേ. അതിനകത്ത് അവളുടെ ആ ഒരു സ്റ്റെപ്പ് ഡാഡും അതേപോലെ തന്നെ അയാളുടെ പുതിയ കാമുകിയായിട്ടിരിക്കുമായിരുന്നു. ഇത് കാണുന്നേ നമ്മളുടെ ഏസുൻ ഭയങ്കര ഷോക്കാവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അവിടെ ആ വീട്ടിലായിട്ട് നമ്മുടെ ഏസും കിടന്നുറങ്ങാൻ നേരത്ത് ആ സ്റ്റെപ്പ് ഡാഡിൻ്റെ ആ ഗേൾ ഫ്രണ്ട് ഇല്ലേ, അവരിപ്പോൾ അവിടെ താമസിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവർ പറയും, എന്തിനാ ഈ പെങ്കൊച്ചിനെ ഇവിടെ നിർത്തിയേക്കുന്നത് എന്ന്. യഥാർത്ഥത്തിൽ നമ്മളുടെ ഏസുനാണെങ്കിൽ അവളുടെ കയ്യിലുണ്ടായിരുന്ന പൈസയെല്ലാം ഈ സ്റ്റെപ്പ് ഡാഡിൻ്റെ കയ്യിലാണ് കൊടുത്തിരുന്നത്. അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിനക്ക് കോളേജിൽ പോകാൻ സമയമാകുമ്പോൾ ഞാൻ ആ ക്യാഷ് എല്ലാം തിരിച്ചു തരാമെന്ന്. അങ്ങനെ നമ്മളുടെ ഏസുനാണെങ്കിൽ വന്നിട്ട് ഇയാളുടെ അടുത്ത് ക്യാഷ് ചോദിക്കും. എന്നാൽ ഇയാളാണെങ്കിൽ ക്യാഷ് ഒന്നും തിരിച്ചു കൊടുക്കത്തില്ല. അയാളുടെ കയ്യിൽ ഇപ്പോൾ പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഏസുന് ഭയങ്കര സങ്കടമാവും. അവളാണെങ്കിൽ വേഗം തന്നെ ആ ലേഡിയുടെ അടുത്ത് നല്ലതുപോലെ വീക്ഷിക്കാൻ തുടങ്ങും. അവൾ പറയും, എനിക്ക് എന്തൊക്കെയായിരുന്നാലും എൻ്റെ പൈസ കിട്ടിയേ പറ്റത്തുള്ളൂ എന്ന്. എന്നാൽ ആരിതൊക്കെ മൈൻഡ് ചെയ്യാനാ? അങ്ങനെ നമ്മളുടെ ഏസ് നേരെ വന്ന് അവളുടെ ആ മുത്തശ്ശിയുടെ വീടില്ലേ അവിടെ വന്നിട്ട് കാര്യം പറയും.
എന്നാൽ അവിടെയും ആരും തന്നെ ഇവളെ ഹെൽപ്പ് ചെയ്യാൻ റെഡി ആയിരുന്നില്ല. അവിടെയുള്ള ആ അങ്കിള് പറയുന്നത് തന്നെ എൻ്റെ മോനെ പഠിപ്പിക്കാനേ ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല, അപ്പോൾ പിന്നെ നിന്നെ എങ്ങനെയാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത് എന്ന്. കൂട്ടത്തിൽ തന്നെ അയാളാണെങ്കിൽ നമ്മളുടെ ഈസിൻ്റെ അടുത്ത് പറയും, നിനക്കാണെങ്കിൽ ഒരു ഫാക്ടറിയിൽ ഞാൻ ജോലി ഒപ്പിച്ച് തരാം, അവിടെ പോയി നീ പണിയെടുത്തിട്ട് പകുതി പൈസ നീ ഞങ്ങളുടെ വീട്ടിലോട്ട് അയക്കണം, ബാക്കി പകുതിക്ക് നീ പഠിക്കുക, എന്തോന്ന് വെച്ചാൽ ചെയ്തോ. ഉടനെ തന്നെ നമ്മളുടെ ഈസും പറയും, എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആർക്കും വേണ്ടിയിട്ട് വേലക്കാരിയായിട്ട് വർക്ക് ചെയ്യരുത് എന്ന്. യഥാർത്ഥത്തിൽ ഈ ജീജു ഐലാൻഡിൽ ആരായിട്ട് ജനിച്ചാലും ഒരു പെൺകുട്ടിയായിട്ട് ജനിക്കാനേ പാടില്ല. ഇവിടെ നമ്മളുടെ ഈസും നല്ലതുപോലെ തകർന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾ കരഞ്ഞുകൊണ്ട് നമ്മളുടെ യാങ്ങിനെ കാണാൻ വേണ്ടിയിട്ട് വരും. എന്നിട്ട് അവൾ പറയും, എനിക്കിപ്പോൾ ആരുമില്ല, എനിക്കിപ്പോൾ പോവാൻ കൂടി ഒരു സ്ഥലവും ഇല്ല, ഞാൻ ഇനിയിപ്പോൾ എന്ത് ചെയ്യും, എനിക്ക് ആകെപ്പാടെ നീ മാത്രമേ ഉള്ളൂ എന്ന് പറയും. യഥാർത്ഥത്തിൽ ഇവർ രണ്ടുപേരും മൈനറാണ്, രണ്ടുപേരും പഠിച്ചുകൊണ്ടിരിക്കുമല്ലേ. ഇവനും കൊച്ചുകുട്ടിയാ, ഇവനാണെങ്കിൽ എന്ത് വേണമെന്നറിയാണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും. പെട്ടെന്ന് തന്നെ നമ്മളുടെ യാങ് പറയാൻ തുടങ്ങും, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യാൻ റെഡിയാണ്, നിന്നെ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യാൻ റെഡിയാണ്, നിനക്ക് ഞാൻ എന്തും ചെയ്തു തരാം എന്ന്. ഉടനെ തന്നെ നമ്മളുടെ ഏസും പറയാൻ തുടങ്ങും, നിനക്ക് എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടെങ്കിലും പറഞ്ഞൂടെ, നീ എനിക്ക് ആകാശത്തിലെ നക്ഷത്രത്തിനെ പറിച്ചു തരൂ എന്ന്. ഉടനെ തന്നെ നമ്മളുടെ യാങ് പറയും, എനിക്ക് എന്തൊക്കെയായിരുന്നാലും കള്ളം പറഞ്ഞ് നിന്നെ തകർക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാത്തേ എന്ന്. എന്നും പറഞ്ഞിട്ട് അവനവളെ കെട്ടിപ്പിടിക്കും. ഇവിടെയായിട്ട് നമ്മളുടെ ഏസുനും യാങ്ങും കൂടി ചേർന്ന് പ്ലാൻ ചെയ്യും, നമുക്ക് രണ്ടുപേർക്കും ഇവിടെ നിന്ന് ഒളിച്ചോടി പോവാമെന്ന്. അതും ഇവർ പ്ലാൻ ചെയ്യുന്നത് ബൂസാനിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മളുടെ യാങ്ങും അതേപോലെ തന്നെ ഏസുനും കൂടി ഒളിച്ചോടി പോകാൻ വേണ്ടിയിട്ട് തീരുമാനിക്കും. നമ്മളുടെ ഏസുനായിരുന്നാലും അവളുടെ ആ സ്റ്റെപ്പ് ഡാഡിൻ്റെ ആ വൈഫില്ലേ, അവരുടെ ഡ്രസ്സും അവരുടെ കുറേ മോതിരവും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മളുടെ യാങ് ആയിരുന്നാലും അവൻ്റെ മുത്തശ്ശിയുടെ കുറേ റിങ്ങും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് രണ്ടുപേരുടെ ഒളിച്ചോടി പോകാൻ വേണ്ടിയിട്ട് തീരുമാനിക്കും. ഇവിടെയായിട്ട് നമ്മളുടെ ഏസിന് അവൻ്റെ അടുത്ത് ചോദിക്കും, നിനക്ക് പേടിയുണ്ടെങ്കിൽ നീ വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം, നീ ഇവിടെ തന്നെ ഇരുന്നോ, നീ നിൻ്റെ മുത്തശ്ശീനെ നന്നായിട്ട് പേടിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കും. എന്നാൽ നമ്മളുടെ യാങ് പറയും, എനിക്ക് അങ്ങനെയൊന്നുമില്ല, ഞാൻ നിൻ്റെ കൂടെ ലൈഫ് സ്പെൻഡ് ചെയ്യാൻ ഓക്കെയാണ് എന്നും പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ആദ്യത്തെ ആ ഒരു ഷിപ്പ് തന്നെ പിടിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഓടിപ്പോവും. അങ്ങനെ രണ്ടുപേരും ഷിപ്പൊക്കെ കയറും. എന്നാൽ അവിടെ നിൽക്കുന്ന ഒരു ക്യാപ്റ്റന് ഇവരെ കാണുന്നതേ മനസ്സിലാവും രണ്ടുപേരും മൈനറാ എന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഏസിനാണെങ്കിൽ അവിടെ പറയാൻ തുടങ്ങും, ഞങ്ങൾ മൈനറൊന്നും അല്ല, ഞങ്ങൾ രണ്ടുപേരും കപ്പിൾസാണ്, ഞങ്ങൾ മാരീഡാണ്, വാ ഹണി എന്ന് പറഞ്ഞിട്ട് ഇവനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് അവളങ്ങ് പോവും. അവളവിടെ സംസാരിക്കുന്ന രീതി കണ്ടിട്ട് എല്ലാവരും നല്ലതുപോലെ ഷോക്കായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് രണ്ടുപേരും കൂടി ബൂസാനിൽ എത്തിച്ചേരുന്നതാണ്. അവിടെ എത്തുന്നത് രണ്ടെണ്ണോട് ചേർന്നിട്ട് കുറേ ഗോൾഡൊക്കെ കയ്യിലില്ലേ, അതൊക്കെ കൊണ്ട് ചെന്ന് വിൽക്കാൻ വേണ്ടി ഒരു ഷോപ്പിലായിട്ട് കയറും. എന്നാൽ അവിടുത്തെ ലേഡിക്ക് ഇവരെ കാണുന്ന ഡൗട്ട് അടിക്കും. അവർ ചോദിക്കും, നിങ്ങൾ മൈനറല്ലേ, നിങ്ങളുടെ ID കാർഡ് കാണിച്ചാൽ മാത്രമേ ഞാൻ നിങ്ങളുടെ ഈ ഒരു സംഭവം അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ എന്ന്. ഇവിടെ അവർ പറയും, ഞങ്ങളുടെ കയ്യിൽ ID ഇല്ല, ഞങ്ങളത് മറന്നുപോയി എന്ന്. എന്നാൽ ആ ലേഡി അതൊന്നും വിശ്വസിക്കാൻ റെഡി ആയിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് രണ്ടെണ്ണോട് ചേർന്നിട്ട് ഒരു ഹോട്ടലിലായിട്ട് വരും. അവിടെ വന്നിട്ട് ഇവരവരുടെ കയ്യിലിരുന്ന് ഒരു റിങ് കൊടുത്തിട്ട് പറയും, ഞങ്ങൾക്ക് ഇന്നത്തേക്ക് സ്റ്റേ ചെയ്യാൻ ഒരു റൂം തരുമോ, ഞങ്ങളുടെ കയ്യിൽ ക്യാഷ് ഒന്നുമില്ല, എല്ലാം ഒരാൾ അടിച്ചുകൊണ്ട് പോയി, അതുകൊണ്ട് ഞങ്ങൾക്ക് സ്റ്റേ ചെയ്യാൻ സ്ഥലം വേണം എന്ന്. അവിടെ നിൽക്കുന്ന ആൾ അതിന് സമ്മതിക്കത്തില്ല. പെട്ടെന്ന് തന്നെ ഒരു ലേഡി വന്നിട്ട് പറയും, പോട്ട് അവരെന്തായിരുന്നാലും ന്യൂലി വെഡ്സ് അല്ലേ, അവരുടെ കയ്യിൽ നിന്ന് ക്യാഷ് കളഞ്ഞു പോയെന്നല്ലേ പറയുന്നത്, നമ്മളല്ലേ അവരെ ഹെൽപ്പ് ചെയ്യേണ്ടത്, നിങ്ങൾ ഇന്നത്തെ ദിവസം സ്റ്റേ ചെയ്തോ, നിങ്ങൾ പിന്നെ ക്യാഷ് കിട്ടുമ്പോൾ തന്നാൽ മതി എന്നും പറഞ്ഞ് ഇവരെ റൂമിലോട്ട് പറഞ്ഞു വിടും. ഇത് കാണുന്നേ രണ്ടെണ്ണവും ഭയങ്കര ഷോക്കായിരുന്നു. ഇവിടെയായിട്ട് നമ്മളുടെ ഏസിനാണെങ്കിൽ പറയും, എന്നാലും ബൂസാൻ ഇത്രയും നല്ലൊരു സ്ഥലമാണെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന്. ഇവിടെയായിട്ട് നമ്മളുടെ യാങ് ആണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അവൻ അവിടെ എല്ലാം അടുക്കി പറക്കി എല്ലാം വിരിച്ചു കൊടുക്കുകയും നമ്മളുടെ ഏസിനെ നല്ലതുപോലെ കെയർ ചെയ്യും. എന്നിട്ട് അവനാണെങ്കിൽ അവൻ്റെ ബെഡ് അവളുടെ അടുത്തുനിന്ന് ഒരുപാട് ദൂരെയായിട്ട് മാറ്റിയിടും. പെട്ടെന്ന് തന്നെ ഏസും ചോദിക്കും, നീ ഇവിടെ എന്തോ ഈ കാണിക്കുന്നത്, നമ്മൾ രണ്ടുപേരും മാരീഡ് ആണെന്നല്ലേ പറഞ്ഞു, പിന്നെ എന്തിനാ നീ ഇങ്ങനെ ദൂരെ മാറി കിടക്കുന്നേ, നമ്മൾ മാരീഡ് അല്ലേ, അപ്പം അടുത്തടുത്തല്ലേ കിടക്കേണ്ടേ. ഇത് കേൾക്കുന്നേ നമ്മളുടെ യാങ് ഒന്ന് ഷോക്കായിട്ടുണ്ടായിരുന്നു. അവൻ പതുക്കെ അവൻ്റെ ബെഡാണെങ്കിൽ അവളുടെ അടുത്തോട്ട് നീക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങും. അവിടെയായിട്ട് പെട്ടെന്ന് തന്നെ ആ ഹോട്ടലിൻ്റെ ലേഡി വന്നിട്ട് പറയും, നിങ്ങൾ എന്തായിരുന്നാലും ന്യൂലി വെഡ്സ് അല്ലേ, നിങ്ങളൊന്നും കഴിച്ച് കാണത്തില്ലല്ലോ, എന്തായിരുന്നാലും നല്ലതുപോലെ ഫുഡ് കഴിക്കുമെന്നും പറഞ്ഞിട്ട് കുറച്ച് ഡ്രിങ്ക്സ് ഒക്കെ ആയിട്ട് ഇവരുടെ റൂമിലായിട്ട് കൊണ്ടുവന്ന് വെക്കും. കൂടുതൽ തന്നെ ഇവരുടെ അടുത്താണെങ്കിൽ കുറച്ച് സെക്സി ആയിട്ട് സംസാരിക്കുകയും ചെയ്യും. രണ്ടുപേരും ഒന്നും ചെയ്യുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് കേൾക്കുന്നേ നമ്മുടെ യാങ്ങും അതേപോലെ ഏസിനും ഭയങ്കര ഓക്വേർഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അവരവിടെ മിണ്ടാതിരിക്കാനൊക്കെ പറയും. ഇത് കേൾക്കുന്നേ അവർ വിചാരിക്കും ഇവരെന്താ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നത് എന്ന്. അങ്ങനെ ഇവർ ഡ്രിങ്ക്സ് ഒക്കെ വെച്ചിട്ട് അവിടെ നിന്ന് പോവും. അടുത്ത ദിവസം രാവിലെ നമ്മളുടെ ഏസിനായിരുന്നാലും നല്ലതുപോലെ കുടിച്ച് ബോധം കെട്ടി കിടന്ന് ഉറങ്ങുമായിരുന്നു. അവിടെയായിട്ട് നമ്മുടെ യാങ് റൂം തുറന്ന് കയറുന്നതും പെട്ടെന്ന് തന്നെ നമ്മുടെ ഏസും ചോദിക്കും, ഇതെന്താ കാറ്റില്ലാത്തേ എന്ന്. യാങ് നോക്കുമ്പോൾ അവിടുത്തെ ഫാൻ ഇങ്ങനെ കേടായി ഇളവി കിടക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഏസും കിടക്കുന്ന ആ മെത്തേഡ് അടിയിൽ നിന്ന് ഒരു പിന്ന് കിട്ടും. അവൾ ചോദിക്കും, ഈ പിന്ന് ഇത് എവിടെ നിന്നാ വന്നേ എന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ യാങ് നോക്കുമ്പോൾ എന്തുവാ അവരുടെ ഒരു സാധനം അവിടെ എങ്ങും ഉണ്ടായിരുന്നില്ല. അവർ രണ്ടുപേരും ഭയങ്കരമായിട്ട് ഷോക്കായി പോകും.
പോവും. ഇവർ രണ്ടുപേരും ഇവിടുന്ന് പുറത്തിറങ്ങി എവിടെയെങ്കിലും പോയി സെറ്റിൽ ആവണമെന്നല്ലായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് തന്നെ. പെട്ടെന്ന് തന്നെ താഴെ വന്നിട്ട് അവരിത് കംപ്ലൈൻ്റ് ആക്കും. എന്നാൽ അവിടെ നിൽക്കുന്ന ആ ഓണറും ലേഡിയൊക്കെ പറയും, ഞങ്ങൾ നിങ്ങളുടെ ഒന്നും കയ്യിൽ ഒരു ബാഗും കണ്ടില്ലായിരുന്നല്ലോ. അവരവരുടെ മോളുടെ അടുത്ത് ചോദിക്കും, നീ കണ്ടായിരുന്നോ എന്ന്. ആ കൊച്ചും കണ്ടില്ല എന്ന് പറയും. ഇവിടെയായിട്ട് നമ്മളുടെ ഏസും പറയാൻ തുടങ്ങും, നിങ്ങളല്ലേ ഇന്നലെ ഞങ്ങൾക്ക് ഡ്രിങ്ക്സ് ഒക്കെ കൊണ്ടു തന്ന് ബോധം കെടുത്തിയത്, നിങ്ങൾ തന്നെയായിരിക്കും മിക്കവാറും ഞങ്ങളുടെ സാധനമൊക്കെ എടുത്തത്. എന്നാൽ ആ ലേഡി പറയും, ഞങ്ങൾക്ക് നിങ്ങളുടെ സാധനത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾ ഒളിച്ചോടി വന്നവരല്ലേ, നിങ്ങൾ ജീജു ഐലൻഡിൽ നിന്നല്ലേ വന്നത്. ഉടനെ തന്നെ നമ്മളുടെ ഏസും ചോദിക്കും, അത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? ഞങ്ങളുടെ ബോർഡിംഗ് പാസ് കണ്ടതുകൊണ്ടല്ലേ നിങ്ങൾക്കിപ്പോൾ അത് മനസ്സിലായത്, ഞങ്ങൾ നിങ്ങളെ വെറുതെ വിടത്തില്ല. ഉടനെ തന്നെ അവർ പറയും, നിങ്ങളെ ഞങ്ങൾ ഉടനെ തന്നെ പോലീസിന് പിടിച്ചു കൊടുക്കും, എന്തോ വേണം ഞങ്ങൾ. ഇത് കേൾക്കുന്ന രണ്ടുപേരും നല്ലതുപോലെ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ രണ്ടെണ്ണം ആ ഹോട്ടലിൽ നിന്ന് പുറത്തായിട്ട് വന്നിരിക്കും. ഇവർക്കിപ്പോൾ എന്ത് ചെയ്യണമെന്ന് തന്നെ അറിയത്തില്ല. രണ്ടെണ്ണം സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികളല്ലേ. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളുടെ ഏസിന് ഒരു ഐഡിയ വരും. അവള് പറയും, നമുക്ക് അവരെ അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റത്തില്ല എന്ന്. വൈകുന്നേരം വരെ അവരവിടെ വെയിറ്റ് ചെയ്തിരിക്കും. അപ്പോൾ ആ ഒരു ഹോട്ടലിലായിട്ട് വേറൊരു ലേഡി വന്ന് കയറും. അവരെയും ഈ ഓണേഴ്സ് ആണെങ്കിൽ ഇവരെ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്തത് അതേപോലെ തന്നെ ട്രീറ്റ് ചെയ്യും. ഇവർക്കും ഡ്രിങ്ക്സ് ഒക്കെ കൊണ്ടുവന്ന് കൊടുക്കും. പാതിരാത്രി എല്ലാവരും ഉറങ്ങുന്നത് നമ്മളുടെ ഏസിനും യാങ് കൂടി ചേർന്ന് ആ ലേഡീനെ കാണാൻ ചെല്ലും. എന്നിട്ട് പറയും, എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾ ഈ റൂമിൻ്റെ ലൈറ്റ് അണയ്ക്കാനേ പാടില്ല, അണച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സാധനങ്ങളെല്ലാം ഇവർ കട്ടെടുത്തുകൊണ്ട് പോകൂ എന്ന് പറയും. ഇത് കേൾക്കുന്നേം ആ ലേഡിക്കും തോന്നും ഇവർ പറയുന്നതിൽ എന്തോ ഒരു ജെനുവിൻ ഉണ്ട് എന്ന്. അതുകൊണ്ട് തന്നെ അവരവരുടെ റൂമിൻ്റെ ലൈറ്റൊന്നും അണയ്ക്കത്തില്ല. ഇത് കാണുന്നതും ആ ഹോട്ടലിൻ്റെ ഓണറും അയാളുടെ വൈഫും കൂടി പെട്ടെന്ന് തന്നെ കയറി കിടന്നങ്ങ് ഉറങ്ങും. എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ദിവസം അവർ പ്ലാൻ ചെയ്തതുപോലെ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് അവർക്ക് നന്നായിട്ടറിയാം. ഈ ഒരു തക്കം നോക്കിയിട്ട് നമ്മളുടെ യാങ്ങും അതേപോലെ ഏസിനും കൂടി അവരുടെ സാധനങ്ങളെല്ലാം തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യും. കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഏസിനാണെങ്കിൽ യാങ്ങിൻ്റെ അടുത്ത് പറയും, നമുക്ക് അവരുടെ ആ ഒരു പണപ്പെട്ടിയും കട്ടെടുക്കണം എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ യാങ് നല്ലതുപോലെ ഷോക്കായിട്ടുണ്ടായിരുന്നു. അവൻ്റെ കൈയും കാലും എല്ലാം വിറയ്ക്കുമായിരുന്നു. അവൻ അവിടെ ഇരുന്ന ഫുഡൊക്കെ എടുത്ത് തിന്നും. ഇത് കാണാൻ ഭയങ്കര കോമഡിയാണ് കേട്ടോ. നമ്മുടെ ഏസിനാണെങ്കിൽ പറയും, നീ ഇങ്ങനെ പേടിക്കാൻ പാടില്ല, നീയാണ് എൻ്റെ ഫാമിലിയുടെ ഏറ്റവും മെയിൻ ആള്, അപ്പോൾ നീ വേണം നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കാനെന്ന്. അങ്ങനെ രണ്ടെണ്ണോട് ചേർന്നിട്ട് ഈ ഉറങ്ങുന്ന ആൾക്കാരുടെ ഇടയിലായിട്ട് കയറി അവിടുത്തെ സാധനങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങും. എല്ലാം എടുത്തിട്ട് പുറത്തോട്ട് ഇറങ്ങാനായിട്ട് ഒരുങ്ങുന്നേം ആ കൊച്ചുകുട്ടിയുടെ തലയിലായിട്ട് നമ്മളുടെ ഏസിൻ്റെ ഒരു ക്ലിപ്പ് ഉണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ നമ്മളുടെ യാങ് അവൾക്ക് ഗിഫ്റ്റ് കൊടുത്ത സാധനമാണ്. ഇത് കാണുന്നേ ഏസിന് അത് വെറുതെ വിടത്തില്ല. അവൾ വേഗം തന്നെ ആ ക്ലിപ്പ് ഇളക്കാൻ വേണ്ടിയിട്ട് നോക്കും. അത് കാരണം ആ കൊച്ചു ബഹളം വെച്ച് അവിടെ എല്ലാം കുളമാവും. അങ്ങനെ എല്ലാവരോട് ചേർന്ന് ഇവരെ പിടിക്കാൻ വേണ്ടിയിട്ട് ഓടിക്കും. കറക്റ്റായിട്ട് നമ്മുടെ ഏസിനാണെങ്കിൽ ആ ലേഡിയുടെ കയ്യിലായിട്ട് പെട്ടുപോവുകയും ചെയ്യും. അവരാണെങ്കിൽ ഇവളുടെ കഴുത്തിന് ഞെരുക്കിയിട്ട് പറയും, മര്യാദയ്ക്ക് ഞങ്ങളുടെ ആ ഒരു മണി ബോക്സ് തന്നോണോ എന്ന്. ഇത് കേൾക്കുന്നത് നമ്മളുടെ ഏസിനാണെങ്കിൽ യാങ്ങിൻ്റെ അടുത്ത് പറയും, നീ അതും കൊണ്ട് രക്ഷപ്പെടുക എന്ന്. എന്നാൽ നമ്മളുടെ യാങ്ങിനാണെങ്കിൽ അങ്ങനെ പോവാനൊന്നും പറ്റത്തില്ല. അവൻ വേഗം തന്നെ അവൻ്റെ കയ്യിലിരുന്ന ആ പണപ്പാട്ടയില്ലേ അതങ്ങ് താഴെ ഇട്ടിട്ട് ഇവർക്ക് നേരെയായിട്ട് ഓടി വന്ന അയാളുടെ തലക്കിട്ട് വലിയൊരു ചവിട്ട് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വരും. എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ നമ്മളുടെ ഹേസുനെയും അതേപോലെ തന്നെ യാങ്ങിനെയും കാണിച്ചുകൊണ്ടാണ്. രണ്ടുപേരും ഇപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുമായിരുന്നു. അവിടെയാണെങ്കിൽ ഈ പോലീസുകാർ ഇവർക്കെതിരെ കേസ് എടുക്കാനായിട്ട് ഒരുങ്ങും. എന്താണെന്ന് വെച്ചാൽ രണ്ടുപേരും മൈനർ അല്ലേ, ഇപ്പോൾ അവരുടെ ജീജു ഐലൻഡിൽ നിന്ന് ഇവിടോട്ട് ഓടി വന്നിരിക്കുമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയുള്ളൊരു പോലീസ് ഓഫീസർ ആണെങ്കിൽ നമ്മളുടെ യാങ്ങിൻ്റെ തലയിലായിട്ട് ഒരു ബുക്ക് എടുത്തിട്ട് അടിക്കാൻ തുടങ്ങും. അതേപോലെ തന്നെ നമ്മളുടെ ഏസുവിൻ്റെ തലയിലായിട്ട് അടിക്കാൻ വരുന്നത് നമ്മുടെ യാങ് അവളെ നല്ലതുപോലെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഇത് കാണുന്നതും അയാൾ പറയും, ആഹാ അപ്പം നിനക്ക് ഇവളെ പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ അറിയാമല്ലേ എന്നും പറഞ്ഞിട്ട് അയാളാണെങ്കിൽ വീണ്ടും നമ്മളുടെ യാങ്ങിനെ എടുത്തിട്ട് അടിക്കാൻ തുടങ്ങും. ഇത് കാണുന്നത് നമ്മളുടെ ഏസുവിനും അങ്ങനെ മിണ്ടാതിരിക്കത്തൊന്നുമില്ല. അവൾ വേഗം തന്നെ ചാടി എഴുന്നേറ്റ് ഇവർക്കെതിരെ എല്ലാം സംസാരിക്കാൻ തുടങ്ങും. അവൾ പറയും, ഞങ്ങൾ മൈനർ ആണെങ്കിൽ എന്തുവാ, ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നന്നായിട്ടറിയാം, നിങ്ങൾക്ക് ഞങ്ങളെ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഏസു നല്ല ബോൾഡായിട്ട് സംസാരിക്കും. അതേസമയം തന്നെ അവിടെ ഇരിക്കുന്ന ഒരു പോലീസ് ഓഫീസർ പറയും, നിങ്ങൾ ഇനി എത്ര വലിയ കുട്ടികളായിട്ട് അഭിനയിക്കാൻ നോക്കിയാലും നിങ്ങൾ ഒരിക്കലും ആവത്തില്ല. ദാ ഈ ചെറുക്കൻ്റെ അമ്മേനെ ഞാൻ വിളിച്ചിട്ടുണ്ട്, അവരിവിടെ എത്തിയിട്ടുണ്ട് നിങ്ങളെ അന്വേഷിച്ച്. ഇത് കേൾക്കുന്നത് നമ്മളുടെ യാങ് നല്ല ഷോക്കായിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ എന്തുവാ അവിടെയായിട്ട് അവൻ്റെ അമ്മ നടന്നു വരും. അമ്മേനെ കാണുന്നതും ഇവൻ ഭയങ്കര ഇമോഷണലായിട്ട് അമ്മ എന്ന് വിളിക്കും. അമ്മ എന്നാ വന്ന ഉടനെ ഇവരത് ചോദിക്കുന്നത്, നീയൊക്കെ ഞങ്ങളുടെ മോതിരമെല്ലാം അടിച്ചു മാറ്റിക്കൊണ്ടല്ലേ വന്നേക്കുന്നത്, എവിടെയാ ആ മോതിരങ്ങളൊക്കെ? ഇത് കേൾക്കുന്നേ രണ്ടുപേരും ഭയങ്കരമായിട്ട് ഷോക്കായിരുന്നു. ഉടനെ തന്നെ നമ്മളുടെ യാങ്ങിൻ്റെ അമ്മയാണെങ്കിൽ ഏസിൻ്റെ അടുത്ത് ചോദിക്കും, ആ മോതിരമൊക്കെ എന്ത് ചെയ്യുന്നു? അവളാണെങ്കിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയും. യഥാർത്ഥത്തിൽ നമ്മളുടെ യാങ്ങിൻ്റെ അമ്മയെന്ന് വെച്ചാൽ നല്ല ബോൾഡാണ്. അവർക്ക് നല്ലതുപോലെ അറിയാം എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യണോ എന്ന്. അവർ വേഗം തന്നെ വരുന്നത് ആ ഹോട്ടലിൻ്റെ മുമ്പിലായിട്ടാണ്. അവരവിടെ വന്നിട്ട് അവിടെ വരുന്ന കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് എല്ലാവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവരുടെ ബിസിനസ്സിനെ നല്ലതുപോലെ കുളമാകും. അതേപോലെ തന്നെ അവിടെയായിട്ട് പോലീസിന് തെളിവൊക്കെ കിട്ടും. അതായത് ഇവരാണെങ്കിൽ മോഷ്ടിച്ച സംഭവങ്ങളൊക്കെ വിൽക്കാൻ ശ്രമിച്ചു എന്നും പറഞ്ഞിട്ട് പോലീസ്
ഏസുവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങും. ഇവിടെയായിട്ട് നമ്മളുടെ യാങ്ങിൻ്റെ അമ്മയാണെങ്കിൽ ഭയങ്കര ഗെറ്റപ്പിലാണ്. അവരുടെ ആ ഒരു പെട്ടിയും എല്ലാ കാര്യങ്ങളൊക്കെ ആയിട്ട് തിരിച്ചിങ്ങനെ നടന്നു വരുന്നത്. അവിടെ നമ്മളുടെ യാങ്ങും ഏസിനും കൂടി ചേർന്നിട്ട് പാവം പിള്ളേരെ പോലെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിക്കുമായിരുന്നു. നമ്മളുടെ യാങ്ങിൻ്റെ അമ്മ വന്നിട്ട് പറയും, വാ നിങ്ങളെ രണ്ടുപേരെ ഞാൻ നാട്ടിലോട്ട് കൊണ്ടുപോകാമെന്ന്. ഇവിടെയാണെങ്കിൽ ഇപ്പോൾ നല്ലതുപോലെ നാണക്കേടായിട്ടുണ്ടല്ലോ. സ്കൂളിലും എല്ലാവരും കാര്യങ്ങളൊക്കെ അറിഞ്ഞു. നമ്മളുടെ യാങ്ങിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ നമ്മുടെ യേസുനെ ആണെങ്കിൽ ആ സ്കൂളിൽ നിന്ന് തന്നെ അങ്ങ് പിരിച്ചുവിടും. അവൾക്കാണെങ്കിൽ ഒരുപാട് ഡ്രീമൊക്കെ ഉണ്ടായിരുന്നേയല്ലേ, അവൾക്ക് വലിയൊരു എഴുത്തുകാരിയാവണം, മ്യൂസിക് എഴുതണം, അങ്ങനെ എങ്ങനെയാന്നൊക്കെ. എന്നാൽ അവളുടെ ഡ്രീം എല്ലാം ഇപ്പം നശിച്ചു പോയിരിക്കുക. അവളങ്ങനെ ബുക്കെല്ലാം കൊണ്ടുവന്നെടുത്തിട്ട് തീയിട്ട് കത്തിക്കാൻ ഒരുങ്ങും. എന്നിട്ട് അവൾ വിചാരിക്കും നമ്മളുടെ യാങ്ങിനെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാമെന്ന്. എന്നാൽ നമ്മളുടെ യാങ്ങിൻ്റെ അമ്മയാണെങ്കിൽ ഇവളുടെ അടുത്ത് ഓരോന്നൊക്കെ പറഞ്ഞ് ഇവളുടെ മൈൻഡേ അങ്ങ് ചേഞ്ച് ആക്കും. അതായത് അവനൊരു ഫ്യൂച്ചറുണ്ട്, അവൻ നിന്റെ പുറകെ നടന്നു കഴിഞ്ഞാൽ ഒന്നും ആവാൻ പറ്റത്തില്ല എന്ന്. അങ്ങനെ നമ്മളുടെ ഏസുനാണെങ്കിൽ വേറെ ഏതെങ്കിലും ഒരാളെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കും. അവളുടെ മുത്തശ്ശിയായിരുന്നാലും അവൾക്ക് വേണ്ടിയിട്ടൊരു ബ്ലൈൻഡ് ഡേറ്റ് അറിയുകയും ചെയ്യും. അയാളാണെങ്കിൽ സെക്കൻഡ് മാരീഡ് ആയിരുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ അയാളൊരു സൈക്കോയാണ്. അയാൾ എപ്പോഴാണ് ദേഷ്യപ്പെടുന്നത്, എപ്പോഴാണ് കാര്യമായിട്ട് ബിഹേവ് ചെയ്യുന്നത് ഒന്നും മനസ്സിലാവത്തില്ല. രണ്ടുപേരോട് ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കും. ഇവിടെ നമ്മളുടെ ഏസും വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്തുമായിരുന്നാലും വേണ്ടിയില്ല, എനിക്ക് പഠിക്കാൻ പറ്റുമല്ലോ, എനിക്ക് എഴുതാൻ പറ്റുമല്ലോ, അത് തന്നെ ധാരാളമാണെന്നാണ് അവൾ വിചാരിച്ചു വെച്ചേക്കുന്നത്. ഇത് നമ്മളുടെ യാങ് അറിയും. അവനാണെങ്കിൽ നമ്മളുടെ ഏസുവിൻ്റെ വീട്ടിൽ വന്നിട്ട് ഭയങ്കര ബഹളം വയ്ക്കും. അങ്ങേർക്ക് ഇപ്പം തന്നെ 30 വയസ്സുണ്ട്, ആ കിളവനെയാണോ ഏസിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നതെന്നും ചോദിച്ചിട്ട് അവിടെ ഇരിക്കുന്ന നമ്മളുടെ ഏസുവിൻ്റെ അങ്കിള് ചോദിക്കും, അല്ല നിനക്ക് അവളെ കല്യാണം കഴിക്കാൻ പറ്റുമോ, നിന്റെ കയ്യിൽ അതിന് എന്തുവാ ഉള്ളത്, നിനക്ക് അവളെ പൊന്നു പോലെ നോക്കാൻ പറ്റുമോ, ഇതൊന്നും പറ്റത്തില്ലല്ലോ, അവൾ തന്നെ എടുത്ത തീരുമാനമാണ്, നീ അവളുടെ അടുത്ത് പോയി സംസാരിക്കുക എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ഏസുനും ഇവളുടെ ഈ കല്യാണം കഴിക്കാൻ പോകുന്ന ആളില്ലേ രണ്ടുപേരോട് ഒരുമിച്ച് നടന്നു വരുന്നതാ. ഇയാൾ ഓൾറെഡി അയാളുടെ ഭാര്യനെ ഭയങ്കര മോശമായിട്ടായിരുന്നു ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ടും അയാൾ നമ്മളുടെ ഏസുൻ്റെ അടുത്ത് ബൂസാനിൽ പോയതിനെ പറ്റി ചോദിക്കും. അയാൾ ചോദിക്കുന്നതന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ എന്തെങ്കിലും നടന്നായിരുന്നോ എന്നാ. ഉടനെ തന്നെ നമ്മളുടെ ഏസിനാണെങ്കിൽ തിരിച്ച് അവൻ്റെ അടുത്ത് ചോദിക്കും, അല്ല നിങ്ങൾ നിങ്ങളുടെ ഭാര്യനെ നല്ലതുപോലെ ആയിരുന്നു ട്രീറ്റ് ചെയ്യുന്നത്. ഇത് കേൾക്കുന്ന അയാൾക്കത് അങ്ങോട്ട് അത്ര ഇഷ്ടപ്പെടത്തില്ല. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മുടെ യാങ് വരും. അവൻ വന്നിട്ട് നമ്മളുടെ ഏസുവിൻ്റെ കൈ പിടിച്ചിട്ട് വിളിച്ചുകൊണ്ടുപോയി സംസാരിക്കാനായിട്ട് ഒരുങ്ങും. ഉടനെ തന്നെ ഏസുൻ പറയും, എനിക്ക് നിൻ്റെ അടുത്തൊന്നും സംസാരിക്കാനില്ല, എൻ്റെ കൈ വിടുക എന്ന്. പെട്ടെന്ന് തന്നെ ഇയാൾ വന്നിട്ട് ഇവരുടെ രണ്ടുപേരുടെ ഇടയിൽ സംസാരിക്കാൻ തുടങ്ങും. ഇയാൾ പറയും, എടാ കൊച്ചിറക്കാം, നീ മര്യാദയ്ക്ക് സ്കൂളിൽ പോയി പഠിക്കാൻ നോക്ക്, നിന്നെ കൊണ്ട് അതിന് മാത്രമേ പറ്റത്തുള്ളൂ, വലിയവർ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നീ എന്തിനാ തലയിടുന്നത് എന്നും പറഞ്ഞിട്ട് ഇവനെ ഇൻസൾട്ട് ചെയ്യാൻ നോക്കും. ഇവൻ പറയും, നിങ്ങൾ ആദ്യമേ നിങ്ങളുടെ കാര്യം നോക്ക്, എനിക്ക് എൻ്റെ കാര്യം നോക്കാൻ അറിയാമെന്നും പറഞ്ഞ് നമ്മളുടെ ഏസുനെയും വിളിച്ചുകൊണ്ട് യാങ് അവിടെ നിന്നങ്ങ് പോവും. അവൻ അവളെ കൊണ്ടുവരുന്നത് തന്നെ ഇവർ ഫസ്റ്റ് കിസ് ചെയ്ത ആ സ്ഥലമില്ലേ അവിടെ വന്നിട്ട് അവൻ പറയും, ഞാൻ നിന്നെ പൊന്നു പോലെ നോക്കിക്കോളാം, നീ എന്നെ കല്യാണം കഴിച്ചേ പറ്റത്തോളം എന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിലായിട്ട് ഒരു ഗോൾഡൻ റിങ് ഇട്ട് കൊടുക്കും. പെട്ടെന്ന് തന്നെ ഏസുൻ പറയും, നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നിനക്ക് എന്നെ നോക്കാനും പറ്റത്തില്ല, എന്നെ പഠിപ്പിക്കാനും പറ്റത്തില്ല, നിന്റെ കയ്യിൽ ഞാൻ എന്തുവാ ഉള്ളത്, നിന്റെ കയ്യിൽ എനിക്ക് തരാൻ വേണ്ടി മീൻ മാത്രം കാണും, എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല, അറ്റ്ലീസ്റ്റ് എനിക്ക് നല്ലൊരു ഫാമിലിയിൽ ചെന്നിട്ട് പഠിക്കാനെങ്കിലും പറ്റുമല്ലോ, അതാണ് ഞാൻ വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവളുടെ കയ്യിലുണ്ടായിരുന്ന റിങ് എടുത്ത് വലിച്ചെങ്ങെറിയും. എന്നിട്ട് അവൾ പറയും, എനിക്ക് നിന്റെ ഫാമിലിയിലോട്ട് വരാൻ പറ്റത്തില്ല, നിന്റെ ഫാമിലി എപ്പോഴും എന്നെ മോശമായിട്ട് ട്രീറ്റ് ചെയ്യത്തുള്ളൂ, ഞാനിനി അവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇനിയും ദുരിതങ്ങൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ, എൻ്റെ എല്ലാ പ്രശ്നങ്ങളും നിനക്കറിയാലോ, അതുകൊണ്ട് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഇനിയും നീ എൻ്റെ ഫ്യൂച്ചറിൽ വേണമെന്ന്. ഇതൊക്കെ കേൾക്കുന്നത് നമ്മളുടെ യാങ്ങിനങ്ങ് ഒരുമാതിരിയാവും. അവന് നല്ല വിഷമം ഉണ്ടായിരുന്നു. അവൻ ചോദിക്കും, അപ്പോൾ നീ പറഞ്ഞു വരുന്നത് നിന്റെ ലൈഫിൽ എല്ലാത്തിൻ്റെയും പ്രശ്നത്തിൽ നടുക്കായിട്ട് വരുന്നത് ഞാനാണെന്നാണോ, ഞാൻ പോയി കഴിഞ്ഞാൽ നീ ഹാപ്പി ആയിരിക്കും. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഏസിന് അവൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറയും, അതെ നീ എൻ്റെ ലൈഫിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എനിക്ക് പകുതി സമാധാനം കാണുമെന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ യാങ് ആയിരുന്നാലും വിചാരിക്കും, അവൾ പറയുന്നത് ശരിയാണ്, ഞാൻ അവളുടെ ലൈഫിൽ നിന്ന് പോകുന്നത് തന്നെയായിരിക്കും നല്ലത് എന്ന് അവ സ്വന്തമായിട്ട് വിചാരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ യാങ് അവിടെ നിന്ന് പോകുന്നതും ഏസുനാണെങ്കിൽ ആ പാടത്ത് ഫുള്ള് അവൾക്ക് കിട്ടിയ ആ ഒരു റിങ് ഇല്ലേ അവൾ വലിച്ചെറിഞ്ഞായിരുന്നല്ലോ അത് തെരഞ്ഞു നോക്കുന്നതാണ്. അതേസമയം തന്നെ നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. നമ്മളുടെ യാങ്ങിൻ്റെ അമ്മയാണെങ്കിൽ ഏസുവിൻ്റെ അടുത്ത് എന്താണ് പറഞ്ഞത് എന്ന്. അവരവളുടെ അടുത്ത് പറയുന്നത് തന്നെ അവന് ഭയങ്കര ഇഷ്ടമാണ് സ്പോർട്സൊക്കെ, അതുകൊണ്ടാണ് അവൻ എപ്പോഴും അത് ചെയ്യുന്നത്. എന്നാൽ അവനൊരിക്കലും ഒരിടത്തും ഒരു മത്സരത്തിനും പോകാത്തതിൻ്റെ റീസൺ നീ തന്നെയാണ്, നിന്നെ വിട്ട് പോകാൻ വയ്യാത്തത് കൊണ്ട് എന്നാ. അപ്പോൾ നമ്മളുടെ ഏസും വിചാരിക്കും, അപ്പോൾ അവനും അവൻ്റെ ഡ്രീമിനെ തടഞ്ഞു വെച്ചേക്കുവാണല്ലേ, അവൻ അങ്ങനെ ചെയ്യുന്നത് എനിക്ക് വേണ്ടിയിട്ടാണല്ലേ, ഞാനാണല്ലേ അപ്പോൾ അവൻ്റെ ലൈഫിൻ്റെ നടുക്കായിട്ട് വന്ന് നിൽക്കുന്നത് എന്നൊക്കെ അവൾ ചിന്തിക്കും. അതുകൊണ്ടാണ് അവളിപ്പോൾ നമ്മളുടെ യാങ്ങിൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ യാങ് ആണെങ്കിൽ ഒരു സ്പോർട്സിൻ്റെ ഭാഗമായിട്ട് ഒരു സ്ഥലം വരെ പോകാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നതാണ്. അങ്ങനെ അവനാണെങ്കിൽ ഷിപ്പിലൊക്കെ കയറും. ഇവിടെ അവൻ നല്ലതുപോലെ നമ്മളുടെ ഏസിനെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതേസമയം തന്നെ അവൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് ചോദിക്കും, എന്തായിരുന്നാലും നീ
ഇപ്പോഴെങ്കിലും ഇങ്ങനൊരു തീരുമാനം എടുത്തല്ലോ, ഇപ്പോഴെങ്കിലും നീ മത്സരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയല്ലോ, നീ മത്സരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിനക്ക് ഗോൾഡ് മെഡൽ കിട്ടും എന്ന് പറയും. ഉടനെ തന്നെ നമ്മുടെ യാങ് പറയും, നീ എന്താ വിചാരിച്ചേക്കുന്നേ, അവർ തരുന്ന ഗോൾഡ് മെഡലൊക്കെ യഥാർത്ഥ ഗോൾഡ് ആണെന്നാണോ? ഒരിക്കലും അല്ല. ഞാനാണെങ്കിൽ ഇത്രയും നാളും സ്പോർട്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് തന്നെ എൻ്റെ ഏസിന് വേണ്ടിയിട്ടായിരുന്നു. അവളുടെ കൂടെ എനിക്കും സിയോളിൽ പോകാൻ പറ്റുമല്ലോ എന്ന് ആലോചിച്ചിട്ട്. കാര്യം ഞാൻ വേറെ ഒന്നിലും മിടുക്കനല്ലല്ലോ, അതുകൊണ്ട് മാത്രമാണ് ഞാൻ സ്പോർട്സിലോട്ട് ഇറങ്ങിയത്, അല്ലാണ്ട് എനിക്കിത് ഇഷ്ടം ഉണ്ടായിട്ടൊന്നുമല്ല എന്നൊക്കെ അവൻ പറയും. ഇവിടെ അവൻ്റെ കൂട്ടുകാരൻ ചോദിക്കും, നീ എന്തോ ഏസിന് വേണ്ടിയിട്ട് ചാവാൻ നടക്കുവാണോ, എപ്പോഴും അവളുടെ പേരും പറഞ്ഞുകൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ യാങ് ആണെങ്കിൽ എങ്ങനെയെങ്കിലുമാണ് ആ ബോട്ടിനകത്ത് കയറി പറ്റിയത് തന്നെ. അവനാണെങ്കിൽ ഇപ്പം തന്നെ ഈസുനെ നല്ലതുപോലെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതേസമയം തന്നെ നമ്മുടെ ഈസുനെ കാണിക്കും, അവളാണെങ്കിൽ അവളുടെ വെഡ്ഡിങ് ഡ്രസ്സ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അയാളുടെ കൂടെ ഒരു ഷോപ്പിൽ വന്നേക്കുമായിരുന്നു. അവൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ഈസുനാണെങ്കിൽ അവൻ്റെ ക്യാരക്ടറെല്ലാം നന്നായിട്ട് മനസ്സിലായി വന്നുകൊണ്ടിരിക്കുക. അവൻ അത്രയ്ക്കും മോശമായിട്ടാണ് സംസാരിക്കുന്നത്. പെട്ടെന്ന് തന്നെ അവൾ വിചാരിക്കും, ഞാൻ ചെയ്യുന്നത് നല്ല കാര്യമാണോ, ഞാൻ ചെയ്യുന്നത് ഒട്ടും ശരിയല്ല, എനിക്കാണെങ്കിൽ ഇപ്പം തന്നെ അവനെ നല്ലതുപോലെ മിസ് ചെയ്യുന്നുണ്ട്. അവൻ്റെ ഷിപ്പ് പോകാനുള്ള സമയമായില്ലേ, ഇപ്പോൾ അത് പോയി കാണും. നല്ലതുപോലെ മഴയും പെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഈസുനാണെങ്കിൽ ബോധം വരും. അതായത് അവളാണെങ്കിൽ നമ്മളുടെ യാങ്ങിനെ നല്ലതുപോലെ സ്നേഹിക്കുന്നുണ്ട്, അവനെ മിസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന്. അവൾ വേഗം തന്നെ ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങി എങ്ങോടും. അവൾ വേഗം തന്നെ ആ ഷിപ്പിനെ ഫോക്കസ് ചെയ്ത് ഒരു പാലത്തിൽ കൂടെ ഒപ്പാന്നും പറഞ്ഞ് വിളിച്ചു കൂവിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് ഓടിക്കൊണ്ട് വരും. ഇവിടെയാണെങ്കിൽ നമ്മളുടെ യാങ്ങിൻ്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം നല്ല ഹാപ്പി ആയിരുന്നു. അവർ വിചാരിക്കും, ഇനി അവൻ എന്തായിരുന്നാലും നമ്മുടെ ഏസിനെ പറ്റി മറന്ന് സുഖമായിട്ട് ജീവിക്കുമെന്ന്. പെട്ടെന്ന് തന്നെ അവിടെയുള്ള ലേഡീസ് എല്ലാം ഇവൻ്റെ അമ്മേനെ വഴക്ക് പറയും, എന്നാലും ആ പാവം കൊച്ചുങ്ങളെ നിങ്ങൾ പിരിച്ചു കളഞ്ഞല്ലോ എന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ യേസുവിൻ്റെ സൗണ്ട് കേൾക്കുന്നതും എല്ലാവരും നല്ല ഷോക്കായിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എന്തുവാ, അവൾ അവിടെ ഉള്ളൊരു പാലത്തിൽ കൂടെ ഓടി ഇവൻ്റെ പേരും വിളിച്ചു കൂവിക്കൊണ്ട് ഓടുവാണ്. ഇവരെല്ലാവരും നല്ലതുപോലെ ഞെട്ടിപ്പോവും. അപ്പോൾ അവിടെ ഉള്ളൊരു മുത്തശ്ശി പറയും, അവൾ കരയട്ടെ, അവൾക്ക് അങ്ങനെയല്ലേ അവളുടെ വിഷമം തീർക്കാൻ പറ്റത്തുള്ളൂ എന്ന്. അതേസമയം തന്നെ നമ്മളുടെ യാങ്ങിനെ കാണിക്കും. അവനാണെങ്കിൽ ഷിപ്പിലിരിക്കുന്നത് പെട്ടെന്ന് തന്നെ യേസുവിൻ്റെ പേര് വിളിക്കുന്നത് കേൾക്കും. അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ അതൊരു കൊച്ചുകുട്ടിയായിരുന്നു. അതേസമയം തന്നെ അവൻ്റെ ബാഗും പൊട്ടി താഴെ വീഴും. അവനെ പിന്നെടുക്കാൻ വേണ്ടി കുനിയുന്നതും പെട്ടെന്ന് തന്നെ അവൻ നമ്മളുടെ ഏസും വിളിക്കുന്ന അവർ എക്കോ കേൾക്കും. അതായത് യാങ്ങിനെ വിളിക്കുന്നത്. അവനങ്ങനെ ദൂരെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു മിന്നായം പോലെ അവളെ കാണുമെങ്കിലും അവന് മനസ്സിലാവും അത് അവൻ്റെ ഈസുൻ തന്നെയാണ്. അവൾ അവനെ നല്ലതുപോലെ വിളിച്ച് കരയുക എന്ന്. പെട്ടെന്ന് തന്നെ അവനാണെങ്കിൽ ആ ഷിപ്പിൻ്റെ ആ ഒരു ക്യാപ്റ്റൻ ഇല്ലേ, അയാളുടെ അടുത്ത് എന്നിട്ട് ഷിപ്പ് തിരിക്കാൻ പറയും. എന്നാൽ അയാൾ പറയും, ഇവ മുന്നേ ഒരിക്കൽ ഇതിനകത്ത് കയറിയിട്ട് പ്രശ്നം ഉണ്ടാക്കിയതല്ലേ, ഷിപ്പൊന്നും തിരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് നമ്മളുടെ യാങ്ങിനെ അങ്ങ് പറഞ്ഞു വിടും. അവൻ്റെ കൂട്ടുകാരൻ വന്നിട്ട് ചോദിക്കും, നീ എന്തോ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, നിനക്കെന്താ അവളില്ലെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ലേ, നീ മരിച്ചു പോകുമെന്നാണോ നിന്റെ വിചാരം? അപ്പോൾ നമ്മളുടെ യാങ്ങിനൊരു കാര്യം മനസ്സിലാവും, അവന് നമ്മളുടെ ഈസനില്ലാണ്ട് ജീവിക്കാൻ പറ്റത്തില്ല എന്ന്. പെട്ടെന്ന് തന്നെ കരയിൽ കാണിക്കും. ഇവിടെ എല്ലാവരും നല്ല ടെൻഷനായിരുന്നു. അപ്പൊ നോക്കുമ്പോൾ എന്തുവാ, അവിടെ ഉള്ളൊരു കൊച്ചു കുട്ടിയാണെങ്കിൽ പറയും, അമ്മ നോക്കിയേതോ ചേട്ടനാണെങ്കിൽ ആ ബോട്ടിൽ നിന്ന് എടുത്ത് ചാടിയെന്ന്. എല്ലാവരും ഭയങ്കര ഷോക്കിംഗ് ആയിട്ട് നോക്കി നിൽക്കും. എല്ലാവരും അവിടെ ലൈഫ് ജാക്കറ്റും എല്ലാം വലിച്ചെറിയുന്നുണ്ട്. നോക്കുമ്പോൾ എന്തുവാ, നമ്മളുടെ യാങ് ആണെങ്കിൽ മിന്നൽ വേഗത്തിൽ അവിടെ നിന്ന് കരയിലോട്ട് നീന്തി വരുവാണ്. ഇത് കാണുന്നതും എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവും. നമ്മളുടെ ഏസിനും ഭയങ്കരമായിട്ട് ഷോക്കായിട്ടുണ്ടായിരുന്നു. എല്ലാവരും നമ്മുടെ യാങ്ങിനെ നല്ലതുപോലെ ചിറപ്പ് ചെയ്ത് ഇങ്ങോട്ട് വിളിക്കാൻ തുടങ്ങും. ഉടനെ തന്നെ അവൻ്റെ മുത്തശ്ശി പറയും, ഞാൻ നിന്റെ അടുത്ത് അന്നേ പറഞ്ഞതാ ഇവന് നീന്തൽ പഠിപ്പിച്ച് കൊടുക്കരുത് എന്ന്. ഇനിയിപ്പോൾ അനുഭവിച്ചോ, അല്ലാണ്ട് എന്ത് ചെയ്യാനാ? അവിടെ നിൽക്കുന്ന ലേഡീസ് എല്ലാം പറയാൻ തുടങ്ങും, നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ റോമിയോ ജൂലിയറ്റിന്റെ പ്രണയമെന്ന്, ഇത് അതിനെക്കാട്ടിയും കിടിലവാ, അവർ കലക്കിയില്ലേ എന്നും പറഞ്ഞിട്ട് എല്ലാവരും ഭയങ്കര സപ്പോർട്ട് ചെയ്യും. നമ്മളുടെ യാങ് ആയിരുന്നാലും ഭയങ്കര വേഗത്തിൽ അവിടെ നിന്ന് നീന്തി വന്നിട്ട് അവനൊരു ടയേർഡ് പോലും ഇല്ലാണ്ട് വേഗം തന്നെ ആ ഒരു പാലത്തിൽ കയറി നമ്മളുടെ ഏസിനെ അങ്ങ് കെട്ടിപ്പിടിക്കും. ഈ സീൻ കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. നമുക്കത് നല്ലതുപോലെ ഫീൽ ചെയ്യും. അതായത് അവരുടെ രണ്ടുപേരുടെ ഭയങ്കരമായിട്ടുള്ള ആ ഒരു പ്രണയം. ഇവിടെ നമ്മളുടെ ഏസുൻ പറയും, ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സിന് നല്ല റേറ്റാണ്, ഞാൻ പൈസ കൊടുത്തില്ല എന്ന്. ഉടനെ നമ്മളുടെ യാങ് പറയും, അതൊക്കെ ഞാൻ കൊടുത്തോളാം എന്നും പറഞ്ഞിട്ട് അവനവളെ കെട്ടിപ്പിടിക്കും. ഇവിടെയായിട്ട് കരയിൽ നിൽക്കുന്ന ആ ലേഡീസ് നമ്മളുടെ യാങ്ങിൻ്റെ അമ്മയെടുത്ത് പറയും, ഇനിയെങ്കിലും ആ കൊച്ചുങ്ങളെ പിരിച്ചു വെക്കരുത്, അവരെ ഒന്നിച്ച് ജീവിക്കാൻ സമ്മതിക്കണം എന്ന്. പെട്ടെന്ന് തന്നെ ആ കൊച്ചുകുട്ടീനെ കാണിക്കും. അവളാണെങ്കിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. അതേസമയം തന്നെ നമുക്ക് ഫ്യൂച്ചറിലുള്ളൊരു സീനാ കാണിക്കുന്നത്. ഈ കൊച്ചുകുട്ടി എങ്ങനെയാണോ ഫേസ് വെച്ചത് അതേപോലെ തന്നെ ഇവിടെ ഒരു പെൺകുട്ടി ഫേസ് വെച്ചിട്ടുണ്ട്. അതായത് ആ കൊച്ചുകുട്ടി വലുതായതാണ് ഇവള്.
ഈ പെങ്കൊച്ചാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് പറയാൻ തുടങ്ങും, നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ ലവ് സ്റ്റോറി ആ ജിജി ഐലൻഡ് മൊത്തം അറിയായിരുന്നു. ഇവരാണെങ്കിൽ പണ്ട് തന്നെ ബൂസാനിലോട്ട് ഒളിച്ചോടി പോയതാണ്. അങ്ങനെയാണ് നീ ഇവിടെ ഉണ്ടായത് എന്നൊക്കെ പറയും. ഇത് കേൾക്കുന്നേ നമ്മളുടെ വലിയ യേസുനില്ലേ, അവൾ പറയും, നീ ഒന്നും മിണ്ടാതിരിക്കോ, അതൊക്കെയാണോ പിള്ളേരടുത്ത് പറയുന്നത്. അപ്പോഴാണ് നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ഇവർ ബൂസാനിൽ പോയ സമയത്ത് നമ്മളുടെ യേസുനാണെങ്കിൽ യാങ്ങിൻ്റെ അടുത്ത് പറയും, നമുക്ക് ആദ്യമേ ഒരു പെങ്കൊച്ച് വേണം, അത് കഴിഞ്ഞിട്ട് ഒരു ആങ്കൊച്ച് വേണം എന്ന്. ഉടനെ തന്നെ നമ്മുടെ യാങ് പറയും, അങ്ങനെയാണെങ്കിൽ എന്തിനാ വെച്ച് താമസിപ്പിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അവിടെ വെച്ചിട്ട് തന്നെ എല്ലാം കഴിയും. അത് കാണാൻ ഭയങ്കര കോമഡിയാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്ന അടുത്ത സീനിൽ നമ്മളുടെ ഏസിന്റെ കയ്യിലായിട്ടൊരു വാവ ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. അവളാണെങ്കിൽ ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു കൊച്ചിനൊക്കെ ജന്മം കൊടുത്തിട്ടിരിക്കുവാണ്. ഇവിടെ നമ്മളുടെ ഏസിനാണെങ്കിൽ പറയും, എനിക്കിപ്പോൾ പഠിക്കണമെന്നോ അല്ലെങ്കിൽ എഴുത്തുകാരി ആവണമെന്നോ ഒന്നുമില്ല, എൻ്റെ ലോകം നിങ്ങൾ രണ്ടുപേരും തന്നെയാണ് എന്ന് അവൾ സന്തോഷത്തോടെ പറയും. അതേസമയം തന്നെ റേഡിയോയിലായിട്ട് ഒരു ചാമ്പ്യനെ പറ്റിയും പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഏസിന്റെ മൈൻഡിൽ കൂടി പോകുന്നതേ നമ്മളുടെ യാങ് ആണെങ്കിൽ ചാമ്പ്യൻ ആവേണ്ടതായിരുന്നില്ലേ, അവൾ അതിനെപ്പറ്റി അവൻ്റെ അടുത്ത് ചോദിക്കും. അപ്പോൾ അവനായിരുന്നാലും ആ കൊച്ചിൻ്റെ തലയിൽ തടവിയിട്ട് പറയും, എൻ്റെ ചാമ്പ്യൻ എന്താ ഇവിടെ ഇരിക്കുകയല്ലേ, നമുക്ക് ഇവളെ പഠിപ്പിച്ച് വലിയൊരാളാക്കണം എന്ന്. രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇവരുടെ ഒരു ഫാമിലി ഫോട്ടോയും കാണിക്കും. അതേസമയം തന്നെ ഇവർ കല്യാണം നടക്കുന്ന സമയത്തുള്ളൊരു സംഭവം കാണിക്കും. നമ്മളുടെ ഏസിനാണെങ്കിൽ ഒരു ഷോപ്പിൽ ചെന്നിട്ട് അവളുടെ വെഡ്ഡിങ് ഡ്രസ്സിൻ്റെ കൂടെ നല്ലൊരു ക്യാപ്പും പിടിച്ചുകൊണ്ടിരിക്കും, എനിക്കിത് വേണമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ അവളുടെ അമ്മായിയമ്മ പറയും, വേണ്ട, ഇത് എടുക്കണ്ട, അതത്ര രസമില്ല, സർക്കസുകാരിനെ പോലെ ഇരിക്കുമെന്ന്. എന്നാൽ നമ്മുടെ ഈസിന് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ഉടനെ തന്നെ നമ്മുടെ യാങ് പറയും, നിനക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നീ എടുത്തോ, എങ്കിലും നീ ഒരു കാര്യം ആലോചിക്കണം, ഫ്യൂച്ചറിൽ നീ ഒരിക്കലും നാണം കെടരുത് ഇങ്ങനൊരു സാധനം എടുത്തതിൻ്റെ പേരിൽ. ഇവിടെ നമ്മളുടെ ഈസിന് ഒരിക്കലും ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഇവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് കല്യാണ ഫോട്ടോയും കാണിക്കും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മളുടെ ഈസിൻ്റെ മോളാണെങ്കിൽ കുറച്ച് വലുതാവുന്നതാ. ഇവളാണെങ്കിൽ ഇപ്പോൾ ഒരു ഹൗസ് വൈഫിനെ പോലെ തന്നെ ജീവിക്കുന്നത്, കൊച്ചിനെയൊക്കെ നോക്കി വീട്ടുകാരെയൊക്കെ നോക്കി സുഖമായിട്ട്. എന്നാൽ അവിടെയുള്ള ആ മുത്തശ്ശിയില്ലേ, അവരാണെങ്കിൽ എപ്പോഴും നമ്മളുടെ ഈസുൻ്റെ ദേഹത്തായിട്ട് ഓരോരോ അരിമണിയൊക്കെ ഇങ്ങനെ വാരി എറിഞ്ഞുകൊണ്ടിരിക്കും. എന്തിനാന്ന് വെച്ചാൽ അവൾക്ക് ഒരു ആൺകൊച്ചു ജനിക്കണം എന്നും പറഞ്ഞിട്ട്. കാര്യം അവളുടെ അമ്മയുടെ പ്രേതം എപ്പോഴും അവളുടെ കൂടെ ഉണ്ടെന്നാ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ഈസിനായിരുന്നാലും വീട്ടുജോലിയെല്ലാം നന്നായിട്ട് ചെയ്യുമ്പോഴെല്ലാം അവൾക്ക് ഓർമ്മ വരുന്നത് അവളുടെ അമ്മേനെയാണ്. അവളുടെ അമ്മ കൂടെ ഉള്ളതുപോലെ തന്നെ അവൾക്ക് ഫീൽ ചെയ്യുന്നത്. അവൾ വിചാരിക്കും, എൻ്റെ അമ്മ എൻ്റെ അടുത്ത് എന്താണോ ചെയ്യരുതെന്ന് പറഞ്ഞത് ഞാനിപ്പോൾ അത് തന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നേ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസം നമ്മളുടെ ഏസിനാണെങ്കിൽ ഒരിടത്ത് പോയിട്ട് കുറേ ഡ്രസ്സും സാധനങ്ങളൊക്കെ സെക്കൻഡ് ഹാൻഡിന് വാങ്ങിക്കൊണ്ട് വരുന്നതാണ്. അവിടെ അവൾ അതെല്ലാം കൊടുക്കും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവളുടെ മോക്ക് വേണ്ടിയിട്ടൊരു സെക്കൻഡ് ഹാൻഡ് സൈക്കിളും ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അവിടെയുള്ള മുത്തശ്ശി പറയും, പെങ്കൊച്ചുങ്ങൾ സൈക്കിൾ ഓടിക്കാനൊന്നും പാടില്ല, അതൊന്നും അത്ര നല്ലതല്ല എന്ന്. ഇത് കേൾക്കുന്നത് നമ്മളുടെ ഏസിനങ്ങ് ഒരുമാതിരിയാവും. അവൾ അങ്ങനെ വന്ന് നമ്മളുടെ യാങ്ങിൻ്റെ അടുത്ത് പറയും, ഞാനൊരിക്കലും ആഗ്രഹിക്കുന്നില്ല എൻ്റെ മോള് സാധാരണ പെൺകുട്ടികളെ പോലെ വളരണോ എന്ന്. അവൾക്ക് എന്താണോ തോന്നുന്നത് അവൾ അവളുടെ ഇഷ്ടം പോലെ അതനുസരിച്ച് ചെയ്യണം. എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനല്ല ഞാൻ എൻ്റെ മോളെ വളർത്തുന്നത്. അവൾക്ക് ഫുഡ് തട്ടിത്തെറിപ്പിക്കാൻ തോന്നിയാൽ അവൾ അങ്ങനെയും ചെയ്യണം. പെട്ടെന്ന് തന്നെ നമ്മളുടെ യാങ് അവളുടെ അടുത്ത് പറയും, നിനക്കിപ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നീയും അങ്ങനെ ചെയ്തോ, എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ വൃത്തിയാക്കിക്കോളാം എന്ന്. എന്നാൽ ഇത് കേൾക്കുന്നേ നമ്മളുടെ യേസുനാണെങ്കിൽ യാങ്ങിൻ്റെ അടുത്ത് ഒരു പ്രത്യേക ഇഷ്ടം തോന്നും. അവൾ വേഗം തന്നെ ഒരു സൈൻ കൊടുക്കും. പെട്ടെന്ന് തന്നെ അവനാണെങ്കിൽ ആ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് രണ്ടുപേരും വീണ്ടും അവരുടെ ഹണിമൂണിലോട്ട് പോകും. അതിനുശേഷം കാണിക്കുന്നത് നമ്മളുടെ മുത്തശ്ശി എപ്പോഴും നമ്മളുടെ യേസുവിൻ്റെ ദേഹത്തായിട്ട് ആ അരിമണി വാരി എറിയുന്നതാ അവളുടെ ആങ്കൊച്ചിന് ജന്മം കൊടുക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ അവിടെ എല്ലാവരും ഫുഡ് കഴിക്കുമ്പോൾ ആണുങ്ങൾ പ്രത്യേകം ഒരു ടേബിളിലും പെണ്ണുങ്ങൾ പ്രത്യേകം ഒരു ടേബിളിലും ഇരിക്കുന്നത്. നമ്മളുടെ ഏസിനായിരുന്നാലും അവളുടെ മോൾക്ക് ഫുഡ് കൊടുക്കാൻ നേരത്ത് അതിനകത്ത് പട്ടാണി കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അവളുടെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് അവൾ പറയും, അയ്യോ എൻ്റെ കയ്യിൽ തീർന്നു പോയല്ലോ എന്ന്. പെട്ടെന്ന് തന്നെ നമ്മളുടെ യാങ് ആണെങ്കിൽ അങ്ങ് തിരിഞ്ഞിരുന്നിട്ട് അവൻ്റെ കയ്യിലിരുന്ന പട്ടാണി അവൻ്റെ മോക്ക് കൊടുക്കാനായിട്ടിരുങ്ങും. ഇത് കാണുന്നതും എല്ലാവരും ഇങ്ങനെ ഷോക്കിംഗ് ആയിട്ട് നോക്കി നിൽക്കും. അതായത് ആണുങ്ങൾ ഒരിക്കലും അവരുടെ ആ ഒരു സീറ്റിൽ നിന്ന് തിരിഞ്ഞ് പെണ്ണുങ്ങളുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പാടില്ല എന്നാണ്. എന്നാൽ നമ്മളുടെ യാങ് പറയാൻ തുടങ്ങും, എൻ്റെ മോക്ക് ഞാൻ ഇഷ്ടമുള്ള രീതിയിൽ ഫുഡ് കൊടുക്കും, അത് നിങ്ങളാരും ചോദിക്കാൻ വരണ്ട എന്ന്. അതേപോലെ തന്നെ നമ്മളുടെ യാങ് ആണെങ്കിൽ അവൻ്റെ മോക്ക് വേണ്ടിയിട്ട് ഒരു പുതിയ സൈക്കിളും വാങ്ങിക്കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കാണുന്നതും ആർക്കും ഒന്നും പറയാൻ തോന്നില്ല. അവരെല്ലാവരും ആ കൊച്ചിനെ സൈക്കിൾ ചവിട്ടാൻ അനുവദിക്കും. അതേപോലെ തന്നെ നമ്മുടെ യാങ് ആണെങ്കിൽ ഫിഷിങ്ങിന് പോകാൻ നേരത്ത് നമ്മുടെ ഏസുനായിരുന്നാലും അവനെ നോക്കി സന്തോഷത്തോടെ ടാറ്റ കൊടുത്ത് പറഞ്ഞു വിടും. എന്നാൽ ഇവൻ്റെ മൈൻഡിൽ എപ്പോഴും നല്ല വിഷമമുണ്ട്. അവളൊരു പുസ്തകപ്പുഴു ആയിരുന്നില്ലേ,
എന്നിട്ട് അവളിപ്പോ അടുക്കളയിൽ കിടന്ന് പണിയെടുക്കുമല്ലേ ഇതും ആലോചിച്ചിട്ട്. ഇവിടെ നമ്മളുടെ ഏസിനായിരുന്നാലും വിചാരിക്കുന്നത് എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് അവന് കൊടുക്കാൻ വേണ്ടി എൻ്റെ കയ്യിൽ നല്ലൊരു ചിരി മാത്രമല്ലേ ഉള്ളൂ, എന്ത് കഷ്ടം വന്നാലും ഞാനത് സ്വന്തമായിട്ട് സഹിച്ചോളാം എന്നാണ്. എന്നാൽ നമ്മളുടെ ഏസുവിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് അവളുടെ മക്കൾ ഒരിക്കലും സങ്കടപ്പെടരുത് എന്നാ. അതേസമയം തന്നെ നമുക്ക് ഫ്യൂച്ചർ കാണിക്കും. ഇവിടെ നമ്മളുടെ ഏസുനാണെങ്കിൽ അവളുടെ മോളുടെ അടുത്ത് ഭയങ്കര കാര്യമായിട്ടൊക്കെ സംസാരിക്കുമെങ്കിലും അവൾ എപ്പോഴും ഇവളുടെ അടുത്ത് റൂഡായിട്ട് സംസാരിക്കുന്നത്. മെയിനായിട്ടുള്ള കാര്യം അവളുടെ വർക്ക് പ്രഷർ തന്നെയാണ്. ഇവിടെ നമ്മളുടെ ഏസുനാണെങ്കിൽ അവളുടെ അടുത്ത് ചോദിക്കും, നീ എന്തിനാ ഇത്രയും ചെരുപ്പ് വാങ്ങി വെച്ചേക്കുന്നേന്ന്. അപ്പോൾ നമ്മളുടെ ഏസുവിൻ്റെ മോള് പറയാം, അതെന്താ എനിക്ക് ചെരുപ്പ് വാങ്ങിച്ചൂടെ, ഇത്രയും കാലം ഞാനൊരു പാവപ്പെട്ടവളെ പോലെയല്ലേ ജീവിച്ചത്, അപ്പോൾ കുറച്ച് പൈസ കിട്ടുമ്പോൾ എനിക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാൻ തോന്നും എന്ന്. ഉടനെ തന്നെ നമ്മുടെ ഏസുൻ പറയും, അതെന്താ ഞങ്ങൾ നിന്നെ നല്ലതുപോലെ തന്നെയല്ലേ വളർത്തിയത്, ഞങ്ങളുടെ കയ്യിലുള്ളത് വെച്ചിട്ട് ഞങ്ങളെല്ലാം നിനക്ക് വാങ്ങിച്ച് തന്നില്ലേ എന്നൊക്കെ. അതേസമയം തന്നെ നമുക്ക് പാസ്റ്റിലുള്ള സീൻ കാണിക്കും. നമ്മുടെ യാങ്ങിൻ്റെ മുത്തശ്ശിയാണെങ്കിൽ ഏസുൻ്റെ മോളെയാണെങ്കിൽ പിടിച്ചിരുത്തി ഒരു റിച്വൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങും. അതായത് നമ്മളുടെ ഏസുൻ്റെ അമ്മയാണെങ്കിൽ ആ ഡൈവ് ചെയ്തിട്ട് ഷെല്ലൊക്കെ എടുക്കാൻ പോകത്തില്ലേ, അതേ കണക്കത്തെ ജോലി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇത് കാണുന്നത് നമ്മളുടെ ഏസുൻ ഭയങ്കരമായിട്ട് ഷോക്കാവും. അവൾ വേഗം തന്നെ കൊച്ചിനെയും പിടിച്ചിറക്കിയിട്ട് പറയും, എൻ്റെ കൊച്ചിനെ ഒരിക്കലും ഞാൻ ആ ജോലി ചെയ്യാൻ സമ്മതിക്കത്തില്ല, നിങ്ങൾക്ക് ഇത്രയ്ക്ക് ആഗ്രഹമാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മോളെ കൊണ്ട് പഠിപ്പിക്കുക, എൻ്റെ മോളെ ഞാൻ ഒരിക്കലും അത് പഠിപ്പിക്കത്തില്ല, ഞാനൊരിക്കലും അവളെ എന്നെ പോലെ ആവാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ഏസുനോടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കും. ഇത് കാണുന്നതോ അവളുടെ അമ്മായിയമ്മയും മുത്തശ്ശിയും എല്ലാവരും കൂടി ഇവക്ക് നേരെ അങ്ങ് തുടങ്ങും. കൂട്ടത്തിൽ തന്നെ അമ്മായിയമ്മ നമ്മളുടെ ഏസുവിൻ്റെ കവളത്തായിട്ടൊരു അടിയും കൊടുക്കും. എന്നിട്ട് പറയും, നിനക്ക് ഇത്രയ്ക്കും ധിക്കാരമാണോ, നീ അതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ പറയുന്നേ എന്നും ചോദിച്ചിട്ട്. എന്നാൽ നമ്മളുടെ ഏസുൻ ഭയങ്കര ഇമോഷണലായിട്ടാണ് സംസാരിക്കുന്നത്. ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മളുടെ യാങ് അവിടേക്ക് വരും. ഇവനെ കാണുന്നത് രണ്ടുപേരും അങ്ങ് സൈലന്റ് ആവും. പെട്ടെന്ന് തന്നെ യാങ് വന്നിട്ട് ഏസുവിൻ്റെ കൈ പിടിച്ചിട്ട് പറയും, ഇനി ഒരു നിമിഷം ഏസുൻ ഇവിടെ നിൽക്കത്തില്ല, അവളെയും കൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പോകുക എന്ന്. ആ കൊച്ചുകുട്ടി നല്ലതുപോലെ കരയുന്നുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് പ്രസന്റിലുള്ള ടൈമാണ്. ഇവിടെ നമ്മളുടെ വലുതായിട്ടുള്ള ഏസുനില്ലേ, അവളാണെങ്കിൽ ആ ഇരിക്കുന്ന ഷൂസ് എല്ലാം നോക്കിയിട്ട് ഒരു ഷൂ എടുത്ത് അങ്ങ് കാലിലിടും. എന്നിട്ട് ചോദിക്കും, എൻ്റെ കാലിൽ ഈ ഷൂ എങ്ങനെ ഉണ്ട് എന്ന്. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഏസിൻ്റെ മോള് പറയും, അമ്മയ്ക്ക് അച്ഛന് പകരമായിട്ട് വേറെ ആരെങ്കിലും കല്യാണം കഴിച്ചുകൂടായിരുന്നോ, എങ്കിൽ അമ്മയ്ക്ക് നല്ല റിച്ച് ആയിട്ട് ജീവിക്കാമായിരുന്നല്ലോ. ഉടനെ തന്നെ നമ്മളുടെ ഏസിൻ പറയും, ഞാൻ ഇനി ഒരിക്കൽ കൂടെ പാസ്റ്റിലോട്ട് പോയാലും ഞാൻ നിന്റെ അച്ഛനെ മാത്രമേ ചൂസ് ചെയ്യത്തുള്ളൂ എന്ന്. ഇവിടെ നമ്മളുടെ ഏസിൻ അത് പറയുന്നത് തന്നെ ഒരുപാട് ഉള്ളിൽ തട്ടിയിട്ടാണ്. ഇതൊന്നും കേൾക്കുന്നേ നമ്മളുടെ ഏസിൻ്റെ മോക്ക് അങ്ങോട്ട് മനസ്സിലാവത്തില്ല. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് വലുതായിട്ടുള്ള നമ്മുടെ യാങ് വരും. അവനെ കാണുന്നത് നമ്മളുടെ ഏസുൻ ചോദിക്കും, ഹണി എനിക്ക് ഈ ചെരുപ്പ് എങ്ങനെയുണ്ട്, ചേരുന്നുണ്ടോ എന്ന്. അപ്പോൾ അവൻ പറയും, പിന്നില്ലേ സൂപ്പറാണ് എന്ന്. ഇതൊക്കെ കണ്ടിട്ട് നമ്മളുടെ ഏസിൻ്റെ മോൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അതിനുശേഷം കാണിക്കുന്ന പാസിലുള്ള സീനാണ്. ഇവിടെ നമ്മളുടെ ഏസിനും യാങ്ങും ഒക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത്. അവർക്കാണെങ്കിൽ ഇപ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആണ്. പെട്ടെന്ന് തന്നെ അവരുടെ ഹൗസ് ഓണർ വന്നിട്ട് പറയും, നിങ്ങളുടെ റെന്റ് ഡോ എന്ന് പറയുന്ന ഒരാൾ പേ ചെയ്തു എന്ന്. ഇത് കേൾക്കുന്ന രണ്ടുപേരും നല്ലതുപോലെ ഷോക്കായിട്ടുണ്ടായിരുന്നു. അവർ അന്നത്തെ ദിവസം ഫുള്ളിരുന്ന് ആലോചിക്കുന്നതും എന്നാലും അതാരായിരിക്കും എന്നാണ്. അതേപോലെ തന്നെ ഇവരെ എല്ലാ ദിവസവും രാത്രി നേരത്തെ തന്നെ കയറി കിടന്ന് ഉറങ്ങും. ഇങ്ങനെ കുറേ ദിവസം പോവും. അങ്ങനെ അവസാനം നമ്മളുടെ ഏസുൻ വീണ്ടും പ്രഗ്നന്റ് ആവും. ഇവളെ ഇപ്പോൾ നോക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ യാങ്ങിൻ്റെ ഫാമിലി ഒന്നുമില്ല, അയൽക്കാർ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം നമ്മളുടെ യാങ് ആയിരുന്നാലും ഷിപ്പിൽ നിന്നൊക്കെ വരുന്നതോ അവൻ്റെ കൈക്ക് നല്ല പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. ഇത് കാണുന്ന നമ്മളുടെ ഏസിനും ഭയങ്കര അപ്സെറ്റ് ആവും. അവൾ നല്ലതുപോലെ ഇവനെ കെയർ ഒക്കെ ചെയ്യും. എന്നാലും ഇവക്ക് നല്ല വിഷമവും ഉണ്ട്. അവളാണെങ്കിൽ ഇവൻ്റെ അടുത്ത് ചെറിയ ദേഷ്യവും കാണിക്കും, അവൻ സ്വന്തമായിട്ട് കെയർ ചെയ്യാത്തതിൻ്റെ പേരിൽ. എങ്കിലും നമ്മളുടെ യാങ് എപ്പോഴും ഏസുനെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അതേപോലെ നമ്മളുടെ ഏസുനാണെങ്കിൽ ഒരു ദിവസം ഫുഡൊക്കെ ആക്കിയിട്ട് ഇവനെ വിളിക്കാൻ വേണ്ടിയിട്ട് വരുമ്പോൾ ഇവർ കുഞ്ഞു വാവ കിടന്നുറങ്ങുന്നത് പോലെ കിടന്നുറങ്ങുമായിരുന്നു. ഇത് കാണുന്നേ ഏസുനാണെങ്കിൽ അവനെ അങ്ങ് ഉറങ്ങാൻ വിടും. അടുത്ത ദിവസം രാവിലെ ആയിരുന്നാലും വന്ന് നോക്കുമ്പോൾ അവൻ എഴുന്നേറ്റിട്ടില്ല. അപ്പോഴവർക്ക് ചെറിയൊരു ഡൗട്ട് തോന്നും. അവൻ്റെ കഴുത്തിലായിട്ടും ബാൻഡേജ് ഒക്കെ ഉണ്ടായിരുന്നു. ജസ്റ്റ് കാലിലെ പാൻറ്റൊന്ന് മാറ്റി നോക്കുന്നേ അവൾക്ക് മനസ്സിലാവും അവൻ്റെ കാലിലെല്ലാം നല്ല മുറിവാ എന്ന്. അപ്പോൾ അവൾക്ക് നല്ല ഡൗട്ടാവും. അങ്ങനെ നമ്മളുടെ യാങ് ആയിരുന്നാലും അടുത്ത ദിവസം ജോലിക്ക് പോകുമ്പോൾ ഏസുന് അവനെ നോക്കിയിട്ട് നല്ലതുപോലെ ടാറ്റയൊക്കെ കൊടുത്ത് പറഞ്ഞു വിടും. എന്നിട്ട് അവൾ നേരെ വരുന്നത് അവൻ ഏത് ഓണറിൻ്റെ കീഴിലാണോ വർക്ക് ചെയ്യുന്നത് അയാളുടെ വീട്ടിലായിട്ടാണ്. അത് വേറെ ആരും ആയിരുന്നില്ല, നമ്മളുടെ ഏസുനാണെങ്കിൽ ആദ്യമേ ഒരാളെ കല്യാണം കഴിക്കായിരുന്നില്ലേ, അയാൾ തന്നെയായിരുന്നു. അയാളുടെ വൈഫിനെ കാണാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഏസുൻ വരും. അയാളുടെ വൈഫിൻ്റെ ചുണ്ടുമൊക്കെ മുറിഞ്ഞിരിക്കുവാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഏസുന് മനസ്സിലാവും, അതായത് ഇയാൾ ഭയങ്കര അബ്യൂസീവ് ആണ് എന്ന്. ഇവിടെ നമ്മളുടെ ഏസുനായിരുന്നാലും അതിനെപ്പറ്റി ആ വൈഫിൻ്റെ അടുത്ത് ചോദിക്കും. എന്നാൽ അവളാണെങ്കിൽ അവളുടെ ഹസ്ബൻഡിനെ പറ്റി നല്ലത് മാത്രമേ പറയത്തുള്ളൂ. അതേസമയം തന്നെ നമ്മുടെ യാങ്ങിനെ കാണിക്കും. അവനാണെങ്കിൽ ആ ഷിപ്പിൽ നിന്ന് എത്രയും പെട്ടെന്ന് ജോലി കഴിഞ്ഞ് വീട്ടിൽ വരാൻ ഒരുങ്ങുന്നതും ഇയാളാണെങ്കിൽ ഇവനെ നല്ലതുപോലെ ഇറിറ്റേറ്റ് ആക്കും. എന്നിട്ട് ചോദിക്കും, നീ എന്തിനാ എത്ര പെട്ടെന്ന് വീട്ടിൽ പോകുന്നത്, ഇവിടുത്തെ ഷിപ്പ് ഓടിക്കുക, നിനക്ക് ഇനിയിപ്പോൾ അതാ ജോലി തരാൻ പോകുന്നത്, അപ്പോൾ നീ വേഗം വീട്ടിൽ പോകത്തില്ലല്ലോ, നിനക്ക് എന്താ നിന്റെ ഭാര്യനെ അത്രയ്ക്ക് അങ്ങ് കണ്ടോളാൻ വയ്യേ. ഉടനെ തന്നെ നമ്മളുടെ
നമ്മളുടെ യാങ് അവിടെ പറയും, അതെ എനിക്ക് എൻ്റെ ഭാര്യനെ കണ്ടോളാൻ വയ്യ, അതുകൊണ്ടാണല്ലോ ഞാൻ നേരത്തെ വീട്ടിൽ പോകുന്നത്. നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ വീട്ടിൽ പോകുന്ന ഇഷ്ടമല്ലേ? നിങ്ങൾക്ക് അവിടെ ഭയങ്കര ലോൺലി ആണോ ഫീൽ ചെയ്യുന്നത്? ഇതൊക്കെ കേൾക്കുന്നേ അവന് നല്ല ദേഷ്യം വരും. അവനാണെങ്കിൽ നമ്മളുടെ യാങ്ങിനെ ഓരോന്ന് പറയാൻ തുടങ്ങും. എന്നാൽ അതേസമയം തന്നെ നമ്മളുടെ ഈസിനാണെങ്കിൽ അവിടെ ബഹളവും വെച്ചുകൊണ്ട് ഓടി വരുന്നത് കാണിക്കും. അതായത് എല്ലാ തവണയും അവൾ ഇതേപോലെ തന്നെ എപ്പോഴും ബഹളം വെച്ചുകൊണ്ട് ഓടി വരും. ഇത്തവണ അവളാണെങ്കിൽ നിറവയറുമായിട്ടായിരിക്കുന്നത്. എന്നിട്ടും അവൾക്ക് അതിലൊരു മാറ്റവും ഇല്ല. അവൾ വന്നിട്ട് ഇവനെ കണ്ട് കുറേ അങ്ങ് പറയും. എന്നിട്ട് ചോദിക്കും, നിനക്ക് ആരാ ധൈര്യം തന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടിയിട്ട്? ഇനി ഒരിക്കലും അവൻ നിനക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്തില്ല എന്നും പറഞ്ഞ് ഇവള് നമ്മുടെ യാങ്ങിനെ വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങും. ഉടനെ തന്നെ ആ ഷിപ്പിന്റെ ഓണർ പറയും, അവൻ ഈ ജോലി നിർത്തിക്കഴിഞ്ഞാൽ അവന് വേറെ ആര് ജോലി കൊടുക്കുമെന്നാ? ഇവിടെ ഉള്ള എല്ലാവരും എൻ്റെ ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അവൻ ഇനി തൊട്ട് ജോലി ഇല്ലാണ്ട് ഇവിടെ തെണ്ടി തിരിഞ്ഞ് നടക്കും. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഏസുനും യാങ്ങിന് നല്ല ദേഷ്യം വരും. യാങ് ആണെങ്കിൽ അവനെ അടിക്കാനായിട്ട് പോകാൻ ഒരുങ്ങുന്നേ പെട്ടെന്ന് തന്നെ നമ്മളുടെ ഏസുനാണെങ്കിൽ അവിടോട്ട് വന്നിട്ട് ഇവന്റെ മുട്ടിനിട്ടൊരു ചവിട്ടങ്ങ് വെച്ചു കൊടുക്കും. എന്നിട്ട് പറയും, എനിക്ക് നിങ്ങളുടെ ജോലി വേണ്ട എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് ദേഷിച്ചങ്ങ് നടക്കും. എന്നിട്ട് നമ്മളുടെ ഏസിന് അവിടെ കരയാൻ തുടങ്ങും. ഉടനെ തന്നെ യാങ് ചോദിക്കും, അല്ല നീയല്ലേ അവനെ അടിച്ചത്, എന്നിട്ട് നീ എന്തിനായിരുന്നു കരയുന്നേ എന്ന്. അതേപോലെ തന്നെ ഇവർ രണ്ടുപേരും കൈയും പിടിച്ചുകൊണ്ട് നടക്കുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്യൂച്ചറിലുള്ള സീൻ കാണിക്കും. അവിടെ ഇവർ ഇപ്പോഴും നല്ലതുപോലെ സ്നേഹത്തിൽ കൈയും പിടിച്ചാൽ നടക്കുന്നത്. നമ്മളുടെ യാങ്ങിനായിരുന്നാലും ചെറുതായിട്ട് കാലുവേദനയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളുടെ ഏസുൻ പറയും, നിന്റെ കാലുവേദന കണ്ടിട്ട് എനിക്ക് നല്ല പേടിയുണ്ട് എന്ന്. അപ്പോൾ നമ്മളുടെ യാങ് ചോദിക്കും, അല്ല ഞാനെങ്ങാണം മരിച്ചു പോയാൽ നീ എന്ത് ചെയ്യുമെന്ന്. ഉടനെ ഏസുൻ പറയും, ഞാനും തൊട്ടു പുറവേ തന്നെ നിന്റെ കൂടെ വരുമെന്ന്. ഇവരുടെ രണ്ടുപേരുടെ സ്നേഹത്തിന് ഇപ്പോഴും ഒരു കുറവും സംഭവിച്ചിട്ടില്ല. രണ്ടുപേരും പണ്ടത്തെ പോലെ തന്നെയാണ് ഇപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നായകനായിട്ടുള്ള യാങ് ആണെങ്കിൽ ഏസിനെയും വിളിച്ചുകൊണ്ട് അവർ രണ്ടുപേരും ഇപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന കാണിച്ചുകൊണ്ടാണ്. എത്രയൊക്കെ ഒറ്റയ്ക്ക് താമസിക്കുന്നതെന്ന് പറഞ്ഞാലും ഇവരിപ്പോൾ നല്ലതുപോലെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ ഏസിനായിരുന്നാലും ഇവനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മീൻ കച്ചവടമൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കാൻ നേരത്ത് നമ്മളുടെ യാങ് അവിടേക്ക് വരും. അവൻ്റെ കയ്യിൽ വീണ്ടും പരിക്കുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ ഏസുൻ പറയും, നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഒന്ന് ബ്രേക്ക് എടുത്തുകൂടെ, എന്തിനാ ഇത്രയ്ക്ക് അങ്ങ് സ്ട്രഗിൾ ചെയ്യുന്നതെന്ന്. ഇവിടെയായിട്ട് നമ്മുടെ ഏസുനായിരുന്നാലും എല്ലാ കാര്യങ്ങളും പക്കയായിട്ടാണ് ചെയ്യുന്നത്. നമ്മളുടെ യാങ് ആയിരുന്നാലും ഇവളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കും. ഇവിടെ നമ്മുടെ ഏസുന് മനസ്സിലാവും, അതായത് അവനിപ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്ന്. അപ്പോൾ അവൾ വന്നിട്ട് അവൻ്റെ അടുത്ത് പറയും, നിങ്ങൾ കുറച്ച് ബ്രേക്കൊക്കെ എടുക്കുക, നിങ്ങൾക്ക് വേണ്ട എന്തെങ്കിലുമൊക്കെ സന്തോഷിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ നമ്മുടെ യാങ് പറയും, ഞാനിവിടെ സന്തോഷിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും പട്ടിണിയാവും, എനിക്കത് കണ്ടിരിക്കാൻ പറ്റത്തില്ല എന്ന്. ഇവിടെയായിരുന്നാലും നമ്മുടെ യാങ്ങിന് എപ്പോഴും ഭയങ്കര ടയേർഡാണ്. അവൻ എപ്പോഴും കിടക്കുന്നതാണ് നമ്മളുടെ ഏസിനായിരുന്നാലും കാണുന്നത്. അവളായിരുന്നാലും പറയും, നമുക്ക് എന്തായിരുന്നാലും എങ്ങനെയായിരുന്നാലും മാനേജ് ചെയ്യാവെന്ന്. ഇവിടെ നമ്മളുടെ യാങ്ങിനായിരുന്നാലും ഇപ്പം ആരും ജോലി കൊടുക്കാൻ റെഡി ആയിരുന്നില്ല. കാര്യം അവിടുത്തെ ഒരു ബോട്ടിൻ്റെ തലവനെ നമ്മളുടെ യാങ്ങും ഏസിനും കൂടി ചേർന്നിട്ട് കുറേ പറഞ്ഞില്ലേ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മളുടെ യാങ് ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്നത്. ഇവിടെ നമ്മളുടെ ഏസിനായിരുന്നാലും അടുക്കളയിൽ ഫുഡ് വയ്ക്കാൻ വേണ്ടി നോക്കുമ്പോൾ അരിയുടെ ഒരു അംശം പോലും ഉണ്ടായിരുന്നില്ല. അവളങ്ങനെ നേരെ അപ്പുറത്തുള്ളൊരു മുത്തശ്ശി എടുത്ത് വന്നിട്ട് അരി ചോദിക്കും. അവരെപ്പോഴും നമ്മളുടെ ഏസിനെ സഹായിക്കുകയൊക്കെ ചെയ്യും. എന്നാലും അവർ നമ്മളുടെ ഏസിൻ്റെ അടുത്ത് ഭയങ്കര റൂഡായിട്ടാണ് സംസാരിക്കുന്നത്. അവസാനം നമ്മളുടെ ഏസിന് ഒരു നിവൃത്തിയില്ലാണ്ട് അവളവളുടെ അച്ഛമ്മനെ കാണാൻ വേണ്ടിയിട്ട് വരും. അവിടെ എത്തുന്നതും അങ്കിള് ചോദിക്കും, നീയല്ലേ അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയത്, പിന്നെ എന്തോത്തിന് ഇങ്ങോട്ടേക്ക് കയറി വന്നത് എന്ന്. ഇവിടെ നമ്മളുടെ ഏസിനാണെങ്കിൽ വാതർന്ന് ഒന്നും പറയാൻ പറ്റത്തില്ല. അവൾ അവിടെ ഇരുന്ന് കരയത്തത് മാത്രമേ ഉള്ളൂ. ഇവളുടെ മുത്തശ്ശിക്കായിരുന്നാലും ഭയങ്കര സങ്കടം തോന്നും. അത് കഴിഞ്ഞ് കാണിക്കുന്ന ഏസിനാണെങ്കിൽ നമ്മളുടെ യാങ്ങിൻ്റെ കൂടെ കിടന്ന് സംസാരിക്കുന്നതാണ്. അവളവിടെ ഭയങ്കര സങ്കടത്തിൽ പറയും, ഞാൻ ആഗ്രഹിക്കുന്ന തന്നെ പെട്ടെന്ന് നമ്മൾ വയസ്സായാൽ മതിയായിരുന്നു എന്ന്. അപ്പോൾ നമ്മുടെ യാങ് ചോദിക്കും, അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അപ്പോൾ ഏസിൻ പറയും, അവരൊക്കെ വലിയ വലിയ കാര്യങ്ങൾ എന്ത് കിടിലമായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്, അവർക്കാണെങ്കിൽ ഒരു കൂസലും ഇല്ല. അപ്പോൾ നമ്മളുടെ യാങ് പറയും, അതവരെ ഹാൻഡിൽ ചെയ്യുന്നതിൻ്റെ അല്ല, അവരാണെങ്കിൽ വലിയവരെ പോലെ അഭിനയിക്കുക ചെയ്യുന്നത്, അല്ലാണ്ട് വേറെ ഒന്നും അല്ല എന്ന്. അപ്പോൾ നമ്മുടെ ഏസിൻ പറയും, എനിക്കും അതേപോലെ ആവണം, ഞാനാണെങ്കിൽ ഒട്ടും ആഗ്രഹിക്കുന്നില്ല ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അവൾക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. നമ്മളുടെ യാങ് ആയിരുന്നാലും അവളെ കെട്ടിപ്പിടിച്ച് അവളുടെ ഷോൾഡറിലായിട്ട് ചെറുതായിട്ട് തട്ടി അവളെ ഉറക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങും. അങ്ങനെ ഇരിക്കുമ്പോൾ അടുത്ത ദിവസം നമ്മളുടെ ഏസുൻ്റെ അച്ചാമ്മ ഇവളെ കാണാൻ വേണ്ടിയിട്ട് വരും. ഈ അച്ചാമ്മയാണെങ്കിൽ നമ്മുടെ ഏസുൻ്റെ കയ്യിലായിട്ട് കുറേ ക്യാഷൊക്കെ കൊടുക്കും. ഇത് കാണുന്ന അവൾ ചോദിക്കും, അച്ചാമ്മ ഇതെല്ലാം എവിടെന്നെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് വന്നതാണോ എന്ന്. അപ്പോൾ ആ അച്ചാമ്മ പറയാൻ തുടങ്ങും, അങ്ങനെയൊന്നുമല്ല, ഇതെല്ലാം നിനക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നീ പോയി ഒരു ബോട്ട് വാങ്ങിക്കും, നിന്റെ അമ്മയ്ക്ക് ഞാൻ ലാസ്റ്റായിട്ട് കൊടുത്ത പ്രോമിസ് അതായിരുന്നു. അപ്പോൾ നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. നമ്മളുടെ ഏസിൻ്റെ അമ്മയാണെങ്കിൽ മരിക്കുന്നതിന് മുന്നേ ആയിട്ട് ഈ അച്ചാമ്മനെ കാണാൻ വരും. എന്നിട്ട് ഇവർ രണ്ടുപേരുടെ ഒരു സ്റ്റുഡിയോയിൽ പോയിട്ട് ഫോട്ടോ എടുക്കും. ഈ അച്ചാമ്മയായിരുന്നാലും ചോദിക്കും, നീ ഇപ്പോൾ ഏസിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യേണ്ടത്. എന്നാൽ അവർ പറയും, എൻ്റെ മോള് ഭയങ്കര സ്ട്രോങ് ആണ്, എന്നെങ്കിലും ഒരിക്കൽ അവൾ കരഞ്ഞുകൊണ്ട് നിങ്ങളുടെ മുമ്പിലായിട്ട് വന്നാൽ അവളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, അവളെ അങ്ങനെ കൈവിട്ട് കളയരുത് എന്നവരത് റിക്വസ്റ്റ് ചെയ്യും. ഇത് കേട്ടിട്ട് ഈ അച്ചാമ്മയ്ക്ക് ഭയങ്കര സങ്കടമായതുകൊണ്ട് അവരതിനെ
ഓക്കെ പറയും. ഇവിടെ നമ്മളുടെ ഏസിന്റെ അമ്മയായിരുന്നാലും നല്ലതുപോലെ ചിരിച്ചൊക്കെയാ ഫോട്ടോ എടുക്കുന്നത്. എന്നാൽ ആ ചിരിക്കകത്തും നമുക്കൊരു പെയിൻ കാണാൻ പറ്റും. ഇതൊക്കെ അറിയുന്ന നമ്മളുടെ ഏസിൻ ഭയങ്കര കരച്ചിലാണ്. അവളോട് ഒരുപാട് നന്ദി പറയും. അതേപോലെ തന്നെ നമ്മുടെ യാങ് ഇല്ലേ, അവനും വന്നിട്ട് അച്ചാമ്മ എടുത്ത് താങ്ക് യു പറയും. എന്നിട്ട് പറയും ഞങ്ങൾ നിങ്ങളെ ഒരിക്കലും നാണം കെടുത്തത്തില്ല എന്ന്. ഇത് കേൾക്കുന്ന അച്ചാമ്മ പറയും എനിക്കും അത് തന്നെയാണ് വേണ്ടത്, നിങ്ങൾ നല്ലതായിട്ട് ജീവിക്കണം എന്ന്. അടുത്ത ദിവസം നമ്മളുടെ യാങ് ആണെങ്കിൽ ഒരു വലിയ ബോട്ട് വാങ്ങിക്കും. അവിടെയാണെങ്കിൽ എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. ഇപ്പോൾ ആ ബോട്ടിലേക്കുള്ള പൂജ നടക്കുമായിരുന്നു. നമ്മളുടെ ഏസിനായിരുന്നാലും എല്ലാവരുടെയും മുമ്പിൽ പൊങ്ങച്ചം പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. എൻ്റെ അച്ചാമ്മയാണ് പൈസ തന്നത് എന്ന്. ഇവിടെ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഈ ഫിഷിംഗ് ബോട്ടിനകത്ത് പെൺകുട്ടികൾ കയറാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഏസിനും അവളുടെ മോളും പുറത്ത് കിടന്ന് നല്ലതുപോലെ ഡാൻസ് കളിക്കുക. നമ്മളുടെ യാങ്ങിൻ്റെ അച്ചാമ്മയും അമ്മയും ഒക്കെ ആയിരുന്നാലും എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇതൊക്കെ കാണുന്നേയും നമ്മളുടെ യാങ് ആയിരുന്നാലും നല്ലതുപോലെ എൻജോയ് ചെയ്യും. നമ്മുടെ ഏസിൻ്റെ ചിരി കാണാൻ നല്ല ഭംഗിയല്ലേ. ഇത് കാണുന്നതും അവിടെ നിൽക്കുന്ന ആൾക്കാർ നമ്മളുടെ യാങ്ങിൻ്റെ അടുത്ത് ചോദിക്കും എന്തുവാടാ ഇപ്പോഴും നീ അവൾക്ക് വേണ്ടിയിട്ട് ചാവാൻ നടക്കുവാണോ എന്ന്. അപ്പം നമ്മളുടെ യാങ് പറയും അവളുടെ ചിരി കാണാൻ നല്ല ഭംഗിയാണ്, ഞാൻ ഇതേപോലെ ഫണ്ണി ആയിട്ടുള്ളൊരു ഗേളിനെ ഇതുവരെ കണ്ടിട്ടില്ല എന്ന്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പെട്ടെന്ന് തന്നെ നമ്മുടെ ഏസിന് വയറുവേദന വരാൻ തുടങ്ങും. അപ്പോൾ അവളുടെ മോളായിരുന്നാലും നോക്കിയിട്ട് പറയും അയ്യോ അമ്മതാ ശൂശു പോയി എന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ യാങ് ആണെങ്കിൽ അവരോട്ട് ചാടി വീണിട്ട് അവളെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോകാനായിട്ടിരുങ്ങും. അതും ചെറിയൊരു ഉരുട്ടുവണ്ടിയിലാണ് ഇവളെ എടുത്തുകൊണ്ട് പോകാൻ ഒരുങ്ങുന്നത്. ഇവളുടെ അമ്മായിയമ്മയും കൂടെയുണ്ട്. അങ്ങനെ നമ്മളുടെ ഏസുനാണെങ്കിൽ ഒരു ആൺകുട്ടിക്കാണ് ജന്മം കൊടുത്തത്. പിന്നീട് കാണിക്കുന്ന കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് അവിടെ നമ്മളുടെ യാങ്ങിന്റെ മുത്തശ്ശിയും അമ്മയും എല്ലാം മീറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഇവർക്ക് എല്ലാവർക്കും ഇപ്പൊ നമ്മുടെ ഏസിന്റെ അടുത്ത് ഭയങ്കര കാര്യമാണ്. ഏസുനാണെങ്കിൽ ഇപ്പൊ 3ാമത്തെ കുഞ്ഞിന് വേണ്ടിയിട്ട് പ്രഗ്നന്റ് ആയിരുന്നു. ഇവിടെയാണെങ്കിൽ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. നമ്മുടെ യാങ് ആയിരുന്നാലും അവന്റെ 2ാമത്തെ മോനുമായിട്ടാണ് വരുന്നത്. അവനങ്ങനെ മുത്തശ്ശിയുടെ കയ്യിലൊന്നും പോകത്തില്ല. ഇവിടെ എന്നാലും നമ്മുടെ യാങ്ങിനിപ്പോൾ ഫുഡിനൊന്നും വേറെ പ്രശ്നമൊന്നുമില്ല. അവരുടെ കയ്യിൽ ആവശ്യത്തിന് ക്യാഷ് ഉണ്ട്. അങ്ങനെ ഇരിക്കാൻ നേരത്ത് ഈവനിങ് ടൈമിൽ നമ്മുടെ യാങ് ആണെങ്കിൽ അവൻ്റെ കയ്യിലുള്ള ക്യാഷ് എല്ലാം അവിടുത്തെ ആ ഓണറില്ലേ അയാളുടെ കയ്യിൽ കൊണ്ടു കൊടുക്കും. അപ്പോൾ അയാൾ പറയും എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന്. യഥാർത്ഥത്തിൽ നമ്മുടെ യാങ് പറയുന്നത് തന്നെ ഞങ്ങളിവിടെ നിർത്തുവാണ്, ഞങ്ങൾ സ്വന്തമായിട്ടൊരു വീട് വാങ്ങിയെന്ന്. ഇത് കേൾക്കുന്നേ ആ അപ്പൂപ്പിന് നല്ല സന്തോഷമാണ്. ഇവിടെ നമ്മളുടെ ഏസുനായിരുന്നാലും വിചാരിക്കും ഈ യാങ് എന്തോത്തിനാണ് ഉള്ള ക്യാഷ് എല്ലാം അയാൾക്ക് കൊണ്ടുപോയി കൊടുക്കുന്നേന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ യാങ് വന്നിട്ട് ഏസിനെ വിളിച്ചുകൊണ്ട് ഒരു സ്ഥലത്തോട്ട് പോകും. അത് വേറെ എവിടെയല്ല, നമ്മുടെ ഏസിന്റെ അമ്മ ജീവിച്ചിരുന്ന ആ ഒരു വീടില്ലേ ആ വീട്ടിലോട്ട് തന്നെയായിരുന്നു. അവിടെയാണെങ്കിൽ ഇപ്പൊ ഒരു വിൽക്കാൻ ഇട്ടത് കാരണം നമ്മളുടെ യാങ് ഏസിന് വേണ്ടിയിട്ട് ആ വീട് വാങ്ങിയിരിക്കുന്നത്. ഇത് കാണുന്നേയും ഏസിൻ ഭയങ്കര ഇമോഷണൽ ആവും. അവക്കാണെങ്കിൽ ഈ വീട് കാണുന്നേയും അവളുടെ അമ്മേനെ തന്നെയാണ് ഓർമ്മ വരുന്നത്. അപ്പൊ നമുക്ക് ഫ്ലാഷ് ബാക്ക് കാണിക്കും. കുഞ്ഞിലെ ഒരു 4 വയസ്സുള്ളപ്പോഴായിരുന്നാലും 5 വയസ്സുള്ളപ്പോഴായിരുന്നാലും നമ്മുടെ കുഞ്ഞ് ഏസിനാണെങ്കിൽ അവളുടെ അമ്മേനെ കാണാൻ വേണ്ടിയിട്ട് ആ മല കയറി വരുമായിരുന്നു. അവളുടെ അമ്മയായിരുന്നാലും പറയും എന്ത് പാടാണ് ഇവിടുന്ന് ഇവിടം വരെ വരാൻ വേണ്ടിയിട്ട്, നീ എന്തിനാ ഇങ്ങനെ വരുന്നേ എന്ന്. നമ്മുടെ ഏസിനായിരുന്നാലും അവളുടെ അമ്മേനെ കാണാൻ വേണ്ടിയിട്ടല്ലേ ഇത്രയും സ്ട്രഗിൾ ചെയ്ത് വരുന്നത്. ഇതൊക്കെ ആലോചിച്ചിട്ട് നമ്മുടെ ഏസിന് അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങും. അവൾക്ക് വിശ്വസിക്കാൻ കൂടി പറ്റുന്നുണ്ടായിരുന്നില്ല. അവൾ പറയും ഇത്രയും നാളിൽ എനിക്ക് ആദ്യമായിട്ടാണ് ഒരു വീട് തന്നെ ഉണ്ടാവുന്നത്. ഇത്രയും നാളും എനിക്ക് ഉണ്ടായിരുന്നത് എൻ്റെ അമ്മയുടെ വീട്, അച്ചാമ്മയുടെ വീട്, മാമൻ്റെ വീട്, അങ്ങനെയൊക്കെയായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് സ്വന്തമായിട്ട് ഒരു വീട് തന്നെ വന്നത് എന്നും പറഞ്ഞ് അവൾ ഭയങ്കര ഇമോഷണലായിട്ട് കരയും. നമ്മുടെ യാങ് ആയിരുന്നാലും അവളെ നല്ലതുപോലെ സപ്പോർട്ട് ചെയ്യും. പിന്നീട് കാണിക്കുന്ന നമ്മളുടെ യാങ് ആയിരുന്നാലും കുറേശ്ശെ ഓരോരോ ക്യാഷ് കിട്ടുന്നേ അവനിങ്ങനെ വീട്ടിലേക്ക് ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നതാണ്. നല്ലൊരു കിടിലും അലമാരയൊക്കെ വാങ്ങിക്കൊണ്ടുവരും. ഇത് കാണുന്ന നമ്മളുടെ ഏസിന് ഭയങ്കര സന്തോഷമാണ്. ഇവരാണെങ്കിൽ എന്ത് സ്പെഷ്യൽ ആയിട്ടുള്ള സംഭവം നടന്നാലും അതെന്ത് കുഞ്ഞ് ഹാപ്പിനെസ് ആയിരുന്നാലും അതിനെ എല്ലാം ഫോട്ടോ എടുത്ത് വെക്കുമായിരുന്നു. ആ ഫോട്ടോസ് എല്ലാം നമുക്ക് കാണിച്ചും തരും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ഏസുവിൻ്റെ 3ാമത്തെ ഡെലിവറിക്കുള്ള ടൈം ആവുന്നതാണ്. ആ ഒരു ടൈമിൽ അവൾ ഒറ്റയ്ക്ക് മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് തന്നെ അവളുടെ അമ്മ സ്വപ്നത്തിൽ വന്നിട്ട് അവളുടെ അടുത്ത് പറയും മോളെ നീ വിഷമിക്കേണ്ട, അപ്പുറത്തെ വീട്ടിൽ ഒരു കാറുണ്ട്, നീ അത് ഓർത്തിരുന്നാൽ മതിയെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഏസിനാണെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ ആ കാറുകാരൻ്റെ കൂടെ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലോട്ട് പോകുന്നതാണ്. അങ്ങനെ നമ്മളുടെ ഏസുൻ 3ാമത് ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കും. ഇവിടെയാണെങ്കിൽ എല്ലാവരും ഹാപ്പി ആയിരുന്നു. ആ മുത്തശ്ശി ആയിരുന്നാലും വന്നിട്ട് പറയും നീ 3ാമതൊരു പെങ്കൊച്ചിന് ജന്മം കൊടുക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ 3ാമതൊരു ആൺകുട്ടിക്കാണല്ലോ ജന്മം കൊടുത്തത് എന്ന്. അതായത് അവിടേക്കെന്ന് വെച്ചാൽ ഈ ആൺകുട്ടികളെന്ന് വെച്ചാൽ ഭയങ്കര വലിയ സംഭവമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നമ്മുടെ ഏസിൻ്റെ അടുത്ത് ഭയങ്കര റെസ്പെക്റ്റാണ്. പിന്നീട് കാണിക്കുന്ന നമ്മളുടെ യാങ് ആയിരുന്നാലും അവൻ്റെ ബോട്ടിലായിട്ടിരുന്ന് പേര് എഴുതുന്നതാണ്. അവിടെയായിട്ട് അവൻ്റെ 2 ആൺകുട്ടികളും ആ ബോട്ടിലുണ്ട്. നമ്മുടെ ഏസിൻ്റെ അടുത്ത് അകത്തോട്ട് കയറി വരാൻ പറഞ്ഞാൽ അവൾ കയറാൻ റെഡി ആവത്തില്ല. കാര്യം എല്ലാവരുടെയും വിശ്വാസം ആ ഒരു ബോട്ടിലോട്ട് പെൺകുട്ടികൾ കയറി
കഴിഞ്ഞാൽ കടലിന്റെ രാജാവ് എന്ന് പറയുന്ന ഒരു ഡ്രാഗൺ കിങ് ഉണ്ട്. അയാൾ ദേഷ്യപ്പെടുക എന്നാ പറഞ്ഞേക്കുന്നത്. എന്നാൽ നമ്മളുടെ യാങ് പറയും അങ്ങനെയൊന്നുമില്ല, എന്റെ ഫാമിലി നിങ്ങളല്ലേ, നിങ്ങൾ കയറിയെന്ന് പറഞ്ഞാൽ ആരും ദേഷ്യപ്പെടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് അവന്റെ മോളെ അങ്ങോട്ട് പിടിച്ച് കയറ്റാൻ ഒരുങ്ങും. പെട്ടെന്ന് തന്നെ നമ്മുടെ യേസുനാണെങ്കിൽ മോളുടെ കയ്യിൽ കയറി പിടിക്കും. എന്നാൽ അവൾക്ക് അവളുടെ മോളെ ഒരു കാര്യത്തിലും തടയാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മളുടെ യേസുന് അവളുടെ കൈ അങ്ങ് വിട്ടുകൊടുക്കും. അങ്ങനെ നമ്മുടെ യേസുനും ആ ബോട്ടിലായിട്ട് കയറും. ജിജു ഐലാൻഡിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു പെൺകുട്ടി ആ ഒരു ബോട്ടിലായിട്ട് കയറുന്നത്. അവൾക്ക് ആ ഒരു ഫീലിംഗ് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. ആ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ട് അവൾ നല്ലതുപോലെ എൻജോയ് ചെയ്യും. ഇവിടെ ആയിരുന്നാലും നമ്മുടെ യാങ് കൊച്ചുങ്ങൾ ആരും കാണാണ്ട് നമ്മുടെ യേസുന് ഒരു ഉമ്മ അങ്ങ് കൊടുക്കും. യേസുൻ പറയും കുട്ടികൾ കാണുമെന്ന്. എന്നാൽ നമ്മുടെ യാങ് അതൊന്നും മൈൻഡ് ആക്കത്തില്ല. അങ്ങനെ നമ്മളുടെ യേസുന്റെ യാങ്ങിന്റെ നല്ലൊരു സമ്മർ കാലം തന്നെ അവിടെ കഴിഞ്ഞു പോകും. അവർക്കൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു സമ്മർ കാലമായിരുന്നു. അങ്ങനെ പിന്നീട് വിന്റർ കാലമാവും. ഇവിടെ ജിജു ഐലൻഡിലാണെങ്കിൽ വിന്റർ കാലമായി കഴിഞ്ഞാൽ ഭയങ്കര കാറ്റും മഴയും ചുഴലിക്കാറ്റും ഒക്കെയാണ്. ഇവിടെ നമ്മളുടെ യേസുനാണെങ്കിൽ അവളുടെ 2 മക്കളുടെ കൂടെ വീട്ടിലായിട്ട് ഇരിക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ അവിടെയായിട്ടുള്ള ഏറ്റവും ഇളയ കൊച്ചില്ലേ, അവൻ ഫുഡ് കഴിച്ചിട്ട് അവന് ക്യാൻഡി കഴിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. അവൻ ക്യാൻഡി എടുക്കാൻ പോകും, അതിനെ അവിടെ തട്ടിത്തെറിപ്പിക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ യേസുനാണെങ്കിൽ അവനെ വഴക്ക് പറഞ്ഞിട്ട് ആ ക്യാൻഡിയൊക്കെ എടുത്തു വെക്കും. ഈ കൊച്ചുകുട്ടിയായിരുന്നാലും നല്ലതുപോലെ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. അവനെ അവൻ്റെ അമ്മ അടിക്കുവോ എന്ന് ആലോചിച്ചിട്ട് അവൻ പറയാം അമ്മ എന്നെ കെട്ടിപ്പിടിക്കുമെന്നും പറഞ്ഞ് അവൻ നിന്ന് കരയും. എന്നാൽ നമ്മുടെ യേസു മൈൻഡൊന്നും ആക്കത്തില്ല. പെട്ടെന്ന് തന്നെ ഒരു കൊച്ചുകുട്ടി വന്നിട്ട് നമ്മുടെ യേസുവിൻ്റെ അടുത്ത് പറയും ആൻറ്റി വേഗം വരുവോ, നിങ്ങളുടെ മോക്ക് അവിടെ അപകടം പറ്റി കിടക്കുക എന്ന്. ഇത് കേൾക്കുന്നേ യേസുൻ പെട്ടെന്ന് പേടിച്ചു പോകും. അവളുടെ കാലിൽ നിന്ന് രക്തമൊക്കെ വരുന്നു എന്ന് അറിയുന്നേം പെട്ടെന്ന് തന്നെ യേസുനാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് ഓടും. അടുത്ത വീട്ടിലെ ആൻറ്റി എടുത്ത് വിളിച്ചു കൂവി പറയും കൊച്ചുങ്ങളെ വീട്ടിലുണ്ട്, ഒന്ന് നോക്കിയേക്കണേ എന്ന്. എന്നാൽ അവരാണെങ്കിൽ വെള്ളം അടിച്ച് ബോധമില്ലാണ്ട് ഇങ്ങനെ ആടി ഇരിക്കുമായിരുന്നു. അവരത് മൈൻഡൊന്നും ആക്കത്തില്ല. നമ്മുടെ യേസുനായിരുന്നാലും പെട്ടെന്ന് തന്നെ അവളുടെ മോളെ കാണാൻ വേണ്ടിയിട്ട് വരും. അവളാണെങ്കിൽ ഈ ചുഴലിക്കാറ്റിൽ സൈക്കിൾ ചവിട്ടി അതാണ് അവളിപ്പോൾ മറിഞ്ഞു വീണത്. ഇതിന്റെ പേരിൽ നമ്മളുടെ യേസുനാണെങ്കിൽ അവളെ ഒത്തിരി വഴക്ക് പറയും. എന്നാൽ കൊച്ചാണെങ്കിൽ തിരിച്ചു ഉള്ളെടുത്ത് ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. രണ്ടുപേരുടെ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ 2 കുട്ടികളെയും കാണത്തില്ല, ചെരുപ്പും ഇല്ല, ഫുഡല്ല അതേപോലെ ഇരിക്കുക. നമ്മുടെ യേസു നല്ലതുപോലെ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ 2 ആൻറ്റിമാർ നമ്മുടെ യേസുവിൻ്റെ 2ാമത്തെ മോനെ പിടിച്ചുകൊണ്ടുവരും. എന്നിട്ട് പറയും ഈ ചുഴലിക്കാറ്റിൽ ഇങ്ങനെ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ അത് ആപത്താണ്, ഇവരാണെങ്കിൽ ആ കിണറിൻ്റെ അടുത്ത് നിൽക്കുമായിരുന്നു എന്നും പറഞ്ഞിട്ട് യേസുവിൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് ഏൽപ്പിക്കും. യേസുൻ ചോദിക്കും അല്ല നിന്റെ അനിയൻ എന്തിയെ? അപ്പോൾ അവൻ ചോദിക്കും അവൻ ഈ വീട്ടിലില്ലേ എന്ന്. ഇത് കേൾക്കുന്നേ എല്ലാവരും പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. യേസുനായിരുന്നാലും പെട്ടെന്ന് തന്നെ എല്ലാവരെയും അറിയിച്ച് ആ കൊച്ചിനെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. എല്ലാവരും അവിടെ ഇവനെ അന്വേഷിച്ചുകൊണ്ട് നടക്കുവാണ്. എല്ലാവരുടെയും പ്രാർത്ഥന ഇവനൊന്നും സംഭവിക്കല്ലേ എന്നാ. പെട്ടെന്ന് തന്നെ ഒരു ആൻറ്റി വന്നിട്ട് നമ്മുടെ യേസുവിൻ്റെ അടുത്ത് ഭയങ്കര സങ്കടത്തിൽ അവളുടെ പേര് വിളിക്കാൻ തുടങ്ങും. അവൾ ചോദിക്കും എന്ത് പറ്റിയെന്ന്. എന്നാൽ ഇവരാണെങ്കിൽ ഇവളെയും കൊണ്ട് ഒരു കടൽ തീരത്തായിട്ടാണ് വരുന്നത്. അതായത് നമ്മുടെ യേസുവിൻ്റെ ഏറ്റവും ഇളയ മോനാണെങ്കിൽ ഈ ചുഴലിക്കാറ്റിൽ പെട്ട് അവൻ മരിച്ചുപോയി. ഇതറിയുന്നത് നമ്മളുടെ യേസുവിനെ അത് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റത്തില്ല. അവളാണെങ്കിൽ ഓടി വന്ന അവളുടെ ആ മോനെ എടുത്തു വെച്ചിട്ട് ഭയങ്കരമായിട്ടിരുന്ന് കരയും. എന്നിട്ട് പറയുന്നത് തന്നെ ആംബുലൻസിനെ വിളിക്കുക എന്ന്. അവൾക്ക് തന്നെ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവിടെ നിൽക്കുന്ന എല്ലാവരും ഇത് ഭയങ്കര വിഷമത്തോടെ നോക്കി കണ്ടുകൊണ്ട് നിൽക്കും. അതേസമയം തന്നെ അവിടെയായിട്ട് നമ്മുടെ യാങ് വരും. അവൻ ഇത് കാണുന്നത് മൊത്തത്തിൽ തകർന്നു പോകും. ഈ സീൻ ഭയങ്കര ഇമോഷണൽ ആണ് കേട്ടോ. നമുക്ക് കണ്ടു നിന്ന കരയാണ്ട് ഈ സീൻ കാണാൻ പറ്റത്തില്ല. നമ്മുടെ യാങ് ആയിരുന്നാലും പൊട്ടിക്കരയും. അവൻ അവിടെ മുട്ടുകുത്തി നിന്ന് വലിയ വായിൽ അലറി വിളിക്കുക ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മളുടെ യേസുനെയാണ്. അവൾക്കാണെങ്കിൽ ഇപ്പോൾ നല്ല റിഗ്രറ്റ് ഉണ്ടായിരുന്നു. അവളുടെ മോൻ അവളുടെ അടുത്ത് അവസാനമായിട്ട് കെട്ടിപ്പിടിക്കുമോ എന്ന് ചോദിച്ചിട്ട് പോലും നമ്മുടെ യേസുന് അവനെ കെട്ടിപ്പിടിച്ചില്ലല്ലോ. അവളിപ്പോൾ ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടാണ് കിടക്കുന്നത്. അവൾക്ക് ഇപ്പോഴും ആ ഒരു റിയാലിറ്റീനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇവിടെയായിട്ട് അവളുടെ അമ്മായിയമ്മ വന്നിട്ട് പറയും എനിക്ക് നിന്റെ വിഷമം നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്, എങ്കിലും നിനക്ക് 2 കുട്ടികളില്ലേ, നിനക്ക് അവരെ നോക്കിയല്ലേ പറ്റൂ. നമ്മുടെ യേസുനായിരുന്നാലും 2 കുട്ടികളുണ്ടെങ്കിൽ അവളുടെ ഏറ്റവും ഇളയ മോനെ അവൾ നഷ്ടപ്പെടുത്തിയില്ലേ, ആ സങ്കടം അവളെ വിട്ട് മാറിയിട്ടേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവൾ കിടക്കാൻ നേരത്ത് അവളുടെ അമ്മ പറഞ്ഞത് ഓർമ്മ വരും. അതായത് നമ്മളെ വിട്ട് പലരും പോവും, പക്ഷെ എന്നും പറഞ്ഞ് നമ്മൾ ജീവിക്കാണ്ട് ഇങ്ങനെ മരവിച്ച് കിടന്നിട്ട് ഒരു കാര്യവും ഇല്ല. നമ്മൾ മൂവ് ഓൺ ആയേ പറ്റത്തുള്ളൂ. നമ്മൾ സ്ട്രോങ് ആയിട്ട് നിന്നാൽ മാത്രമേ കുട്ടികൾക്ക് നമ്മളുണ്ട് എന്നുള്ളൊരു ഫീല് വരത്തുള്ളൂ എന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ യേസുനാണെങ്കിൽ അവിടെ നിന്ന് ചാടി എഴുന്നേക്കും. മോനെ വന്ന് നോക്കുമ്പോൾ അവനാണെങ്കിൽ അവിടെ കുട്ടികളുടെ കൂടെ ഇരുന്ന് എന്തൊക്കെയോ ഉണ്ടാക്കി കഴിക്കുകയാണ്. അപ്പോൾ നമ്മുടെ യേസുന് വന്നിട്ട് അവൻ്റെ അടുത്ത് ചോദിക്കും മോനെ നീ എൻ്റെ അടുത്ത് മിണ്ടത്തില്ലേ, എൻ്റെ അടുത്ത് ദേഷ്യമാണോ, നിന്റെ അനിയനെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യാഞ്ഞേല്. അപ്പോൾ ആ കൊച്ചുകുട്ടി പറയാൻ തുടങ്ങും എനിക്ക് അമ്മയുടെ ദേഷ്യമൊന്നുമില്ല, അമ്മയല്ലേ എൻ്റെ അടുത്ത് മിണ്ടാത്തേന്ന്. അതേസമയം തന്നെ നമ്മുടെ യാങ്ങിനെ കാണിക്കും. അവൻ നോക്കാൻ നേരത്ത് അവൻ്റെ മൂത്ത മോളാണെങ്കിൽ നല്ലതുപോലെ മാർക്കൊക്കെ സ്കോർ ചെയ്തിട്ടുണ്ട്. അവൾക്കിപ്പോൾ എല്ലാ സബ്ജക്റ്റിലും ഫുൾ മാർക്കാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ യാങ് ചോദിക്കും നീ എന്താ ഇത് എൻ്റെ അടുത്തും അമ്മയടുത്തും ഒന്നും പറയാഞ്ഞ്. അപ്പം നമ്മളുടെ മോള് പറയാൻ തുടങ്ങും അത് എനിക്ക് നല്ല വിഷമമുണ്ട്, ഞാനന്ന് സൈക്കിൾ എടുത്തതുകൊണ്ടാണല്ലോ അമ്മ എന്നെ വിളിക്കാൻ വേണ്ടിയിട്ട് വന്നത്,
അതുകൊണ്ടാണ് എൻ്റെ അനിയനെ ഇപ്പം എനിക്ക് നഷ്ടപ്പെട്ടത് എന്നൊക്കെ അവൾ പറഞ്ഞ് കരയാൻ തുടങ്ങും. ഇവിടെ നമ്മളുടെ യാങ് ആ മോളെയും നല്ലപോലെ സമാധാനിപ്പിക്കും, നമ്മുടെ യേസുനാണെങ്കിൽ അവളുടെ മോനെയും നല്ലതുപോലെ സമാധാനിപ്പിക്കും. ഇപ്പോഴാണ് ഇവർക്ക് രണ്ടുപേർക്കും കുറച്ച് ബോധം വന്നിരിക്കുന്നത്. അതായത് ഇവരെല്ലാവരും സ്വന്തമായിട്ട് തന്നെയാണ് ഇപ്പോൾ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ കാരണമാണ് ആ കുഞ്ഞ് മരിച്ചുപോയത് എന്ന്. ഇവിടെയായിട്ട് നമ്മളുടെ യേസുനായിരുന്നാലും യാങ് ആയിരുന്നാലും അതിൽ നിന്ന് മൂവ് ഓൺ ആവാൻ വേണ്ടിയിട്ട് തീരുമാനിക്കും. എങ്കിലും അവരുടെ മുഖത്ത് ഇപ്പോൾ ചിരി എന്ന് പറയുന്നൊരു സാധനമേ വന്നിട്ടില്ല. രണ്ടുപേരും ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു. ഇവിടെ നമ്മളുടെ യാങ് ആയിരുന്നാലും ആ കുഞ്ഞ് മരിച്ച് 3-ാമത്തെ ദിവസം ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങും. അവനവിടെ സാധാരണ പോലെ തന്നെ ഫുഡൊക്കെ എടുത്ത് കുട്ടികൾക്ക് വേണ്ടി വെച്ചിട്ട് അവിടെയായിട്ട് മൂത്ത മോളുടെ അടുത്ത് പറയും, മോളെ നീ വിഷമിക്കേണ്ട, 3 ദിവസത്തിനുള്ളിൽ സ്കൂളിൽ കൊടുക്കാനുള്ള ക്യാഷ് ഞാൻ അറേഞ്ച് ചെയ്ത് തരാം, നീ വിഷമിക്കണ്ട എന്ന്. ഇതൊക്കെ ഭയങ്കര ഇമോഷണൽ സീനാണ് കേട്ടോ. ഇവിടെയായിട്ട് നമ്മളുടെ യേസുനായിരുന്നാലും എല്ലാവർക്കും നല്ലതുപോലെ ഫുഡൊക്കെ കൊടുക്കും. അതേപോലെ തന്നെ അവളുടെ ഏറ്റവും ഇളയ മോന് ഇഷ്ടപ്പെട്ട ആ ഒരു ക്യാൻഡീസില്ലേ, അതും അവള് എല്ലാ തവണയും എടുത്തു വെക്കും അവന് കഴിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ നമ്മളുടെ യേസുനും യാങ്ങും കൂടി കടൽ തീരത്തോട് നടക്കുന്നയാ. അവിടെ അവള് പറയും, ഈ കടൽ എൻ്റെ എന്തെല്ലാം എടുത്തിട്ട് പോയത്, എൻ്റെ അച്ഛനെ കൊണ്ടുപോയി, എൻ്റെ അമ്മയെ കൊണ്ടുപോയി, ഇപ്പം എൻ്റെ മോനെയും കൊണ്ടുപോയി. ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല ഈ കടൽ തീരത്ത് ഇനി ജീവിക്കണം എന്ന്, എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് അവൾ ഭയങ്കരമായിട്ടും കരയാൻ തുടങ്ങും. അവിടെയായിട്ട് നമ്മുടെ യേസുൻ പറയും, ഞാനാണ് നമ്മളുടെ കുട്ടീനെ കൊന്നത്. ഞാൻ പണ്ടാണെങ്കിൽ നീ എപ്പോഴും കടലിൽ പോകുമ്പോൾ ഞാൻ 3 പേരെയും കൊണ്ടുവന്ന് കടൽ തീരത്ത് വെച്ചിട്ട് പറയും, നിങ്ങൾക്ക് അച്ഛനെ കാണണമെങ്കിൽ ഇവിടെ വന്ന് വെയിറ്റ് ചെയ്താൽ മതിയെന്ന്. ഞാൻ അങ്ങനെ പറയാനേ പാടില്ലായിരുന്നു എന്നും പറഞ്ഞ് യേസു നല്ലതുപോലെ കരയും. ഇവിടെ നമ്മുടെ യാങ് അവളെ നല്ലതുപോലെ സമാധാനിപ്പിക്കും. എന്നിട്ട് പറയും, നമ്മൾ സ്ട്രോങ് ആയാൽ മാത്രമേ നമ്മളുടെ കുട്ടികൾക്ക് നല്ലതുപോലെ ജീവിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അവരും അവരെ തന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന്. അപ്പോൾ നമുക്ക് ഒരു ഫ്യൂച്ചറിലുള്ള സീൻ കാണിക്കും. അതായത് നമ്മളുടെ യാങ്ങിനാണെങ്കിൽ ഒരു ചെക്കപ്പിൻ്റെ സമയത്ത് നമ്മുടെ യേസുൻ, അതായത് വലുതായ യേസുൻ അവളുടെ മോളുടെ അടുത്ത് പറയുന്നത്, നിങ്ങളുടെ അച്ഛനാണെങ്കിൽ ഇപ്പോഴേ എൻ്റെ അടുത്ത് പറഞ്ഞേ, അതായത് നമ്മുടെ ഇളയ മോൻ മരിക്കുന്ന സമയത്ത് അവനും അവനെ തന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത്, അവനന്ന് ആ ജോലിക്ക് പോകാൻ പാടില്ലായിരുന്നു എന്ന്. ഇപ്പോഴും അവൻ്റെ മൈൻഡിൽ അവനെ തന്നെയാണ് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറയും. അത് ആരും എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു. എന്താന്ന് വെച്ചാൽ യാങ് എപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ടാണ് വീട്ടിൽ നിന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ യാങ് ആണെങ്കിൽ ആ കുഞ്ഞിൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓഫീസിൽ വരുന്നതാ. അവൻ്റെ പേരും വയസ്സും എഴുതുന്നത് നമ്മുടെ യാങ് അവിടെ പൊട്ടിക്കരയും. അവൻ്റെ കരച്ചിൽ കാണുന്നതും എല്ലാവരും അവനെ തന്നെ ഇങ്ങനെ നോക്കും. നമ്മുടെ യാങ്ങിനാണെങ്കിൽ അവൻ്റെ വിഷമം അടക്കി പിടിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ നമ്മുടെ യേസുനെ കാണിക്കും. അവളാണെങ്കിൽ അവളുടെ കുട്ടിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി അടുക്കളയിലോട്ട് വരുമ്പോഴാണ് മനസ്സിലാവുന്നേ ആ ഗ്രാമത്തിലുള്ള എല്ലാവരും അവളെ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു. ആ ഗ്രാമത്തിലുള്ള എല്ലാവരും ഇവർക്ക് വേണ്ടുന്ന ഫുഡെല്ലാം അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ട് റെഡിയായിരുന്നു എന്ന്. അതേപോലെ തന്നെ നമ്മളുടെ ആ മുത്തശ്ശനെയും കാണിക്കും. അവരായിരുന്നാലും നമ്മുടെ യേസുനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി എപ്പോഴും ഉണ്ടായിരുന്നു. എന്നാൽ അവരാണെങ്കിൽ അതൊന്നും പ്രകടിപ്പിക്കാൻ റെഡിയായിരുന്നില്ല. ഇപ്പോഴായിരുന്നാലും അവരിവർക്ക് ഫുഡ് കൊണ്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുന്നത്. അതേസമയം തന്നെ നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. അതായത് നമ്മുടെ യേസുൻ്റെ വീട്ടിലാണെങ്കിൽ ഒരു തരി അരി പോലും ഇല്ലാണ്ടിരുന്ന സമയത്തും ഇവരെല്ലാ ദിവസവും രാത്രി വന്നിട്ട് ഓരോരോ ഗ്ലാസ്സിൽ കുറേശ്ശെ അരി ഇങ്ങനെ ഇട്ടു കൊടുത്തോണ്ടേയിരിക്കും. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് അരിക്കലം തുറന്നു നോക്കുന്നേ നമ്മുടെ യേസുന് എപ്പോഴും ഷോക്ക് ആവുമായിരുന്നു. അവൾ വിചാരിക്കും, ഒരുപക്ഷെ രാത്രി ഞാൻ നല്ലതുപോലെ കാണാഞ്ഞത് കൊണ്ടായിരിക്കും എന്ന്. പിന്നീട് അവൾക്കത് മനസ്സിലായി. അതായത് അവളുടെ അയൽക്കാരായിട്ടുള്ള ആ മുത്തശ്ശനും തന്നെയാണ് ഇവർക്ക് എല്ലാ തവണയും അരി കൊടുക്കുന്നത് എന്ന്. അവിടെ നമുക്ക് വേറൊരു സീനും കാണിക്കും. അതായത് നമ്മളുടെ യേസുൻ്റെയും അതേപോലെ യാങ്ങിൻ്റെ വീടിൻ്റെ 2 മാസത്തെ റെന്റ് ആരോ പേ ചെയ്തില്ലായിരുന്നോ? അത് വേറെ ആരുമല്ല, നമ്മളുടെ യേസുൻ്റെ ആ ഒരു സ്റ്റെപ്പ് ഫാദർ ഇല്ലേ, അയാൾ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന ആ ഒരു പെണ്ണ് തന്നെയായിരുന്നു. അവരവിടെ നിന്ന് സ്ഥലം മാറി പോകുന്നതിന് മുന്നേ ആയിട്ട് യേസുന് അവളൊരു ഗിഫ്റ്റായിട്ടാണ് ഇത് കൊടുക്കുന്നത്. കാര്യം നമ്മുടെ യേസുനായിരുന്നാലും അവളുടെ ആ സ്റ്റെപ്പ് ഫാദറിനെ കുഞ്ഞിലെ നല്ലതുപോലെ സപ്പോർട്ട് ചെയ്തിട്ടില്ലേ, അതിൻ്റെ പേരിലായിട്ട്. പിന്നീട് കാണിക്കുന്ന കുറേ നാളിന് ശേഷമാണ്. ഇവിടെ നമ്മളുടെ യേസുന് ഇപ്പോൾ കുറച്ച് മിഡിൽ ഏജ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ അവളുടെ മോളിപ്പോൾ +2 ഒക്കെ പഠിച്ചിട്ട് റിസൾട്ടും കൊണ്ടാ വരുന്നത്. ഇത് കാണുന്ന യേസുൻ ചോദിക്കും, എന്തായി, നീ പാസ്സായോ? ഇവിടെയായിട്ട് നമ്മളുടെ യേസുൻ്റെ മോള്, അവളുടെ പേര് മിയോങ് എന്നാണ് കേട്ടോ. അവൾ പറയും, പിന്നെ പാസ്സാവാതെ പിന്നെ എനിക്ക് നല്ലൊരു യൂണിവേഴ്സിറ്റിയിലെ അഡ്മിഷനും കിട്ടിയെന്ന് പറയും. ഇത് കേൾക്കുന്നേ യേസുന് നല്ല സന്തോഷമാണ്. അവൾ പറയും, കുറേ നാളിന് ശേഷമാണ് ഞാൻ ഇത്രയും സന്തോഷിക്കുന്നേ എന്ന്. അത് കഴിഞ്ഞിട്ട് ഇവർ യൂണിവേഴ്സിറ്റിയിലായിട്ട് വരും. ഇവിടെയാണെങ്കിൽ നമ്മളുടെ യേസുൻ്റെ മോള് മിയോങ്ങിനെ കാണുന്നേയും അവളുടെ അടുത്ത് നിന്ന് ഒരു ചെറുക്കന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അവനാണെങ്കിൽ ഇവരുടെ അടുത്ത് വന്നിട്ട് പറയും, ഞാൻ നിങ്ങളുടെ ഫോട്ടോ എടുത്ത് തരാമെന്ന്. സത്യം പറഞ്ഞാൽ ഈ ചെറുക്കൻ്റെ അമ്മയ്ക്ക് അപ്പോഴേ മനസ്സിലാവും ഇവൻ എന്തോ ട്രൈ ചെയ്യുക എന്ന്. അതേപോലെ തന്നെ നമ്മുടെ യാങ്ങിനും കത്തും. അതായത് നമ്മളുടെ മിയോങ്ങിനെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവനിപ്പോൾ നോക്കുന്നത് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഈ ഫോട്ടോസൊക്കെ കിട്ടുന്നതാ. അവിടെയായിട്ട് നമ്മുടെ യാങ് പറയും, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവൻ എൻ്റെ മോളെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമായിരുന്നു എന്ന്. കണ്ടില്ലേ, ഈ ഫോട്ടോയ്ക്കകത്തൊന്നും നമ്മളില്ല, അവൻ അവളെയാണ് സൂം ചെയ്തെടുത്ത് വെച്ചേക്കുന്നത്. ഇത് കേൾക്കുന്നേ നമ്മുടെ യേസുൻ്റെ അടുത്ത് ചിരിക്കാൻ തുടങ്ങും. അവൾ പറയും,
പിന്നെ അവക്കും പിന്നെ പ്രേമിക്കണ്ടേ, അവളും പ്രേമിക്കാനുള്ള സമയമൊക്കെ ആയില്ലേ എന്ന് ഇത് കേൾക്കുന്നേ നമ്മുടെ യാങ് അത് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കത്തില്ല. അപ്പൊ നമ്മുടെ ഏസൻ പറയും അവളെയും കല്യാണം കഴിപ്പിച്ച് വിടേണ്ടതായിട്ട് വരും. ഉടനെ തന്നെ യാങ് പറയും കല്യാണത്തിനെ പറ്റി മിണ്ടി പോവരുത്, അവളെ കല്യാണം കഴിപ്പിക്കാനുള്ള സമയമൊന്നും ആയിട്ടില്ല എന്ന് പറയും. ഇതൊക്കെ കേൾക്കുന്നേയും ഏസിന് നല്ല ചിരിയാ വരുന്നേ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ നമ്മുടെ ഏസനും അതേപോലെ യാങ്ങും കൂടി ഇങ്ങനെ നടക്കുന്നയാ. അവരാണെങ്കിൽ ഇപ്പോഴും ചെറുതിലെ പോലെ തന്നെയാണ്, കൈയൊക്കെ പിടിച്ച്. ഇവിടെയായിട്ട് നമ്മുടെ യാങ് ആണെങ്കിൽ ഇവളെ നല്ലതുപോലെ കെയർ ചെയ്യും. അപ്പൊ നമ്മളുടെ ഏസൻ പറയും നമ്മളുടെ മോളെ പഠിപ്പിക്കാൻ വേണ്ടി ഇനി ഒരുപാട് ക്യാഷിന്റെ ആവശ്യം വരത്തില്ലേ, നമുക്കപ്പോൾ നമ്മളുടെ വീടും സ്ഥലവും എല്ലാം കൊടുത്തിട്ട് അവിടോട്ടേക്ക് മൂവ് ആവാം. എനിക്ക് യഥാർത്ഥത്തിൽ അതിനൊട്ടും താല്പര്യമില്ല. എൻ്റെ ആദ്യത്തെ വീട്, എൻ്റെ ആദ്യത്തെ കുട്ടികൾ എല്ലാം ഇവിടെ തന്നെയല്ലേ ഉണ്ടായത്, അതുകൊണ്ട് എനിക്ക് നല്ല മിസ്സിങ് ഉണ്ട് എന്നൊക്കെ പറയും. എന്നാലും നമ്മുടെ യാങ് പറയും അതൊന്നും കുഴപ്പമില്ല, നമുക്കെല്ലാം ഇനിയും ഉണ്ടാക്കാമെന്ന്. ആ ടൈമിൽ നമുക്ക് ചെറിയൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. അതായത് നമ്മളുടെ ഏസിനാണെങ്കിൽ ചെറുതായിട്ടിരുന്ന സമയത്ത് തന്നെ അവിടുത്തെ അസിസ്റ്റന്റ് ചീഫ് ആയിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ചീഫ് എന്ന് പറയുന്നത് വേറെ ആരുമല്ല, നമ്മളുടെ ഏസിനാണെങ്കിൽ ബ്ലൈൻഡ് ഡേറ്റിന് പോയപ്പോൾ ഉള്ള ഒരാളില്ലേ, അയാൾ തന്നെയാണ്. എങ്കിലും നമ്മളുടെ ഏസൻ ചെറിയ രീതിയിലായിരുന്നാലും ഇവിടെ വിൻ ചെയ്ത് വന്നുകൊണ്ടിരിക്കുവാണ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ഏസിനെയാണ്. അവളാണെങ്കിൽ ഇപ്പോൾ അവളുടെ മോനെ കാണാൻ വേണ്ടിയിട്ടാണ് സ്കൂളിലായിട്ട് പോകുന്നത്. അവളവിടെ വിചാരിക്കുന്നത് തന്നെ മോൻ എന്തോ നല്ല പരിപാടി ചെയ്തു എന്ന് പറഞ്ഞിട്ട് ബൊക്കെയായിട്ടൊക്കെ ചെല്ലും. എന്നാൽ ചെന്ന് കഴിയുമ്പോഴേ അറിയുന്നത് ടീച്ചർ പറയും ഇവനാണെങ്കിൽ ഉള്ള കുരുത്തക്കേട് പണിയെല്ലാം ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്, ആൾക്കാരുടെ കാറിൽ നിന്ന് ഓരോരോ ലെറ്റേഴ്സൊക്കെ ഇളക്കി എടുക്കുന്നതാ ഇവന്റെ മെയിൻ ഹോബി എന്ന്. ഇതൊക്കെ കേൾക്കുന്നതും ഏസൻ ഭയങ്കരമായിട്ട് നാണം കെട്ടു. അവളാണെങ്കിൽ എപ്പോഴും ഇവനെ കുറ്റം പറയും, നിനക്ക് നിന്റെ ചേച്ചിനെ പോലെ ആയിക്കൂടെ എന്നും ചോദിച്ചിട്ട്. യഥാർത്ഥത്തിൽ ഇവനാണെങ്കിൽ ഒട്ടും ഇഷ്ടമല്ല ഇവന്റെ ചേച്ചീനെ എപ്പോഴും കമ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവൻ എല്ലാ കാര്യത്തിലും എപ്പോഴും പിന്നോട്ട് നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ആ ഗ്രാമത്തിലെ ചീഫിനുള്ള ആ ഒരു വോട്ടിങ്ങിന്റെ റിസൾട്ടൊക്കെ വരുന്നയാ. ഇവിടെ നമ്മളുടെ ഏസുൻ തന്നെയാണ് ചീഫായിട്ട് മാറുന്നത്. ഇവിടെ അവള് നല്ലതുപോലെ ആഘോഷിക്കുകയൊക്കെ ചെയ്യും. ആ ഗ്രാമത്തിലെ തന്നെ ആദ്യത്തെ വുമൺ ചീഫായിരുന്നു നമ്മളുടെ ഏസൻ എന്ന് പറയുന്നത്. അവളത് നല്ലതുപോലെ എൻജോയ് ചെയ്യും. ഇത് കാണുന്ന ഇവളുടെ മോനാണെങ്കിൽ അച്ഛനടുത്ത് ചോദിക്കും, അച്ഛാ നിങ്ങൾക്ക് അമ്മേനെ ഒന്ന് തടഞ്ഞൂടെ എന്ന്. എന്നാൽ നമ്മളുടെ യാങ് ആയിരുന്നാലും ഇതൊക്കെ കണ്ട് നല്ലതുപോലെ എൻജോയ് ചെയ്യുമായിരുന്നു. യാങ് പറയും അവള് ഇഷ്ടം പോലെ ഡാൻസ് കളിച്ചോട്ടെ എന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഏസുനെ യാങ് ആണെങ്കിൽ തോളിലെടുത്തോണ്ട് നടക്കും. അപ്പം മോൻ പറയും ഞാൻ അമ്മേനെ എടുത്തോളാം എന്ന്. എന്നാൽ നമ്മളുടെ യാങ് അതിനും സമ്മതിക്കത്തില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ മിയോങ്ങിനെയാണ്. അവളാണെങ്കിൽ ഇപ്പോൾ സിയോളിലുള്ള വലിയൊരു യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. എന്നാലും അവളെ ആരും വലിയ വിലയൊന്നും കൊടുക്കത്തില്ല. എന്താന്ന് വെച്ചാൽ അവള് ജിജു ഐലൻഡിൽ നിന്ന് വന്ന ഒരു ചെറിയ പെൺകുട്ടിയല്ലേ. അതുകൊണ്ട് തന്നെ അവൾ എല്ലാവരുടെയും മുമ്പിൽ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പണക്കാരനായിട്ടുള്ള ഒരുത്തൻ്റെ കൂടെ കാറിലാണ് എപ്പോഴും വന്നിറങ്ങുന്നത്. അങ്ങനെ വരുന്ന വഴിയിൽ വെച്ചിട്ട് അവളൊരു ചെറുക്കനെ കാണും. ഇവൻ തന്നെയാണ് അവൾ ആദ്യമേ ഈ യൂണിവേഴ്സിറ്റിയിൽ ചേർന്നപ്പോൾ അവളുടെ അടുത്ത് ക്രഷ് അടിച്ച ചെറുക്കൻ. ഇവനായിരുന്നാലും ഇവളെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. നമ്മുടെ മിയോങ്ങിനായിരുന്നാലും ഇവനെ കാണുന്നതും എന്തോ പോലെ തോന്നും. അവന്റെ അടുത്തേക്ക് കുറെ പെൺപിള്ളേർ ഓടി വരുന്നത് നമ്മളുടെ മിയോങ് ശ്രദ്ധിക്കും. അവളുമാര് പറഞ്ഞിട്ടാണ് നമ്മുടെ ഈ ചെറുക്കൻ അറിയുന്നത്. അതായത് നമ്മുടെ മിയോങ്ങിനാണെങ്കിൽ എപ്പോഴും പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പണക്കാരൻ വരുമെന്ന്. യഥാർത്ഥത്തിൽ മിയോങ്ങിന് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും അല്ല പണക്കാരൻ വരുന്നത്. നമ്മുടെ മിയോങ് ആണെങ്കിൽ ഒരു പെങ്കൊച്ചിന് ട്യൂഷൻ എടുത്ത് കൊടുക്കുന്നുണ്ട്. ആ പെങ്കൊച്ചൊരു പണക്കാരൻ വീട്ടിലുള്ളതാണ്. അവളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അങ്ങനെ ഈ പെണ്ണിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവളുടെ സ്കൂളിലായിട്ട് വരും. ഇവിടെയായിട്ട് ആ പെങ്കൊച്ചിനെ നമ്മളുടെ മിയോങ് നല്ലതുപോലെ പഠിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ ഇവളുടെ വീട്ടിൽ വരുന്നതും അവള് പറയും എൻ്റെ അമ്മയ്ക്ക് നിന്നെ കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന്. ഇവിടെയായിട്ട് അവരവിടെ ഒരു വലിയൊരു കലം പോലത്തെ സംഭവത്തിൽ ആ പൈസ ഇട്ട് വെച്ചേക്കുന്നത്. നമ്മുടെ മിയോങ് ആയിരുന്നാലും അതിൽ നിന്ന് ക്യാഷ് എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നതും അവിടുത്തെ സെർവൻറ്റ് വന്നിട്ട് പറയും അവരെ കാണാതെ നീ വേഗം തന്നെ ഇവിടെ നിന്ന് പോകുന്നതായിരിക്കും നിനക്ക് ബെറ്റർ എന്ന്. എന്നാൽ നമ്മളുടെ മിയോങ് വിചാരിക്കും അവർ കാണണം എന്ന് പറഞ്ഞതല്ലേ, അതുകൊണ്ട് തന്നെ അവൾ അവിടെ വെയിറ്റ് ചെയ്യും. ഈ പെങ്കൊച്ചിൻ്റെ അമ്മയായിരുന്നാലും വന്നിട്ട് പറയും എൻ്റെ മോക്ക് വലിയ ബുദ്ധിയൊന്നുമില്ല, എൻ്റെ കയ്യിലും വലിയ പഠിപ്പൊന്നുമില്ല, ഞാനതുകൊണ്ട് ആഗ്രഹിക്കുന്നത് തന്നെ അവൾക്ക് നല്ലതുപോലെ പഠിച്ച് വലിയ ആളാവണം എന്നാണ്. അപ്പം നമ്മളുടെ മിയോങ് പറയും അവളെ കൊണ്ട് പറ്റും, അവൾ ഇനിയും പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാൽ മതി എന്ന്. എന്നാൽ ഈ ലേഡി ആണെങ്കിൽ 2 കാർഡ് എടുത്ത് വെക്കും. അതായത് ഇവരുടെ മോളെ തന്നെ ആ ഒരു ഹോൾ ടിക്കറ്റും അതേപോലെ ID കാർഡ് വരുന്നു. പകരമായിട്ട് ഫോട്ടോ ഉള്ളത് നമ്മളുടെ മിയോങ്ങിൻ്റെതുമാണ്. ഇത് കാണുന്നേ മിയോങ് ഭയങ്കരമായിട്ട് ഷോക്കാവും. അപ്പോൾ ആ ലേഡി പറയും നീ എൻ്റെ മോക്ക് പകരമായിട്ട് പോയി എക്സാം എഴുതി കഴിഞ്ഞാൽ നിനക്ക് ഞാൻ ഒരുപാട് ക്യാഷ് തരാം, കൂട്ടത്തിൽ തന്നെ നിനക്ക് വലിയൊരു ഫ്ലാറ്റും എഴുതി തരാമെന്ന്. എന്നാൽ നമ്മളുടെ മിയോങ് പറയും എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ഇങ്ങനത്തെ പരിപാടിയൊന്നും കാണിക്കരുത് എന്ന്. അതുകൊണ്ട് തന്നെ ഞാനിതിന് റെഡിയല്ല. ഇത്രയും പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങാനായിട്ടൊരുങ്ങും. കൂട്ടത്തിൽ തന്നെ അവൾ പറയും നിങ്ങളുടെ മോൾക്ക് എന്താണോ ഇഷ്ടം അതാണ് അവളെ കൊണ്ട് ചെയ്യിക്കേണ്ടത് എന്ന്. എന്നാൽ ഇതൊന്നും ആ ലേഡിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. നമ്മളുടെ മിയോങ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതും അവളെ പിടിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ സെക്യൂരിറ്റി വരും. എന്നിട്ട് പറയും ആ ലേഡി കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട് നീ എന്തോ മോഷ്ടിച്ചിട്ടാണ് പോയത് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ മിയോങ് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിട്ട് ആ വീട്ടിൽ വന്ന് കിടന്ന് ബഹളം വയ്ക്കും, ഞാൻ നിങ്ങളുടെ എന്താ എടുത്തത് എന്ന് ചോദിച്ചിട്ട്. എന്നാൽ അവരാരും മൈൻഡ് ആകത്തില്ല. അങ്ങനെ നമ്മളുടെ മിയോങ്ങിനെ ആണെങ്കിൽ പോലീസ് വന്ന് പിടിച്ചുകൊണ്ട് പോകും. അവളിപ്പോൾ ഭയങ്കര സങ്കടത്തിലായിരുന്നു. അതേസമയം തന്നെ
നമ്മളുടെ മിയോങ്ങിന്റെ അച്ഛൻ അതായത് യാങ് ആണെങ്കിൽ സിയോളിലായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അവനാണെങ്കിൽ ഇവളുടെ ഹോസ്റ്റലിന്റെ മുമ്പിലായിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. എന്നാൽ അവളെ മാത്രം കാണത്തില്ല. അതേസമയം തന്നെ അവിടെയായിട്ട് ആ പട്ടാളക്കാരൻ ചെറുക്കനാണെങ്കിൽ ഒരു ബൊക്കെയായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇവനും നമ്മളുടെ മിയോങ്ങിനെ കാണാൻ വേണ്ടിയിട്ട് തന്നെ ആയിരിക്കുന്നത്. ഇത് കാണുന്നേ നമ്മുടെ യാങ്ങിന് മനസ്സിലാവും ഇവൻ അന്നത്തെ ആ ചെറുക്കൻ തന്നെയായിരുന്നു. അങ്ങനെ നമ്മുടെ യാങ് വന്നിട്ട് ഇവന്റെ അടുത്ത് സംസാരിക്കും. ഇവനായിരുന്നാലും പെട്ടെന്ന് മനസ്സിലാവത്തില്ല. കുറച്ച് കഴിയുന്നേ മനസ്സിലാവും നമ്മുടെ മിയോങ്ങിന്റെ അച്ഛനായെന്ന്. അവനും കാര്യമായിട്ട് സംസാരിക്കും. അവിടെയായിട്ട് നമ്മളുടെ യാങ് പറയും, നിനക്കൊരിക്കലും എൻ്റെ മോളുടെ ബോയ് ഫ്രണ്ട് ആവാൻ പറ്റത്തില്ല. കാര്യം അവള് കണ്ടു വളർന്നേക്കുന്ന എന്റെയാണ്. അതുകൊണ്ട് തന്നെ അവളുടെ സ്റ്റാൻഡേർഡ് ഭയങ്കര ഹൈ ആണ് എന്ന് പറയും. അതിനുശേഷം കാണിക്കുന്ന ആ പണക്കാരിയുടെ വീട്ടിലാണ്. അവിടുത്തെ സെർവൻ്റ് ആണെങ്കിൽ അവരുടെ ഡ്രോയറിലായിട്ട് ഇവരിപ്പോൾ ഏത് സാധനമാണോ കളഞ്ഞു പോയി എന്ന് പറഞ്ഞ് അതേ റിങ് ഇരിക്കുന്നതാണ്. ഇവരങ്ങനെ അതിനെടുത്ത് തറയിലിട്ടിട്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് പറയും, ആ ഈ റിങ് അല്ലേ നിങ്ങൾ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അതാ ഇവിടെ കിടക്കുന്നു എന്ന്. എന്നാൽ ഈ ലേഡി പറയും, നിങ്ങൾക്ക് എന്തതിൻ്റെ സൂക്കേടാ, അതവിടെ ഇട്ടേരെ എന്ന്. എന്നാൽ ഈ സെർവൻ്റ് ലേഡി ആണെങ്കിൽ പറയും, ഓഹോ അപ്പോൾ നിങ്ങൾ വെറുതെ ആ പെങ്കൊച്ചിനെ പോലീസ് സ്റ്റേഷനിലാക്കിയിട്ട് അതിനെതിരെ ഒന്നും ചെയ്യാൻ റെഡിയല്ല എങ്കിൽ പിന്നെ ഞാൻ ഈ റിങ്ങിനെ എടുത്ത് കളയാൻ പോവാന്ന് പറഞ്ഞാൽ അവരാ ഫ്ലാറ്റിന്റെ മുകളിൽ നിന്ന് തറയിടാൻ നോക്കും. ആ റിങ് ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവസാനം ഈ ലേഡി അതിന് വഴങ്ങും. അവർ പറയും, ഓക്കെ ഞാൻ പോലീസിൽ വിളിച്ച് പറയാവേന്ന്. അതേസമയം തന്നെ നമ്മളുടെ മിയോങ്ങിനെ കാണിക്കും. അവളിപ്പോൾ ഭയങ്കര അപ്സെറ്റ് ആയിരുന്നു. അവൾ വിചാരിക്കും, ഞാൻ പോലീസ് സ്റ്റേഷനിൽ കള്ളിയാണെന്നുള്ള പേരിലിരിക്കുന്നതാണ്, എൻ്റെ വീട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ അവർ സഹിക്കത്തില്ല എന്ന്. അങ്ങനെ ഇരിക്കാൻ നേരത്ത് ഇവൾ അവിടുന്ന് റിലീസാവും. അവൾ വേഗം തന്നെ അവളുടെ അമ്മേനെ വിളിക്കും. അവൾ ഭയങ്കര സങ്കടത്തിലായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഏസുൻ പറയും, നിന്റെ അച്ഛൻ നിന്നെ കാണാൻ വേണ്ടിയിട്ട് അവിടെ വന്നിട്ടുണ്ട്. അച്ഛനാണെങ്കിൽ ആകെപ്പാട് ഒരു ദിവസമാണ് ഓഫ് എടുത്തത്. ഓഫ് എടുത്താൽ പോലും അച്ഛൻ ഇവിടെ മര്യാദയ്ക്ക് ഇരിക്കാറില്ല. നിന്നെ കാണാൻ വേണ്ടിയിട്ട് എത്തിയത്. നീ അച്ഛൻ്റെ അടുത്ത് നല്ലതുപോലെ ബിഹേവ് ചെയ്യണം. അച്ഛന് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും വൺ സൈഡ് ലവ് അല്ലേ കാണിക്കുന്നത്. നീ അച്ഛനോട് നല്ലപോലെ സ്നേഹത്തിൽ സംസാരിക്കണം എന്നൊക്കെ പറയും. ഇവിടെ ആയിരുന്നാലും നമ്മളുടെ മിയോങ് പറയും, അച്ഛൻ എന്തിനാ ഇപ്പൊ ഇവിടേക്ക് വന്നത് എന്ന്. അവള് നല്ല വിഷമത്തിലായിരുന്നു. അവള് ബസ്സിൽ വന്നിറങ്ങാൻ നേരത്ത് നമ്മളുടെ യാങ് ആണെങ്കിൽ ഇവക്ക് വേണ്ടിയിട്ട് അവിടെ റോഡിൽ കാത്തിരിക്കുമായിരുന്നു. ഇത് കാണുന്നേ നമ്മളുടെ മിയോങ് വന്നിട്ട് അവനെ ഒത്തിരി വഴക്കുറയും. എന്നിട്ട് ചോദിക്കും, അച്ഛൻ എന്തിനാ ഇത്രയും നേരം ഈ തണുപ്പത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തത്, വീട്ടിൽ പൊക്കൂടായിരുന്നോ എന്ന്. എന്നാൽ നമ്മളുടെ യാങ് ആണെങ്കിൽ അതൊന്നും കേൾക്കാൻ റെഡി ആയിരുന്നില്ല. അങ്ങനെ നമ്മളുടെ മിയോങ്ങും യാങ്ങും കൂടി ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കടയിലായിട്ട് ചെല്ലും. അവിടെ ചെല്ലുന്നേ നമ്മുടെ യാങ് ആണെങ്കിൽ മിയോങ്ങിനെ പണ്ടത്തെ പോലെ തന്നെ ട്രീറ്റ് ചെയ്യുന്നത്. അവൾക്ക് ഫുഡെല്ലാം എടുത്തു വെച്ച് കൊടുക്കും. അവിടെയായിട്ട് നമ്മളുടെ മിയോങ് ആണെങ്കിൽ ജപ്പാനിൽ പഠിക്കാൻ പോകുന്ന സ്കോളർഷിപ്പിനെ പറ്റിയൊക്കെ പറയും. എന്നിട്ട് അവൾ പറയും, എൻ്റെ കയ്യിൽ അതിന് വേണ്ടിയിട്ട് ക്യാഷ് ഇല്ല എന്ന്. എന്നാൽ നമ്മുടെ യാങ് പറയും, നിനക്ക് എന്താണോ ആഗ്രഹം അത് പറഞ്ഞാൽ മതി, ക്യാഷൊക്കെ ഞാൻ അറേഞ്ച് ചെയ്ത് തരാമെന്ന്. എന്നാൽ നമ്മുടെ മിയോങ് അതിനൊന്നും റെഡി ആവത്തില്ല. അവൾ പറയും, അതൊന്നും കുഴപ്പമില്ല, ഞാൻ എൻ്റെ ഡ്രീമിനെ എങ്ങനെയെങ്കിലും അച്ചീവ് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് അവൾ സംസാരിക്കാൻ തുടങ്ങും. അച്ഛനായിരുന്നാലും ഒരു ദിവസത്തെ ഒരു വെക്കേഷന് ഇവളെ കാണാൻ വേണ്ടിയിട്ടല്ലേ വന്നേ. ഇപ്പം അച്ഛന് പോകാനുള്ള സമയമായിട്ടുണ്ട്. ഇത് ആലോചിക്കുന്നേ നമ്മുടെ മിയോങ്ങിന് ഭയങ്കര സങ്കടം വരും. അവളുടെ അച്ഛനായിരുന്നാലും ചോദിക്കും, എന്താ നിന്റെ വിഷമത്തിന് കാരണം? എന്നാൽ ഇവിടെ നമ്മളുടെ മിയോങ് അതൊന്നും പറയാൻ റെഡി ആവത്തില്ല. യാങ് ആയിരുന്നാലും ബസ്സിൽ കയറാൻ നിർത്തി ഇവളെ നോക്കി ടാറ്റ കാണിക്കും. നമ്മളുടെ മിയോങ്ങും യാങ്ങും തമ്മിൽ ഇപ്പം ചെറിയൊരു ഡിസ്റ്റൻസ് വീണിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ യാങ് ആയിരുന്നാലും അവൻ്റെ ഫീലിങ്സ് ഒന്നും അങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്ന ടൈപ്പ് അല്ലല്ലോ. അതാണ് മെയിൻ കാര്യം. ഇവിടെയായിട്ട് നമ്മളുടെ മിയോങ് ആണെങ്കിൽ അവനെ നോക്കി ടാറ്റ കാണിക്കും. നമ്മളുടെ യാങ് ആയിരുന്നാലും കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ നമ്മുടെ മിയോങ് എങ്ങനെയാണോ ടാറ്റ കാണിക്കുന്നത് അതാ അവന് ഓർമ്മ വരുന്നത്. അവനും അതേപോലെ തന്നെ ടാറ്റ കാണിക്കും. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മിയോങ്ങിന്റെ അനിയനില്ലേ, അവന്റെ പേര് പാർക്ക് എന്നാണ്. അവനും ഇപ്പോൾ മിലിറ്ററി ട്രെയിനിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുന്നതാണ്. ഇവിടെ അവന്റെ അച്ഛനും അമ്മയായിട്ടുള്ള ഏസുനും യാങ്ങും ഭയങ്കര വിഷമത്തിൽ അവനെ യാത്രയൊക്കെ അയക്കും. അതേപോലെ തന്നെ നമ്മുടെ മിയോങ്ങിനെ കാണിക്കും. അവളുടെ ബോയ് ഫ്രണ്ടും ഇപ്പോൾ വീണ്ടും ആർമിയിലോട്ട് പോകാൻ വേണ്ടി പോവുമായിരുന്നു. നമ്മളുടെ ഈ മിയോങ്ങിന്റെ ബോയ് ഫ്രണ്ട് എന്ന് പറയുന്നത് കറക്റ്റ് നമ്മുടെ യാങ്ങിനെ പോലെ തന്നെയാണ്. അവൻ എപ്പോഴും നമ്മളുടെ മിയോങ്ങിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് അവളെ ഭയങ്കര കാര്യമാണ്. അവൻ ആർമിയിൽ നിന്ന് വന്നാൽ തന്നെ നേരെ അവളെയാ കാണാൻ വരുന്നത്. ഇവർ രണ്ടുപേരും ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കും. നമ്മളുടെ മിയോങ് ആയിരുന്നാലും എപ്പോഴും വിചാരിക്കും, ഞാൻ എൻ്റെ അമ്മേനെ പോലെ അല്ല എന്ന്. എന്നാൽ അവൾക്കിപ്പോൾ മനസ്സിലായി വരുന്നുണ്ട് അവൾ അവളുടെ അമ്മേനെ പോലെ തന്നെയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്യൂച്ചറിലുള്ളൊരു സീൻ കാണിക്കും. അതായത് നമ്മളുടെ മിയോങ്ങിന്റെ കല്യാണ സമയത്ത് അവള് ഭയങ്കരമായിട്ട് കിടന്ന് കരയുന്നത് ഇവിടെയായിട്ട് നമുക്ക് മനസ്സിലാവും. അതായത് ഏസുനായിരുന്നാലും അവളുടെ ആ ഒരു കാലഘട്ടത്തിനനുസരിച്ച് അവൾ വലിയ രീതിയിൽ തന്നെയല്ലേ ഇമാജിൻ ചെയ്തുകൊണ്ടിരുന്നത്. അതേപോലെ തന്നെയാണ് നമ്മളുടെ മിയോങ്ങും. അവളും അവളുടെ കാലഘട്ടത്തിനനുസരിച്ച് വലിയ രീതിയിലുള്ള ഡ്രീമും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അതിനുശേഷം കാണിക്കുന്നേ നമ്മളുടെ മിയോങ്ങിന്റെ അടുത്ത് അവളുടെ ക്ലാസ് ടീച്ചർ പറയുന്നതാ, നിന്നെ ജപ്പാനിലോട്ട് വിടാൻ വേണ്ടിയിട്ട് ഞാൻ ക്യാഷ് തരാം, നീ പോയി പഠിച്ചിട്ട് വാ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ മിയോങ് പറയും, അയ്യോ വേണ്ട, നിങ്ങൾ എന്തായിരുന്നാലും ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് എനിക്കിപ്പോൾ ജപ്പാനിൽ പോയി പഠിച്ച അതേ ഒരു ഫീല് തന്നെ ഉണ്ട് എന്നൊക്കെ പറയും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മിയോങ് ആണെങ്കിൽ നേരെ ഏസിനെ വിളിച്ചിട്ട് കാര്യം പറയാം. അതായത് അമ്മ, എൻ്റെ ടീച്ചർ എന്നെ ജപ്പാൻ
ജപ്പാനിലോട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് വിടാം എന്നൊക്കെ പറഞ്ഞു എന്ന് ഇത് കേൾക്കുന്ന ഏസുൻ പറയും, വേണ്ട വേണ്ട, ഞങ്ങൾ നിനക്കുള്ള ക്യാഷ് എത്രയാണെന്ന് വെച്ചാൽ തരാം, എത്ര പൈസ എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയും. എന്നാൽ നമ്മുടെ മിയോങ് അതിന് റെഡി ആവത്തില്ല. അവൾ പറയും, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാനത് പറയത്തില്ല എന്ന്. എന്നാൽ ഏസിന് അവിടെ കിടന്ന് നിർബന്ധം പിടിക്കും, മര്യാദയ്ക്ക് പറ, ഞങ്ങളല്ലേ നിന്നെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വിടേണ്ടത്, അല്ലാണ്ട് വേറെ ആരുമല്ലല്ലോ, എൻ്റെ മോളെ പഠിപ്പിക്കാൻ വിടാൻ എനിക്ക് ഓക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കും. ഇവിടെ നമ്മളുടെ മിയോങ് ആയിരുന്നാലും ഇതിൻ്റെ പേരിൽ അമ്മയോട് അടി കൂടാനായിട്ട് തുടങ്ങും. പിന്നീട് കാണിക്കുന്ന അടുത്ത സീനിൽ നമ്മുടെ മിയോങ് ആണെങ്കിൽ ഒരു ഫ്ലൈറ്റിലായിട്ടിരിക്കുന്നതാണ്. അവളുടെ കയ്യിലായിട്ട് ഒരുപാട് ക്യാഷും ഉണ്ട്. എന്തോ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഏസുനും യാങ്ങും കൂടി ചേർന്നിട്ട് ജീജു ഐലൻഡിലുള്ള അവരുടെ എല്ലാ സംഭവങ്ങളും വിറ്റിട്ട് അവർ നേരെ സിയോളിലോട്ട് ഷിഫ്റ്റ് ആവുന്നതാണ്. അവർക്ക് അവരുടെ മോളെ പഠിപ്പിക്കണമെന്നുള്ളത് തന്നെയല്ലേ ഏറ്റവും വലിയ ആഗ്രഹം. നമ്മുടെ മിയോങ് ആയിരുന്നാലും ഈ ക്യാഷ് കിട്ടി കണ്ടിട്ട് ഭയങ്കരമായിട്ടിരുന്ന് കരയും. അവൾക്കാണെങ്കിൽ അവളുടെ അച്ഛനും അമ്മയെ ആലോചിച്ചിട്ട് നല്ലതുപോലെ പ്രൗഡ് ഫീലും ഉണ്ട്. എന്നാൽ അതേപോലെ അവളുടെ അച്ഛനും അമ്മേനെ നല്ലതുപോലെ മിസ് ചെയ്യുന്നുമുണ്ട്. അവൾക്ക് വേണ്ടിയിട്ട് അവർ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തു കൊടുത്തത്. മിയോങ് ഇരുന്ന് കരയും കണ്ടിട്ട് അവളുടെ അടുത്തിരിക്കുന്ന ഒരു ചെറുക്കൻ അവൾക്ക് ബിസ്ക്കറ്റ് കൊടുത്തിട്ട് പറയും, ചേച്ചി കരയാതെ എന്ന്. അതേസമയം തന്നെ നമ്മുടെ ഏസിനെ കാണിക്കും. അവളാണെങ്കിൽ ആകാശത്തൂടെ പറന്നു പോകുന്ന ആ ഒരു ഫ്ലൈറ്റ് നോക്കിയിട്ട് പറയും, ഞാൻ എത്രത്തോളാണ് പറക്കാൻ ആഗ്രഹിച്ചത് അതിനെക്കാട്ടും ഒരുപാട് മുകളിലാണ് എൻ്റെ മോൾ ഇപ്പോൾ പറന്നുകൊണ്ടിരിക്കുന്നത്, എനിക്കത് മതി, ഞാൻ ഭയങ്കര ഹാപ്പിയാണെന്നും പറഞ്ഞിട്ട് അവളുടെ മോളെ നോക്കി ഭയങ്കരമായിട്ട് സന്തോഷിക്കും. ഇപ്പം അവൾക്ക് ഒന്നുമില്ല എന്നുള്ള ഒരു സങ്കടവും ഇല്ല. നമ്മുടെ യാങ് ആയിരുന്നാലും ഏസുനായിരുന്നാലും അവരുടെ മോളുടെ കാര്യത്തിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.